ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല, ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് എം, അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം, പിന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകൾ കൂടെയുണ്ട്. അവിടെയും ഞങ്ങളെ ഫോളോ ചെയ്യുക. അവിടെയൊക്കെ ഞങ്ങൾ ഷോർട്ട് ഫോമാറ്റിലുള്ള കോണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബി എസ് ഇറേ എന്ന സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടാണ്. ലോക എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ദ ഒജി ഗാങ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെൽക്കം ചെയ്യുന്നു മിസ് യുഡിസി കുമാരി ആൻഡ് മിസ്റ്റർ ചക്രപാണി. വെൽക്കം ടു ദ ഷോ. Hi, hello. ഹായ് ഗായ്സ്. ഹലോ. ഇപ്പം ലോകയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. കുറേ നാളായിട്ട് ബിഗ് ബോസിൻ്റെ ഒരു അതിപ്രസരമായിരുന്നു നമ്മളുടെ പോഡ്കാസ്റ്റ് ചാനലിൽ. അപ്പോൾ അതും അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ബി എസ് റേനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ്? പറയൂ, കേൾക്കട്ടെ. ആരാണ് ആദ്യം പറയുന്നത്? ചക്രവാണിയാണോ കുമാരിയാണോ? അതോ നോം തന്നെ ആ പറയാം? ഞാൻ പറയാം. ഓക്കെ, പറയൂ. ആ, ഞാനിത് ആക്ച്വലി ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് അവേ ആയിരുന്നുകൊണ്ട് ഇതിന്റെ റിലീസ് ഡേറ്റ് ഞാൻ വളരെ ക്ലോസ് ടു റിലീസ് അത് അറിഞ്ഞത് റിലീസ് ആകാൻ പോവാണ്. സോ ഐ സോ ദ ട്രെയിലർ. ഈ പടത്തിന്റെ അനൗൺസ്മെന്റ് തൊട്ട് ഐ വുഡന്റ് സേ ദാറ്റ് ഐ എം എക്സൈറ്റഡ്, ബട്ട് ഐ വാസ് ക്യൂരിയസ് ടു നോ ഇതെന്താണ് സംഭവം എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം രാഹുൽ സദാശിവന്റെ 2 പടങ്ങളും 3 പടങ്ങളുണ്ട് ഇതിനു മുന്നേ. റെഡ് റെയിൻ വാസ് ആക്ച്വലി ഫോർ ഇറ്റ്സ് ടൈം ഇറ്റ് വാസ് വേ ഹെഡ്. ഭൂതകാലം എല്ലാവർക്കും അറിയാം. ഇറ്റ്സ് ഈസിലി വൺ ഓഫ് ദ നൈസസ്റ്റ് ഫിലിംസ് ഇൻ മലയാളം. പിന്നെ ബ്രഹ്മയുഗം, നിങ്ങളെല്ലാവരും നമ്മുടെ എപ്പിസോഡ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഹൗ മച്ച് വി ലവ് ദ ഫിലിം. സോ അടുത്തതും പുള്ളി ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നത് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ദാറ്റ് ടു നമ്മുടെ മറ്റേ വണ്ടി കയറി വേറെ രാജ്യത്ത് പോകുന്ന സ്റ്റാറായ നമ്മുടെ സ്വന്തം പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സന്തോഷം. പുള്ളിയെ ആലയസ്ഥാനങ്ങളിൽ വസിക്കുന്ന പ്രണവം. അഗൈൻ ദാറ്റ് ഇസ് ഓൾസോ. നമ്മളൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, പക്ഷെ അപ്പു അങ്ങനെയല്ല. അല്ല, എനിവേ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു ലൈഫ് പുള്ളി ജീവിക്കുന്നു, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേറ്റ്. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാനിത് ഒറ്റയ്ക്ക് കാണണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ എൻ്റെ 2 കൊളീഗ്സും പറഞ്ഞു ഓക്കെ, അവരും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് ഞങ്ങള് ഒരു സർക്കിൾ മോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയാണ് കണ്ടത്. ഐ തോട്ട് ദ തിയേറ്റർ വുഡ് ബി പാക്ഡ്, ബട്ട് ഇറ്റ് വാസ് നോട്ട് അപ്പാരന്റ്ലി. എനിക്ക് അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വൈഡ് സ്ക്രീനിൽ കാണാം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവസാനം ആസ്പെക്ട് റേഷ്യോ വൈഡ് അല്ലായിരുന്നു ഗൈസ്. സോ അവിടെ ഞങ്ങൾക്ക് ഒരു ഫെയില് പറ്റി. പക്ഷെ ചതിച്ചതായിരുന്നു. അതെന്നെ ചതിച്ചത്. പക്ഷെ എനിക്കത് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു സംഭവം, ഈ ഈ പുള്ളിയുടെ പടങ്ങളില് കഴിഞ്ഞ 2 പടത്തിൽ എനിക്കിപ്പം ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ബ്രഹ്മയുഗം എന്ന് പറയുമ്പോൾ എഴുതി കാണിക്കുന്ന ഒരു ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഈറി മ്യൂസിക് ഉണ്ടല്ലോ, അത് ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് ഇസ് ആക്ച്വലി നമ്മുടെ ജെയിംസ് വാന്റെ ഒരു സ്റ്റൈലാണ്. അതായത് കോൺജറിങ്ങിന്റെ ഒക്കെ അങ്ങനെയാണല്ലോ, ഒരു മ്യൂസിക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മുടെ ഒരു ഈറി വൈബിൽ തരുന്ന ഒരു മ്യൂസിക് ഒക്കെ ഉള്ള ഒരു സാധനം ഏതോ ഒരു ഭൂതകാലം കോൺജറിങ്ങിലുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഇല്ല ഓർക്കുന്നുണ്ട്. ഇല്ല, അത് ഭൂതകാലം ഇതുപോലെയായിരുന്നു. വാസ് ഭൂതകാലം വാസ് വെരി ഗ്രൗണ്ടഡ്. അത് ഒരു ഹൊറപ്പടമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഫസ്റ്റ്. സോ അപ്പം കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, സോ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞാല് ദ മേക്കിംഗ് വാസ് ഫാന്റാസ്റ്റിക്. നോ ഡൗട്ട്. അതിന്റെ ടെക്നിക്കൽ വശം, അതിന്റെ ക്യാമറ, ഷഹനാദ് ജലാൽ അതിന് മുന്നേ വർക്ക് ചെയ്ത പടം നോക്കാനും ബ്രഹ്മയുഗത്തിന്റെ അകത്ത് വർക്ക് ചെയ്ത. സോ ടെക്നിക്കലി സിനിമാറ്റോഗ്രഫി വൈസ് ഇറ്റ് വാസ് ടോപ്പ് നോച്ച്. സൗണ്ട് ആണെങ്കിലും ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക് ഇറ്റ് ഇസ് സോ നൈസ്. കാരണം നല്ല ആവശ്യത്തിൽ, അതായത് സൈലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് പടത്തിൽ.
ആവശ്യത്തിന്, അതായത് കറക്റ്റായിട്ട് സൈലൻസുകൾ ഇട്ടിട്ട് പോയി. എപ്പോഴും സൗണ്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എവിടെ സൈലൻസ് കൊണ്ടുവരണം എന്നുള്ളതും ചെയ്യുന്ന ഒരു സംഭവം. സെക്കൻഡ് തിങ് ഇസ് പ്രണവ് മോഹൻലാൽ ഹാസ് ഇംപ്രൂവ്ഡ്. ഐ വുഡൻ സേ ദാറ്റ് ഭയങ്കര പെർഫോമൻസ് എന്നല്ല, ഹി ഇംപ്രൂവ്ഡ് ഓവർ ദ ടൈം. പുള്ളിയുടെ ഒരു ഓക്വേർഡ്നെസ് ഒരു അത് മാറി. പിന്നെ ദേ ലെറ്റ് ഹിം ബി ഹിംസെൽഫ്. ഇപ്പോ കുറച്ച് സംസാരിക്കുന്ന രീതി, ശൈലി, ആക്സെന്റ്, പ്രൊണൗൺസിയേഷൻ ഒക്കെ ഒരു NRI കിഡിന്റെ വൈബില് ഒക്കെ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. നമ്മുടെ കൂട്ടത്തിൽ കുമാരി NRI കിഡാണെങ്കിൽ ഇന്നേ വരെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, പ്രണവ് ഫെൽറ്റ് ലൈക്ക് എ വെരി നോൺ റെസിഡന്റ് കേരള സ്പീക്കിംഗ്, എന്താണ് കേരള ഗൈ സ്പീക്കിംഗ് മലയാളം എന്നുള്ള രീതി. അതായത് ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ. ആൻഡ് ഇതിന്റെ തുടക്ക സീനിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സീൻ, ഇമ്പോർട്ടന്റ് എന്നല്ല, അതിന്റെ ബേസിക്കലി അതിൻ്റെ അകത്ത് ഒരു സെൻഷ്വൽ ആയിട്ട് കാണിച്ചിരുന്ന ഒരു സീൻ, ഞാൻ താമസിക്കുന്ന രാജ്യത്ത് അത് സച്ച് സീൻസ് ആർ, അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് കാണാൻ പറ്റിയില്ല ഡ്യൂ ടു സെൻസർഷിപ്പ് ഓർ സംതിങ് ലൈക്ക്. അത് എമ്പുരാനിലാത്താണെങ്കിലും ഇങ്ങനെ ഡയലോഗിൽ വ്യത്യാസം, അങ്ങനത്തെ എന്തൊക്കെയോ ദർ വാസ് സർട്ടൻ ചേഞ്ചസ്. ലോക്കയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഐ ഹാവ് ടു ഗോ ആൻഡ് സീ ദ മൂവി അഗൈൻ ടു ടെൽ. സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, പടത്തിന് ഒരുപാട് ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് കുറെ സാധനങ്ങൾ വെച്ചിരുന്നതെന്ന് എനിക്ക് തോന്നി. അതായത് ഒരു സ്ക്രീൻ പ്ലേ കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കുഡ് ഹാവ് ബീൻ ബെറ്റർ. കുറെ കുറെ കാര്യങ്ങളൊക്കെ അൺആൻസേർഡ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യാത്ത പോലെയും ഇച്ചിരി ലെയിമായിട്ട് വിട്ട പോലെയൊക്കെ എനിക്ക് തോന്നി. ഈ അതിൻ്റെ ഒരു അകത്ത് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഇതായതുകൊണ്ട് വിട്ടതാണോ? ഇത് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ പോലും ഞാൻ അതിനെ അങ്ങനെ വലിയായിട്ട് ഐ എം നോട്ട് റിയലി എക്സൈറ്റഡ്. ഇപ്പൊ എന്തോ എല്ലാ പ്രേതങ്ങളും കൂടെ ഒരുമിച്ച് വന്നിട്ട് മറ്റേ അവെഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞ അങ്ങനത്തെ ആണെങ്കിൽ അത് മതമായിരിക്കും. വി ഓൾ നോ ദാറ്റ്. ഇത് പ്രേതങ്ങളെക്കാളും കൂടുതൽ അതിൻ്റെ അകത്ത് ആളുകൾ ഒരുമിച്ച് ഇപ്പം ഷെയ്നും പ്രണവും ഒക്കെ ഒരു ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നു. ആ രീതിയിലായിരിക്കും ചിലപ്പോൾ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരെല്ലാരും കൂടെ മറ്റേ ടൻ ടൻ ടടൻ ടൻ ടൻ ടടൻ ആ സാധനം ഇട്ട് ഇറ്റ്സ് ബാഡ് മാൻ. ഇറ്റ്സ് വെരി അൺനെസസറി. അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ സോ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് പറയുക, ഇതിൻ്റെ അകത്ത് മറ്റേ ഒരു ഭയങ്കര ഓപ്പൺലി വൾഗറിലായിട്ട് ഇങ്ങനെ ഒരു മന്ത്രവാദിയെ കൊണ്ടുവന്നിട്ട് ഹോം ക്രീം എന്ന് പറഞ്ഞ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് വെരി സട്ടിൽ. അങ്ങനത്തെ സാധനങ്ങളോ മറ്റേ ക്രീപ്പി മന്ത്രവാദികളും അങ്ങനത്തെ പരിപാടികളൊന്നും മറ്റേ എനിക്കിപ്പം ക്രീപ്പി മന്ത്രവാദി എന്ന് പറയുമ്പോൾ നമുക്ക് CR7 ചന്ദമാമയാണ്. ഓർമ്മ വരുന്നത്. ചന്ദമാമയാണ്. ചന്ദമാമയും ബാബു ഒന്നും ഇല്ലായിരുന്നു ഇതിന്റെ അകത്ത്. പച്ച പച്ച ഉംഫൽ. ഊംഫൽ. പിന്നെ മറ്റേ കാശിയും ബദ്രിനാഥും മറ്റേ അത് ആ ഡയലോഗും ഇല്ലായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. ദേ പ്ലേഡ് ഇറ്റ് വെരി സട്ടിൽ. പക്ഷെ if you ask me if it's worth the hype, I don't think so. ആ ഹൈപ്പിനനുസരിച്ചുള്ള ഭയങ്കര സംഭവം. ഞാൻ കുറെ സ്ഥലത്ത് പേടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ലൈക്ക് എനിക്ക് ഒന്നാമത്തെ കാര്യം ചെറിയത് കണ്ടാൽ തന്നെ പേടി വരും. ഞാൻ അങ്ങനെ ഹൊറർ പടത്തിന്റെ അത്ര വലിയ ഫാൻ ഒന്നുമല്ല. നീ മറ്റേ കോഞ്ചറിങ് ആണോ അനബെല്ലാണോ ഹെൽമെറ്റ് വെച്ച് കണ്ടതല്ലേ കോഞ്ചറിങ് ഞാൻ ഹെൽമെറ്റ് വെച്ചാണ്. പക്ഷെ ഞാൻ പറയട്ടെ, കോഞ്ചറിങ്ങിന്റെ അകത്ത് എനിക്ക് എപ്പോഴും ഓർക്കുമ്പോ ചിരി വരുന്ന ഒരു സീനുണ്ട്. മറ്റേ നണ്ണിന്റെ സീനിൽ നണ്ണ് ഫോട്ടോ ഫ്രെയിം പിടിച്ചോണ്ട് ഓടി വരുന്നത്. അയ്യോ അത് ഭയങ്കര കോമഡി കേട്ടോ. ഭയങ്കര വധവാ. ഞാൻ എന്റെ ഒപ്പീനിയനിൽ ഈസിലി മോസ്റ്റ് വധം സീൻസ് ഈ ജെയിംസ് വാൻ എടുത്ത് വെച്ച് ഭയങ്കര വധം അത് കാണാൻ. നന്നൊക്കെ ഓർമ്മിപ്പിക്കാതെ എനിക്ക് സമുദ്രക്കരീനെ ഓർമ്മ വരും. പിന്നെ നമ്മുടെ ഇതുണ്ട് മലാക്ക് ഉണ്ടല്ലോ, മലാക്ക്. അതല്ല, പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം, യെസ്റ്റർഡേ. യെസ്, ഹാപ്പി ബർത്ത്ഡേ ടു ആണ്ടവർ, ലോങ് ലിവ്. അപ്പം ബൈ ദ വേ ആണ്ടവർക്ക് സത്യം പറഞ്ഞ ഒരു മോഡേൺ ടൈം ഹൊറർ പടങ്ങളിലൊന്നും പുള്ളിയെ നമ്മൾ കണ്ടിട്ടേ ഇല്ല. പുള്ളിയുടെ ഹൊറർ പടം കണ്ടായിട്ട് ഓർമ്മയുണ്ടോ ആണ്ടവർ? മോഡേൺ ടൈമിലില്ല, പക്ഷെ മറ്റേ പ്യാസ ഷെയ്ത്താനൊക്കെ അല്ല, എന്താ വയനാടൻ തമ്പാൻ ഒക്കെ വയനാടൻ തമ്പാൻ ഹൊററാണ്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഹിസ് ടൈപ്പ് ഓഫ് ജോണർ. ദാറ്റ്സ് വൈ ഹി ഈസ് നോട്ട് ഡൂയിങ്.
You know, അങ്ങനെ ഒരു പക്ഷെ സംഭവം. ചെയ്യണം. ഇനിയിപ്പോ രജനീകാന്ത്, കമലഹാസൻ, സുന്ദർ സി പടം ഒരു അരൺമണി അരൺമനെ പോലത്തെ 5 ആണോ? പടമാണെങ്കിലും ആണെങ്കിൽ പുള്ളി മലാക്കായിട്ടാണ് വരുന്നത്. ഓ സീൻ. എടാ ഏത് പടത്തിന്റെ എന്താണ് മറ്റേ വിശാലിന്റെ ഇത് തിയേറ്ററിൽ കാണിക്കുമ്പോ മറ്റേ പാമ്പ് പ്രൊജക്ടറിന്റെ അവിടെ നിൽക്കുന്നത് കാണിച്ച പോടാ. റെഫറൻസ് കൊടുത്തത്. ആ അത് സുന്ദർ സിയുടെ ഏതോ പടത്തില് ആണല്ലേ? ഏത് ഓ ആ സീൻ. മറ്റേ ഇതിന്റെ ഓ അതൊക്കെ വേറെ ലെവൽ ഡീപ്പ് അത് റെഫറൻസസ് കുറച്ച് ആയിരുന്നു. നാള് തന്നെ ഉണ്ടായിരുന്നു. ഏതൊരു പടത്തിൽ ആനക്കൊണ്ട പോലെ കാണിച്ചിട്ട് എന്ത് ഒരു അണ്ടർ റേറ്റഡ് വിശാൽ ക്യാമിയോ അപ്പിയറൻസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. അല്ല ഇതൊരു ഗെയിമേഴ്സ് ആണ്. ഈയിടെ കണ്ട് ഇറങ്ങി പുള്ളിയുടെ ഏതോ ഒരു പടത്തിന്റെ അകത്ത് ഇതുപോലെ വിശാലിന്റെ ഏതോ പടം തിയേറ്ററിൽ കളിക്കുകയാണ്. അപ്പം പ്രൊജക്ടറിന്റെ അവിടെ ഒരു പാമ്പ് നിൽക്കുന്ന അതിന്റെ ഷാഡോ പുള്ളിയുടെ ഇതിന്റെ അവിടെ വരുന്നൊക്കെ സിനിമാറ്റിക് ബ്രില്യൻസ് സുന്ദർ സി നോട്ടിനെസ് ചെയ്യും. അല്ല, പെർഫോമൻസ് വൈസ് എല്ലാരും കൊള്ളാം. പിന്നെ ഈ രാഹുൽ സദാശിവന്റെ ഒരു വലിയ ഹൈലൈറ്റ് ചെറിയ ബഡ്ജറ്റിൽ കുറെ പരിപാടികൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതായത് എനിക്ക് ഇതിന്റെ ബഡ്ജറ്റ് എത്രയെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല, ഒരുപാട് ലൊക്കേഷൻസ് ഒന്നും ഇല്ല ഇതിന്റെ അകത്ത്. എനിക്ക് അതിന്റെ ക്ലൈമാക്സിലേ ബഡ്ജറ്റിന്റെ ഒരു ഇഷ്യൂ തോന്നിയായിരുന്നു. അത് ഇപ്പൊ ഞങ്ങള് മറ്റേ ദിലീപിന്റെ ഒരു പടമുണ്ട്, എന്തോ മൈ ഡിയർ സാന്റയോ ഏതാണ്ട് ഒരു സാധനമുണ്ട്. അപ്പൊ അതില് പുള്ളി സാന്റക്ലോസിനെ എന്തോ കാണിക്കുന്ന പോലെ VFX വെച്ചിട്ട് എന്തോ ഒരു സാധനം കാണിക്കുമ്പോൾ ഞാനും നമ്മുടെ ജെയിംസ് ബോണ്ട് ഒക്കെ ഇരുന്ന് തമാശക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് സാന്റാക്ലോസിനെ കാണിക്കാൻ പറ്റിയില്ല, റെയിൻഡിയർ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇത് കണ്ടപ്പോഴേ ക്ലൈമാക്സില് ആ ഫൈറ്റ് പെട്ടെന്ന് അങ്ങ് തീർന്നല്ലോ. അപ്പൊ അത് വന്നപ്പോഴത്തേക്ക് അതായത് അത് എന്നോട് ഇങ്ങനെയാണ് ജെയിംസ് ബോണ്ട് സംശയം ചോദിച്ചതാണ്. അതായത് മറ്റേ പ്രേതം പ്രണവിന്റെ വീട്ടിലായിരുന്നപ്പോൾ എക്സ്ട്രീംലി പവർഫുൾ ആയിരുന്നു. എന്നാൽ അവന്റെ സ്വന്തം തട്ടകത്തിൽ അവന്റെ സ്വന്തം വീട്ടിൽ വന്നപ്പം മധുസൂദനം പോറ്റിയുടെ കഴുത്തിന് പിടിക്കാൻ പോയി പെട്ടെന്ന് അങ്ങ് തീർന്നു പരിപാടി. അപ്പൊ അത് ഇത് ഈ ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് അവരതിങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് സാധാരണ രീതിയിൽ അതിനെ തളയ്ക്കാൻ നോക്കുമ്പോൾ കൂടുതൽ അത് ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ട് ചെയ്തതാണോ അതോ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നുള്ള എനിക്ക് രണ്ടാമത്തെ റീസൺ തോന്നിയത്. പ്യൂർലി സ്ക്രീൻ പ്ലേയില് പറ്റിയ പഴമാണ്. അതായത് അവര് ആ ഒരു ലെയിമായിട്ട് എഴുതിയ പോലെ തോന്നിയത്. കാരണം ബഡ്ജറ്റിലൊരു പ്രശ്നം വരാനും മാത്രം ഇത് അത്ര വലിയ എക്സ്പെൻസീവ് പടമൊന്നും അല്ല. ബ്രഹ്മയുഗത്തിന്റെ ഡയറക്ടറാണ് ഇത് പ്രൊഡ്യൂസറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. ബ്രഹ്മയുഗം പൈസ ഉണ്ടാക്കിയ സിനിമയാണ്. അതിൽ നിന്ന് ഇതിലേക്കൊരു ബഡ്ജറ്റ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. ഇതിനകത്ത് എഫക്ട്സ് ആണെങ്കിൽ പോലും ഞാൻ സത്യം പറഞ്ഞു എനിക്ക് ഏറ്റവും സ്കെയറില്ല അൺകംഫർട്ടബിൾ ആയി തോന്നിയ സീൻ എന്ന് പറഞ്ഞാൽ മറ്റേ പയ്യനെ വലിച്ചിട്ട് അവിടെ നിന്ന് താഴോട്ട് ഓ മാൻ ഐ ഡിഡ് നോട്ട് സീ ദാറ്റ് കമ്മിങ്. എനിക്കത് കാലൊക്കെ വേദന എടുത്തു എനിക്കത് കണ്ടപ്പോ. എനിക്ക് ദേഹത്ത് എന്തോ പോയി. ദാറ്റ് വാസ് ജെന്യുവൻലി ഗുഡ് ടു ബി വെരി ഓണസ്റ്റ്. അത് കാണിച്ച അതിന്റെ ആർട്ട് വർക്ക് ചെയ്തോ ആരാന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ചതിക്കാത്തത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആർട്ട് വർക്ക് ഇതിന്റെ അകത്തായിരിക്കും. ജോക്സ് അസൈഡ്, ദി ആർട്ട് വർക്ക് വാസ് വെരി നൈസ് ടു ബി വെരി ഓണസ്റ്റ്. പെണ്ണിന്റെ ഇത് നല്ലതായിരുന്നു, അവൾ ഡെഡ് ബോഡി ആയിട്ട് കിടക്കുമ്പോൾ അതൊരു ശരിക്കും നമ്മളൊരു ഇന്റർനാഷണൽ ഇത് അശ്വൻ കോക്കിന്റെ റിവ്യൂവിന്റെ അകത്ത് പറഞ്ഞ ഒരു സംഭവം ഞാൻ എടുത്തു പറയുന്നത്. ഇറ്റ്സ് ഗോട്ട് എ വെരി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ടു ഇറ്റ് സിനിമയ്ക്ക്. ഇത് ഏത് നാട്ടിലുള്ള ആൾക്കാരെ കാണിച്ചാലും ഇത് അവർക്ക് ഡൈജസ്റ്റ് ആവും. പക്ഷെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ലൈക്ക് I need to if we see the movie multiple times, I think we can point it out in a much better way. കുറച്ചുകൂടെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. പക്ഷെ ഇറ്റ്സ് ടു ഏർലി ടു വാച്ച് ദ മൂവി അഗൈൻ. അല്ലെങ്കിൽ നമ്മൾ പൈറേറ്റഡ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല ഗൈസ്. സോ നമുക്കത് അതിനെപ്പറ്റി പറയാൻ ടു ഏർലി ആണ്. പക്ഷെ വേണമെങ്കിൽ ഒരു OTT റിലീസ് വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും വി ക്യാൻ ഡു ഇഫ് യു വാണ്ട് ടു. വേണമെങ്കിൽ ഭൂതകാലം പുള്ളിയുടെ ഈ ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ് എല്ലാ പടങ്ങളെല്ലാം കൂടെ ഒന്ന് കണ്ടിട്ട് ഇൻക്ലൂഡിങ് റെഡ് റെയിൻ, കാരണം ഇതിലൊരു റെഡ് റെയിൻ റെഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത്
എന്താ മറ്റേ ഡേറ്റ് എന്തോ കാണിക്കുന്നുണ്ടല്ലോ, ജൂലൈ ഉം. 17, 2001 ആ അങ്ങനെ എന്തോ ഓക്കെ ഒരു ഓക്കെ. ഡേറ്റ് ഉണ്ട്. അന്നാണ് കേരളത്തിൽ റെഡ് റെയിൻ വീണത് എന്നാണ് ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു റെഫറൻസ് ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ള രീതിയിൽ. എനിക്ക് 17 ജൂലൈ 2001 അങ്ങനെ എന്തോ. എനിക്ക് ആ പുള്ളിക്കാരി മകന്റെ ആത്മാവിനെ ഈ സമൺ ചെയ്യുന്ന ഒരു സാധനം ഒന്നും അത്ര കൺവിൻസിങ് ആയിട്ടോ അല്ലെങ്കിൽ അത് വലിയ ഡാർക്കായിട്ടൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞ. അതിപ്പോ മേ ബി നമ്മൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ വേറെ പടങ്ങളിൽ കണ്ടിട്ടുള്ളതുന്നത് കൊണ്ട് കൂടെ ആയിരിക്കാം ചിലപ്പോൾ അത്ര ഒരു അല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നാൻ. അതാ പേപ്പറിൽ എഴുതി വെച്ചിരുന്ന ദൈവവചനം അതിൻ്റെ അകത്തൊരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സൈറ്റാനിക് ആയിട്ടുള്ള ഒരു എലമെന്റ് കൊണ്ടുവരുമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബിറ്റ് മോർ യുനോ ഡാർക്കർ ഐ ഫീൽ. അത് എസ്റയ്ക്കകത്ത് അത് എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത്. അതിനകത്ത് മറ്റേ എന്തോ മുടി കട്ട് ചെയ്ത് വെച്ചിരുന്നു അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ചെയ്യത്തില്ലേ. അത് വിച്ച് ക്രാഫ്റ്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ആ നമ്മുടെ വെപ്പൺസിന്റെ അകത്തൊക്കെ ചെയ്യുന്ന പോലെ യെസ്. മുടി കട്ട് ചെയ്ത് മറ്റേ ആ വടിയെ കുത്തിക്കുന്ന. അതെ ആ വിച്ച് അത് ക്രാഫ്റ്റ് എന്നുള്ള അവർക്ക് പക്ഷെ ആ ഡിബുക്ക് എന്ന് പറഞ്ഞ സാധനവും കൂടെ ഉണ്ടായിരുന്നു ഉണ്ട് അല്ലേ? ഉണ്ട് അതുകൊണ്ട് ഉണ്ട്. അപ്പം കുറച്ചുകൂടെ കൂടുതൽ ഇതാണ്. ശരിയാണ്. ഇത് പക്ഷെ കറക്റ്റ്. ദൈവവചനങ്ങളും അങ്ങനത്തെ സാധനങ്ങളും മാത്രം ഉപയോഗിച്ചിട്ട് ഒരു ഒരു എന്താ പറയുന്ന ഒരു ആത്മാവിനെ സമൺ ചെയ്തു എന്ന് പറയുന്നത് എനിക്കെന്തോ അത്ര അത് ഇത് മേ ബി സുഖകരമായിട്ട് തോന്നിയില്ല. പുള്ളിക്കാരി ഒരു എന്താ സാധാരണ നാട്ടിൻപുറത്തെ ഒരു ആളാണല്ലോ. അപ്പം ഉം. പുള്ളിക്കാരിയുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ പെട്ടെന്ന് സൈറ്റാനിക് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതൊക്കെ ആത്മാവായിരുന്നു. അതെ. അപ്പൊ അപ്പൊ എങ്ങനെ വലിയ ഞാൻ ചെലവാവില്ല പറഞ്ഞു എന്നൊക്കെ. അപ്പൊ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് സാന്റാക്ലോസ് ഇല്ല, റെയിൻഡിയർ മാത്രം. yeah. അത് ഈ മനു എന്ന് Yeah. പറഞ്ഞ പേരും മറ്റേ പേരും എല്ലാം അതൊക്കെ ഒരു ഫൈൻ ലൈനാ. അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു കളിയാ പുള്ളി കളിച്ചത്. ഉം. അതിന്റെ ആ, എനിക്ക് അറിഞ്ഞുകൂടാ. അത് അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ മനു എന്നൊക്കെ പേരുണ്ടാവും. ഉണ്ടാവുമായിരിക്കും അല്ലേ? മാനുവൽ വേണമെങ്കിൽ മനു ആവാൻ. ഇപ്പൊ ഉണ്ടോ? ഏലിയാസ് ഉണ്ടോ അങ്ങനെ മേനോൻ പേരുണ്ടല്ലോ? ഉണ്ട്. ഞങ്ങളുടെ ഏരിയയില് ഏലിയാസ്. ക്രിസ്ത്യാനികൾക്കെല്ലാം ഇങ്ങനത്തെ ഡിഫറെന്റ് പേരുകൾ. ഇപ്പം ഞങ്ങളുടെ ശരിയാ. വീട്ടിലെ പേരുകൾ തന്നെ എല്ലാം ഒരു ഹിന്ദു ക്രിസ്ത്യൻ മിക്സ്ഡ് നെയിംസ് ആണ്. അതിപ്പോ ഇപ്പൊ ഈ അനൂപ് എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ എന്തുവാ ഷീബ, അജി അങ്ങനത്തെ പേരുകളുണ്ടല്ലോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഷാജി പറയാം 3 റെജി, സെജി, ജാതിക്കാർക്കും ഇല്ലേ? ആ ഷാജി. ഷാജി, ഇല്ലേ? പിന്നെ വേറെ ഏതാ ഇങ്ങനത്തെ സലീം 2 റോഷൻ എന്നുള്ള പേര്. സലീം 2 ജാതിക്കാർക്കുണ്ട്. സലീമോ? ആ സലീം കുമാർ. സലീം കുമാറുകാരന്. ആ സലീം കുമാർ. അത് പക്ഷെ സലീംകുമാർ എനിക്ക് പക്ഷെ തോന്നുന്നു സലീം മുസ്ലിം കുമാർ അല്ലേ? ഇച്ചിരി ഒരു ഡിഫറെന്റ് കേസാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാര്യം എനിക്ക് അത് വ്യക്തമായിട്ട് പുള്ളിയുടെ അറിയത്തില്ല. പേരൻസിൽ ആരോ ഒരാള് ആ മുസ്ലിം ആണെന്നല്ലേ, അങ്ങനെ എന്തോ അല്ലേ? ആണോ? ഞാൻ അറിയത്തില്ല, എനിക്ക് അതിന്റെ ആ ഡീറ്റെയിൽസ് ആണ്. അറിയത്തില്ല. ഇല്ല അങ്ങനെ എനിക്ക് എന്തോ ആണ്. തോന്നുന്നില്ല. കാരണം എന്റെ കൂട്ടുകാരന്റെ പേര് ശ്രീഹരി സലീം എന്നാ. അവന്റെ ഓക്കെ. അവന്റെ എനിക്ക് തോന്നുന്നു അച്ഛന്റെ അനിയന്റെ പേര് സൈനുദ്ദീൻ. അമ്മ സിസ്റ്ററിന്റെ പേര് സൈനബ. അങ്ങനെ ഈ പേരൊക്കെയുണ്ട്. അരുൺ എന്നുള്ള മോ- പേര് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അരുൺ ഇഷ്ടംപോലുണ്ട്. എന്നുള്ള പേര് അരുൺ നമ്മൾ തോമസ്. പെട്ടെന്ന് കേൾക്കുമ്പം അരുൺ. ഉം. പിന്നെ നമ്മുടെ ഈ കരിക്കിന്റെ അകത്തുള്ള 2-3 പേരുടെ പേരുകളുണ്ടല്ലോ, അതെല്ലാം ഈ അർജുൻ ഉണ്ണി തോമസ്. മാത്യു. ആ ഉണ്ണി മാത്യു എന്നൊക്കെ ഞാൻ ആദ്യമായിട്ട് അതിനകത്ത് കേൾക്കുന്നത്. ഏലിയാസ് വേറൊരാളും കൂടെ മേനോൻ. ഉണ്ടായിരുന്നു, ആ പുള്ളിയുടെ തന്നെ ചേട്ടൻ, ആനന്ദ് മാത്യു. അത് തന്നെ. അപ്പൊ അങ്ങനത്തെ പേരുകളുണ്ടല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കും. ഐ ജോർജ് മീൻ സി നായർ. അല്ല, മനു എന്നുള്ള ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. മാനുവലിനെ മനു എന്ന് വിളിക്കുന്ന ഞാൻ മനു കേട്ടിട്ടുണ്ട്. എന്ന് വിളിക്കുന്ന അല്ല മനു തോമസ് എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഉണ്ട്. പേരുള്ളവരൊക്കെ ഉണ്ട്. മനു എന്നുള്ള പേരുണ്ട്. ഉവ്വ്. അപ്പോ സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആ സമൺ ചെയ്ത രീതി അതൊന്നും അത് വർക്കായില്ല. പക്ഷെ അല്ലാതെ ഈ പേടിപ്പെടുത്തുന്ന സീൻ എന്ന് പറഞ്ഞ് കാണിക്കുന്ന കുറച്ചുകൂടെ പ്രാക്ടിക്കൽ എഫക്ട്സ് പോലെ എനിക്ക് തോന്നി. പിന്നെ ആ. സിനിമ കണ്ടവർക്ക് അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എന്തായിരുന്നു എന്നൊക്കെ ഉള്ളത് ഓബിയസ്ലി അറിയാം. അതൊരു ഓപ്പൺ എൻഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവന്റെ അവസാനത്തെ ക്ലൈമാക്സിലുള്ള ആ റിയാക്ഷൻ എന്തുകൊണ്ടാ അങ്ങനെ അവൻ റിയാക്ട് ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചത്. പേടിക്കുന്നതിന് പകരം അവൻ ബ്ലാസ്ഫെമിയിലോട്ട് പോയത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, വാട്ട് ഡു യു തിങ്ക്? പിന്നെ ഇത് വീണ്ടും യു അഗെയിൻ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലായതുകൊണ്ട് പുള്ളി അങ്ങനെ ഒരു ഇതിട്ടതായിരിക്കും. കാരണം എൻ്റെ ഒരു കസിനോട് ഞാൻ സംസാരിച്ചപ്പം ഷീ വാസ് ടെല്ലിങ് മീ ദിസ്. അതെന്തൊരു റിയാക്ഷൻ ആയിരുന്നു, എന്തിനാ അങ്ങനെ ഒരു റിയാക്ട് ചെയ്തെന്നുള്ള രീതി. അല്ല ഇപ്പം അവൻ നിനക്ക് ഓൾറെഡി നിനക്ക് അവന്റെ റിയാക്ഷൻ എങ്ങനെ ഡിഫറെന്റ് ആയിട്ടാ തോന്നിയത്? ഹൗ ഇസ് ഇറ്റ് നോട്ട്
എന്താ പറയുന്നത്, ഒരു പേടിച്ച എക്സ്പ്രഷൻ ആയിട്ടല്ലാതെ നിനക്ക് എങ്ങനെ ഡിഫറെന്റ് ആയിട്ടാ തോന്നിയെന്ന് ഞാൻ ചോദിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് അവൻ പ്രേതത്തിനെ കണ്ടു പേടിച്ചു എന്നുള്ളതല്ലാതെ എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് ഞാൻ ചോദിക്കുന്നത്. ലൈക്ക് ഇതെന്ത് പണ്ടാരമാണെന്നുള്ള രീതിയിലുള്ള, ഇത് പോയില്ലേ അത് എന്നുള്ള രീതിയിലാ ചിന്തിക്കുന്നത്. യു അഗെയിൻ ആ എന്ന് അതാ ചോദിക്കുന്ന അതാ ആ പറഞ്ഞേ. സാധനമല്ലേ, ആ എനിക്ക് യു അങ്ങനെ അഗെയിൻ ഫീൽ ചെയ്തത്. അത് എനിക്ക് യു അഗെയിൻ. അതുപോലെ തോന്നിയത്. ഞാൻ ആ വിചാരിച്ചത് അവൻ പേടിച്ചിട്ട് അങ്ങ് സീൻ കട്ടാവുമായിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഈസ് ലൈക്ക് അവൻ തെറി പറയാ. അപ്പൊ അത് അബ്രപ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ദിസ് ഇസ് ലൈക്ക് പേടിയല്ല, സർപ്രൈസ് പോലെ എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടെ സർപ്രൈസ് ആ ആയിട്ട് ഏഹ് ഓ അല്ല നീയായിരുന്നോടാ അതിന് എന്നുള്ള രീതിയിലുള്ള നീയോ അങ്ങനെയൊക്കെയുള്ള അതിന് ആ പിന്നെയും നീയോ ആ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. യു അഗെയിൻ അതിന് കാരണമുണ്ട്. കാര്യം ഇവൻ മറ്റേ മനു ആണ് ഇതിന്റെ പുറകിൽ നിന്ന് അറിയുന്നതിന് മുമ്പ് കനിയാണെന്നാണല്ലോ ഓർത്തോണ്ടിരുന്നത്. വിചാരിച്ചോണ്ടിരുന്നത്. അപ്പൊ പുള്ളി കാരണം അത് മുടിയില് തടവുന്നതും ഒക്കെ അവളാണെന്നാണല്ലോ അവൻ അത് വിചാരിച്ചോണ്ടിരുന്നത്. രണ്ടുപേരും ഒരേ സമയത്ത് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നു. സംഭവിച്ചത്. എനിക്കും അങ്ങനെയാ അപ്പം ഫീൽ ചെയ്തത്. അതായത് പുള്ളിക്കാരി അവിടെ സ്റ്റക്കായിട്ട് അവിടെ ഉണ്ട്, ബട്ട് ഈ പണ്ടാരം ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് മനു പെട്ടെന്ന് എന്താ പറയുന്നത്, പുള്ളിയുടെ മുന്നിൽ പ്രത്യക്ഷമായി എന്നുള്ള രീതിയിൽ. പുള്ളിക്കാരി അവിടെ സൈലന്റ് ആയിട്ട് അവിടെ ഉണ്ട് അല്ല ഇപ്പൊ എന്നുള്ള രീതിയിൽ. തലോടിയത് മനുവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ you never know. അല്ല അത് പുള്ളിക്കാരിയാണല്ലോ. പുള്ളിക്കാരി ആ ഒരു പുള്ളിക്കാരിയായിരിക്കും. ശീലം ഉണ്ടെന്ന് അവര് എടാ കാണിക്കുന്നുണ്ടല്ലോ. മറ്റേ അവര് തമ്മിൽ ഒരുമിച്ചുള്ള മണിച്ചിത്രത്താഴിന്റെ അകത്തെ ഈസ്റ്റർ എഗ് നീ കണ്ടിട്ടില്ലേ? നകുലിന്റെ തൊട തടവുന്ന സണ്ണി. ശരി. We never know man. തൊടയല്ല, We never know. ബാക്കിലാണ് ഒരു പിഞ്ചും ബാക്കില് ഒരു അടിയും. അടിയും കൊടുക്കും. That's Lalitan being friendly, dude. എന്താണ് അത് I don't see that. I find it very ലവ് creepy. ലാംഗ്വേജ്. I find it very creepy. എനിക്ക് അല്ല മണിച്ചിത്രത്താഴിന്റെ പുള്ളി രണ്ട് വളരെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ആ തടവുന്ന ഇറ്റ്സ് ക്വൈറ്റ് ഡിസ്റ്റർബിങ്. അതാണ് ഏറ്റവും ഡിസ്റ്റർബിങ് ആ സിനിമയ്ക്കകത്ത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ശങ്കരൻ തമ്പിയുടെ വേഷം ഇട്ടുകൊണ്ട് വെളിയിൽ കൂടെ നടന്നിട്ട് ഡോറ് തുറക്കുമ്പോ ഗംഗ ഏത് വഴിയാ ചാടിപ്പോയെന്ന് ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ. അതിന്റെ അകത്ത് വേറെ അറകളൊക്കെ അകനാളുകളും കാണും, വിൻഡോസും വളവുകളൊക്കെ ഉള്ള അറകളും ഒക്കെ കാണും. മുറികളുണ്ടാവും. നമുക്കറിയത്തില്ലല്ലോ, ഇവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ അതിൻ്റെ എന്തുമാത്രം സീക്രട്ട് അറകളുണ്ട് അല്ലെങ്കിൽ ഡോസ് ഉണ്ടെന്നും. അവരാരും ആ, കേറാറില്ല പഴയ അതിന്റെ. വീടല്ലേ, അപ്പം ട്രാപ്പ് ഡോറുകൾ കാണും, എസ്കേപ്പ് റൂംസ്, എസ്കേപ്പ് അറകൾ കാണും. നമുക്കറിയില്ലല്ലോ. ജനല് വഴി പുറത്തിറങ്ങി പാർക്കോർ ചെയ്ത് പോയത്. അതാ ഞാൻ പാർക്കോർ ചെയ്യുന്ന ഗംഗ. Damn son. അപ്പൊ അപ്പം അത് കനിയാണെന്ന് വിചാരിച്ചിട്ട് അവൻ അത് തിരിച്ചറിഞ്ഞ് പുള്ളി ആ കനി ഒരു എന്തുകൊണ്ടാ ഇതുമായിട്ട് മരിച്ചത്? ആത്മഹത്യ ചെയ്യാതെ ആവാനേ സാധ്യതയുള്ളൂ. അല്ല, ആത്മഹത്യ ചെയ്തതാണെങ്കിൽ എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, ഈ മാനുവലിന്റെ മനു മനുവിന്റെ ആത്മാവ് പുള്ളിക്കാരിയെ എങ്ങനെങ്കിലും ഡിസ്റ്റർബ് ഇല്ല ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഇല്ല രീതിയില്ലേ, അത് അങ്ങനെ എനിക്ക് വേണമെങ്കിൽ തോന്നിയായിരുന്നു. ആരോ ജയിച്ചിരുന്നു തള്ളിയിട്ടതുപോലെ എന്ന് ജയിച്ചിരുന്നു. വേണമെങ്കിൽ. എന്ന് പറഞ്ഞ ഇപ്പൊ ആ ചെറുക്കനെ അയാൾ ഉപദ്രവിച്ചല്ലോ, അതായത് അനിയൻ ചെറുക്കനെ. അത് പക്ഷെ അവൾ പക്ഷെ ആ ഇവൻ മരിച്ചിട്ടേ അനിയന് അവളോട് വലിയ അനിയൻ ബഹുമാനം അന്നേരം അങ്ങനെ ഇല്ലായിരുന്നു. പറഞ്ഞതുകൊണ്ട് അവളോട് അവള് ഡിസ്റെസ്പെക്ട് ചെയ്തോണ്ടേ. ചാടിച്ചത്തേന് ആണു. അവള് പക്ഷെ ഞാൻ ചാടിച്ചത്തേന് ചോദിക്കുന്നത്, ഈ ആത്മാവിന്റെ ഇൻഫ്ലുവൻസസ് അവളുടെ ആത്മഹത്യയല്ല, അല്ലെങ്കിൽ അതൊരു ആക്സിഡന്റ് ആവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. വയലന്റ് ആത്മാവാണല്ലോ. അല്ല ഇവൻ മരിച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടല്ലേ പുള്ളിക്കാരി മരിക്കുന്നേ. ഇപ്പൊ ഇവനെ ഉടനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അങ്ങ് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാമല്ലോ. പുള്ളിക്കാരിയുടെ മരണത്തിന് കാരണം പ്രണവായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഡിപ്രഷനൊക്കെ കാരണമാണ്. കാര്യം മറ്റേ പുള്ളി പറയുന്നുണ്ടല്ലോ, എന്താ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്ക് അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടല്ലോ, പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ നടക്കുന്നതിന് മുമ്പ് പുള്ളിക്കൊരു ബാഡ് ഫീലിംഗ് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ഡിപ്രഷൻ അതാണ് ഞാൻ ചോദിച്ചതിന്റെ ഉറവിടവും. കാരണം പുള്ളിക്ക് ബാഡ് ഫീലിംഗ് തോന്നുന്നത് അത് സ്പിരിച്വൽ ആവുമ്പോഴത്തെ, അല്ലെ ഒരു സ്പിരിറ്റ് ബേസ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് വരുമ്പോഴല്ലേ. അപ്പം പുള്ളിക്കാരിക്ക് ഡിപ്രഷൻ ഉള്ളത് പുള്ളി ഫീൽ ചെയ്തതിനേക്കാളും ഇവൻ അവളെ എങ്ങനെങ്കിലും കൂടെ ഉണ്ടത് ചിലപ്പോൾ പുള്ളി ഫീൽ ചെയ്ത് കാണുമായിരിക്കും. എനിക്കതാണ് ഫീൽ ചെയ്തത്. കാരണം ഗ്ലാസ് താഴെ വീഴുമ്പോൾ പുള്ളിക്കാരൻ ഒരു സൂപ്പർ നാച്ചുറലി ഡിസ്റ്റർബ്ഡ് ആകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം അവള് മരിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പുള്ളിക്ക് തോന്നാൻ കാരണം ഇവന്റെ ആത്മാവളുടെ കൂടെ ഉള്ളതുകൊണ്ടാണോ എന്ന് ഇപ്പം എനിക്ക് തോന്നി. മനുവിന്
അവളുടെ ഹെയർ ക്ലിപ്പ് എടുത്തതിനാണല്ലോ പ്രണവനായിട്ട് ഉം. പൂശിയത്. യെസ് അപ്പം യെസ്. അവളെ ഉപദ്രവിക്കാനായിട്ട്, അവൻ അത്ര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അവളെ ഉപദ്രവിക്കാനായിട്ട് അയാളെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ മരിച്ചു കഴിഞ്ഞാലും. അത് പറയാൻ പറ്റില്ല. അത് ഒബ്സഷൻ പല ആ, രീതിയില്. അതാണ്. പക്ഷെ ഇവൻ്റേത് ആ ഒരു രീതിയിലുള്ള ഇതാണല്ലോ. അത് പക്ഷെ അപ്പം ആത്മാവായി കഴിയുമ്പോഴത്തേനും എങ്ങനെയാണ് അത് ചേഞ്ച് ആവുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. ആത്മാവുകൾ ഇറ്റ്സ് സൂപ്പർ നാച്ചുറൽ ഫാൻ എന്നുള്ള നിലയ്ക്ക് ആത്മാവായി കഴിയുമ്പോഴത്തേനും യു ബിക്കം മോർ വയലന്റ്. സോറി, പക്ഷെ സൂപ്പർ എനിക്ക് നാച്ചുറൽ റെഫറൻസസ് ആണ് അത് ആക്ച്വലി. ഞാനേ സോറി ഉപ്പിന്റെ ഇന്ററപ്റ്റ് കാര്യം ചെയ്തല്ലേ. വന്നപ്പോ ആ, ഉണ്ടായിരുന്നു അല്ലേ? ഉപ്പിന്റെ കാര്യം എല്ലാരും ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽ ഇട്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് എല്ലാരും ഉപ്പ് എന്താ പ്രേതം എന്തെങ്കിലും എന്താ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോ ഉപ്പ് വാരി എറിയുന്നു. ആക്ച്വലി നമുക്ക് ഇത് സൂപ്പർ നാച്ചുറലിന്ന് ഉപ്പിന്റെ കാര്യം ആ, അത് ഭയങ്കര മാത്രല്ല, ഇതുള്ള ഇപ്പൊ ഈ വെപ്പൺസിന്റെ അകത്താണെങ്കിലും പുള്ളിക്കാരി ആ ഡോറിന്റെ അവിടെ ഉപ്പ് കൊണ്ടാണ് ഒരു ലൈൻ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ കൊച്ചിനോട് ക്രോസ് ചെയ്യുന്നത്. പക്ഷെ വെപ്പൺസ് വെപ്പൺസ് പുതിയ കാണാത്തവരുണ്ടെങ്കിൽ പടമല്ലേ അത്? ആ, ഇതിന് അതാ മുമ്പേ പറഞ്ഞത്. അപ്പൊ ഇത് സോൾട്ട് ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നാണല്ലോ അതിന്റെ ഇതില്. നമ്മള് അതെ സൂപ്പർ അതെ അതെ. നാച്ചുറലാണ് അവരെ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. മറ്റേ ഷോർട്ട് ഗണ്ണിന്റെ അകത്ത് വരെ റോക്ക് സോൾട്ട് നിറച്ച് വെടിവെക്കുന്ന ആൾക്കാരാണ്. പിന്നല്ലേ 2005 തുടങ്ങിയതാണ് നമ്മൾ. അപ്പം yeah. എനിക്ക് അപ്പം തോന്നുന്നില്ല മനു ആണ് പുള്ളിക്കാരിയുടെ. മേ ബി ചിലപ്പം വേണമെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം, വേണമെങ്കിൽ അവൻ്റെ പ്രസൻസ് ഒക്കെ ഉള്ളതും കൂടെ അവളുടെ ആ ഒരു ഡിസ്റ്റർബൻസിന് കൂടുതൽ ആക്കം കൂട്ടി എന്ന് വേണമെങ്കിൽ. ഇപ്പം മറ്റേ ഭൂതകാലത്തിൽ ഷെയ്നിന് തോന്നുന്ന പോലെ. ഷെയ്നിന് ആദ്യം പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. മറ്റേ അമ്മുമ്മേനെ കണ്ടതിന് ശേഷമാണല്ലോ പുള്ളിക്ക് ആ ഒരു സൈക്കോളജിക്കലി അവൻ ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ചിലപ്പോൾ ഇയാൾ കൂടെ കൂടിയതിന് ശേഷമായിരിക്കാം കനിക്ക് കൂടുതൽ. അതായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരിക്ക് പ്രണവിനോട് അങ്ങനെ ദേഷ്യമൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു. അല്ലെ അവളും ഇവനെ പോലെ ഒബ്സസ്ഡ് ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. എന്ത് തരത്തിലുള്ള റീഡിങ് വേണേലും നമുക്ക് എടുക്കാം. അപ്പം അതാണ് ചക്രവാണിയുടെ എക്സ്പീരിയൻസ് അല്ലേ. കുമാരി പറയൂ, അതോ ഞാൻ യെസ്. പറയുന്നു? അല്ല ഞാൻ അപ്പം എൻ്റെ എന്ന് പറയാൻ ഞാനാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനം പടം കണ്ടത്. ഞാൻ ഇന്നലെ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ഇപ്പം ഫ്രഷ് മെമ്മറീസ്. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ ഇരുന്ന തിയേറ്റർ ഞാൻ ബുക്ക് ചെയ്യാൻ ഇച്ചിരി ലേറ്റായിപ്പോയി. ഇവിടെ എന്താണ് ദൈവത്തെ ഓർത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ദൈവത്തെ ഓർത്ത് മനുഷ്യനും അഞ്ചാതിയുള്ള സ്ഥലത്ത് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും കാട്ടുമുക്കിൽ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നാമത്തെ തിയേറ്ററിനകത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 6 വരി എന്താണ് സീറ്റിംഗ് ആണത്. അതൊരു ഭയങ്കര ചെറിയ തിയേറ്ററിൽ ഒരു കൂടിപ്പോയ ഒരു 50 സീറ്റൊന്നും കാണത്തില്ല. അത് അത്രയും ചെറിയൊരു തിയേറ്റർ. അതിൻ്റെ കൂടെ ആണെങ്കിൽ അത് ഫുള്ളി പാക്ഡ് ആണ്. ഓബ്വിയസ്ലി ആ സീറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അത് ടിക്കറ്റ് കിട്ടുന്നില്ല ആൾക്കാർക്ക്. ഇവിടെ ഒത്തിരി മലയാളികളുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം ആർ കംപ്ലൈനിങ് അബൌട്ട് ദിസ്. കാരണം നമുക്ക് പടം കാണുന്ന ആഗ്രഹം, ഇവിടെ ഒത്തിരി മലയാളികളുണ്ട്. ഇപ്പോൾ ലിവർപൂൾ, ഞാൻ ലിവർപൂൾ ഏരിയയിലാണ് താമസിക്കുന്നത്. പക്ഷെ അല്ലാതെ തന്നെയാണെങ്കിലും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇത് കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇങ്ങനത്തെ കാട്ടുമുക്കിലായിരിക്കും. അപ്പം നമുക്ക് പോകാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ചെറിയ തിയേറ്റർ ആകുമ്പോഴത്തേനും കാണുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് കുറവ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ ഇറ്റ്സ് വെരി സാഡ് ആക്ച്വലി. ഇത് സെയിം കാര്യം ഞാൻ ഏതോ ഒരു മോഹൻലാൽ പടത്തിൻ്റെ റിലീസ്, എനിക്ക് ചോട്ട മുംബൈ ആയിരുന്നു തോന്നുന്നു. എനിക്ക് ചോട്ട മുംബൈ കാണണം എന്നുണ്ടായിരുന്നു. ബട്ട് സാഡ്ലി അത് ലണ്ടൻ ഏരിയയിലും കൊവൻട്രി അങ്ങനത്തെ ചില സ്ഥലങ്ങളിൽ മാത്രമേ അത് ഇതുള്ളായിരുന്നു, എൻ്റെ പ്രദർശനം ഉള്ളായിരുന്നു. സോ ഇറ്റ്സ് വെരി സാഡ് ആക്ച്വലി. പക്ഷേ കമ്മിങ് ബാക്ക്, അപ്പം എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഇച്ചിരി ലേറ്റായി. കാരണം ഇത് ഓപ്പൺ ആയപ്പോൾ തന്നെ ഇത് ഫുള്ളി ബുക്ക്ഡായി. ഇവിടെ ഭയങ്കര ടിക്കറ്റിന് ഭയങ്കര ഇതായിരുന്നു, പിടിയായിരുന്നു. ഞാനിപ്പം ഈ പണ്ടാരം ഇത് മുന്നിലിരുന്ന് കണ്ടു. അതായത് ഫസ്റ്റ് റോയിൽ ഞാനാണ് ആദ്യം പ്രേതത്തിനെ കണ്ടത്. പ്രേതം ഫസ്റ്റ് എന്നെയാണ് പിടിച്ചത്. അപ്പോൾ അതൊരു ഭയങ്കര വൃത്തികെട്ട എക്സ്പീരിയൻസ് ആയിരുന്നു. കഴുത്ത് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടാണ് കണ്ടത്. ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. ഒരു സുഖമുള്ള ഒരു ഏർപ്പാടല്ല. ഗുഡ് തിങ് വാസ് റിക്ലൈനർ സീറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കിടന്ന് കാണാൻ പറ്റി. പക്ഷെ എങ്കിലും ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ആണ് ഈ മുന്നിരുന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ, വേറൊരു കാര്യം, ഇത് ഞാൻ മിക്ക പോഡ്കാസ്റ്റിലും പറയുന്നതാണ്. ഈ ദൈവത്തെ ഓർത്ത് പ്രത്യേകിച്ച് പ്രേതപ്പടങ്ങൾ കാണുമ്പം ഒന്ന് മിണ്ടാതിരുന്ന് പടം കാണുക എന്നുള്ളത് ഒരു ബേസിക് കാര്യമാണ്. നമ്മള് തുല്യ ദുഃഖിതരാണ്. എനിക്കും അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് കൂടുതൽ. കാരണം നമുക്ക് വേറെ ഏത് പടമാണെങ്കിലും
അത് നമുക്ക് ക്ഷമിക്കാം. വേറെ എന്ത് ടൈപ്പ് പടമാണെങ്കിലും നമുക്കത് ക്ഷമിക്കാം. കാരണം പടം കാണുന്നതൊക്കെ നമ്മൾ കഥ മാത്രമേ ഫോക്കസ് ചെയ്ത് ഇപ്പം ഒബ്വിയസ്ലി ടെക്നിക്കൽ സൈഡ് നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ ദം. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടുതൽ ഈ സൗണ്ട് ഡിസൈനിങ് അങ്ങനത്തെ സാധനമൊക്കെ വെരി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ ഈ ഇരുന്ന് അലയ്ക്കുന്നത് ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. അവർക്കതിന് ശ്രദ്ധിക്കാൻ പറ്റാത്ത ഇഷ്യൂസൊക്കെ ഉണ്ട്. എനിക്കതൊന്നും പ്രശ്നമല്ല. ഐ എം വെരി ഫോക്കസ്ഡ് ഓൺ ദ സ്റ്റോറി ആൻഡ് ദ ആക്ടിങ്. ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. ഇപ്പം എന്താ ഈ ആ പടങ്ങൾ നോർമലായിട്ടുള്ള പടങ്ങൾക്ക് എനിക്ക് അത്ര ഇഷ്യൂ ഇല്ല. പക്ഷെ ഒരു പ്രേതപ്പടം കാണാൻ വരുമ്പം മിണ്ടാതിരുന്ന് പടം കാണുക എന്നുള്ളത് ഒരു ബേസിക് കാര്യമാണല്ലോ. കാരണം നമുക്ക് ആ ഒരു ഫീലിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് ആ ഒരു സൈലൻസും എന്താ പറയുന്ന ആ ഒരു എന്തെങ്കിലും ഒരു ചെറിയ നോയ്സ് വന്നാൽ തന്നെ നമുക്കത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ് ഈ പ്രേതപ്പടത്തിന്. സംസാരിക്കുന്ന മാത്രമല്ല ദേ മേക്ക് ക്രാക്കിംഗ് ജോക്സ് തിയേറ്ററിനകത്തിരുന്ന്. ഒരു പ്രേതപ്പടം കാണുമ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് എന്ത് ടൈപ്പ് മാനസികാവസ്ഥയാണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ദി തിങ്ക് ദാറ്റ് ഇറ്റ്സ് കൈൻഡ് ഓഫ് എന്താ പറയുന്നത് ഭയങ്കര കൂളാണ് അല്ലെങ്കിൽ ഭയങ്കര മാസാണെന്ന് ചിന്തിക്കുന്ന ദിഗ ആൾക്കാരുണ്ടാകും. ബട്ട് ഇറ്റ്സ് വെരി ദിഗംബരൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ അറിയത്തില്ല. നമ്മള് കോൺജറിങ് കാണാൻ പോയ ടൈമായിരുന്നു ആ മിനി മിലീഷ്യ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു നമ്മളെ ഫ്രണ്ടിലത്തെ സീറ്റിലുള്ള ടീംസ് ഒക്കെ. ഞാൻ അന്ന് ഉണ്ടായിരുന്നില്ല. നീ ഉണ്ടായിരുന്നില്ലേ കോൺജറിങ് കാണാൻ പോകുന്ന ഇല്ല, സമയത്ത്? അന്ന് വെളുപ്പിനത്തെ ഷോ ഏതാണ്ടല്ലേ നിങ്ങൾ കാണാൻ പോയെ? അപ്പൊ അല്ല അല്ല അന്ന് അല്ല അല്ല വിളിച്ചായിരുന്നു. പക്ഷെ അന്ന് അല്ല വെളുപ്പത്തെ ഷോ അല്ല, നമ്മള് 6 മണി വൈകുന്നേരത്തെ. കഴിഞ്ഞാൽ പുറത്തിറങ്ങരുത്. ആണോ? അല്ല, വൈകുന്നേരത്തെ വെളുപ്പിന് ഷോയ്ക്കാണ് എന്തോ പോയത്. വൈകിട്ടത്തെ ഷോ എന്തോ വൈകിട്ടത്തെ ഷോ എന്തോ പോയത് പോലെ. വൈകിട്ടത്തെ ഷോ ആയിരുന്നു അപ്പൊ അന്ന്. ആ സമയം ആയതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. അതെ, അന്ന് ബട്ട് നീ ഹെൽമെറ്റ് വെച്ച കഥ അവിടെ വളരെ ഫേമസ് ഫേമസ് ആയിരുന്നു. ആയിരുന്നത് കൊണ്ട് ഐ അതെ, നോ അബൌട്ട് ഇറ്റ്. യാ. ശരി. അപ്പോ അല്ല, യാ. ഇപ്പൊ കുമാരി പറഞ്ഞൊരു സംഭവം ശരിക്കും എല്ലാരോടും, ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളതാണ്. നമ്മള് ഹൊറർ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ പേടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം ആണെങ്കിൽ ഇറ്റ് ഇസ് റിയലി ബാഡ്. കാരണം ആ സിനിമയുടെ മൂഡ് തന്നെ സ്പോയിൽ ചെയ്യുന്നത്. അതല്ലേ ഈ ആകാശദീപങ്ങൾ സാക്ഷിക്ക് മൂൺ ആണെന്ന് വാക്ക് എനിക്ക് ചെയ്യുന്ന തോന്നുന്നത്. ആകാശദീപങ്ങൾ സാക്ഷിക്ക് മൂൺ വാക്ക് ചെയ്യാന്ന് പറയുമ്പോ തന്നെ ആ മാനസികാവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. അപ്പോ ഇല്ല, പക്ഷേ അതില് ഇത് ഒരു റിലീസ് പടത്തിനൊക്കെ പോയിട്ട് അങ്ങനെ ഇപ്പം മറ്റേ ഗില്ലിയൊക്കെ റിലീസ് ആകുമ്പോൾ പാട്ട് വരുമ്പോൾ എല്ലാവരും പോയി ഫ്രണ്ട് ഡാൻസ് കളി, അതൊരു അല്ല വേറെ അതൊക്കെ ഓളം ഓക്കെയാണ്. വെക്കുന്ന ഒരു ഇല്ല വേറെ അത് ഒരു ഇഷ്യൂ വൈബ്. അല്ല. പക്ഷെ എനിക്കും എന്തായാലും കുമാരി ഇത് പറഞ്ഞുകൊണ്ട് ഞാനും ആ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ എക്സ്പീരിയൻസും പറയാം. ഇത് ഞങ്ങൾ ഒന്നാമത് ഇന്ത്യൻ പടങ്ങൾ ഇവിടെ ഞാനും പുറത്താണുള്ളത്. നമ്മുടെ മലയാളികളുടെ സ്വന്തം പുതിയ പറുദീസയായിട്ടുള്ള കന്നഡയിലാണ് ഞാനുള്ളത്. അപ്പം അവിടെ ഒന്നാമത്തെ കാര്യം ഇന്ത്യൻ പടങ്ങൾ ഇവിടെ ഇപ്പം നല്ല തിയേറ്ററുകൾ ഇപ്പം സിനിപ്ലക്സോ അല്ല അങ്ങനത്തെ വലിയ വലിയ തിയേറ്ററുകളിലൊക്കെ കളിക്കാറില്ല. കാര്യം നമ്മുടെ ആൾക്കാരുടെ തിയേറ്റർ സെലിബ്രേഷൻസ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ പടം കാണാൻ പോകുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് പടം കാണേണ്ടതിന് പകരം ആഘോഷിക്കുന്ന ചില ആളുകളുണ്ട്. ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ വാരി എറിയുക, അതൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ. ഒന്നാമത്തെ കാര്യം അവിടുത്തെ സ്റ്റാഫിനൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഇങ്ങനെ ഈ അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ സെലിബ്രേഷൻസ്. അതിന് പുറമെ പടക്കം പൊട്ടിക്കുക തിയേറ്ററിൻ്റെ അകത്ത്, പിന്നെ സ്ക്രീൻ കുത്തി കീറുക പോലുള്ള സെൻസ്ലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉള്ളപ്പോൾ അവർ അത് പുറമേ നിന്നുള്ള വേറെ തിയേറ്റർ ചെയിനുകളും കൂടെ ചെയ്തൊപ്പിച്ച പരിപാടികളും കൂടെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ്. കാര്യം അവർക്ക് മാത്രമായിട്ടൊരു മൊണോപ്പൊളി കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ അങ്ങനത്തെ ഒരു മാഫിയയുടെ കാര്യമൊക്കെ ഞാൻ നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ചെയ്ത സമയത്ത് എപ്പിസോഡ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഇവിടെ ഈ സിനിപ്ലക്സ് പോലുള്ള വലിയ വലിയ നല്ല നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററുകളിലൊന്നും നമുക്ക് ഇന്ത്യൻ പടം കാണാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പിന്നെ കൽക്കിയൊക്കെ പോലെ അത്രയും വലിയ വൈഡ് റിലീസൊക്കെ ഉണ്ടായാലേ ഉള്ളൂ അതും ഹിന്ദി ഷോയൊക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യൻ പടങ്ങളൊക്കെ ഒന്നാമത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മൂലയിലൊരു ചെറിയ തിയേറ്ററിലായിരിക്കും കളിക്കുന്നത്. അത് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ ഒരുപാട് കളിച്ചാണ് പയ്യെ പയ്യെ ഇമ്പ്രൂവ് ആയി വരും. നമ്മുടെ കോട്ടയത്തെ മറ്റേ അനുപമ അനശ്വര ഒക്കെ പോലുള്ള ആ ലെവലിൽ, അതിലും കുറച്ചുകൂടെ മികച്ച ലെവലിലുള്ള തിയേറ്ററുകൾ, അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാൻ പാടില്ല. അതുപോലത്തെ അവസ്ഥയിലുള്ള തിയേറ്ററുകളാണ് ഇവിടെ ഉള്ളത്.
അപ്പം അതിൻ്റെ അകത്താണ് നമ്മളിങ്ങനത്തെ നല്ല ക്വാളിറ്റി, നല്ല സൗണ്ടും എല്ലാം വേണ്ട തിയേറ്ററിലിരുന്ന് കാണേണ്ട പടമൊക്കെ അങ്ങനത്തെ തിയേറ്ററിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതും കുഞ്ഞു സ്ക്രീനൊക്കെയാണ്. കുറച്ച് പേർക്ക് ഇരിക്കാവുന്ന മിനി തിയേറ്ററുകൾ പോലത്തെ സെറ്റപ്പാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് തന്നെ ഒരു 5-6 കുഞ്ഞു മിനി തിയേറ്ററുകൾ ഒരുമിച്ച് ഉള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്താണ് നമ്മൾ ഓൾറെഡി പടം കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സീറ്റുകളൊക്കെ ആണെങ്കിൽ നിനക്കൊന്നും ഇല്ലല്ലോ, റിക്ലൈനറെങ്കിലും ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ. എനിക്ക് ആ തേങ്ങ ഉണ്ടായിരുന്നില്ല. അല്ല, അത് ഞങ്ങൾ ഭയങ്കര നല്ല കേട്ടോ. റിക്ലൈനർ ഉള്ളത് കൊണ്ട് എനിക്ക് അത്രയും കുഴപ്പമില്ല, കഴുത്ത് അത്ര നൊന്തില്ല. ആ അതാ മറ്റേ സീറ്റായിരുന്നു ചത്തേനെ ഇത് അവിടെ മുന്നിൽ. ഇത് മറ്റേ സീറ്റാണ്. പക്ഷെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. ആൾക്കാർ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഫ്രണ്ടിലൊക്കെ കുറേ എം ടി ആയിട്ട് കിടക്കാവുന്ന പരുവത്തിലുള്ള രീതിയിലായിരുന്നു. അപ്പം ഞങ്ങൾ സീറ്റ് ആദ്യം കിട്ടിയത് ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു 4ാമത്തെ റോയോ അങ്ങനെ എന്തോ ആയിരുന്നു. അവിടെ നിന്ന് കിട്ടിയ സീറ്റ് എൻ്റെ കൂടെ ചക്രവാണി ഇത് മറ്റേ ജെയിംസ് ബോണ്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കണ്ട, നമുക്ക് പുറകിൽ പോയിട്ട് സീറ്റ് മാറി എടുക്കാമെന്ന് പറഞ്ഞ് അവർ പോയി മാറ്റി പുറകിലായിട്ടൊരു സീറ്റ് എടുത്തു. പിള്ളേർ 2 പേരും ഫ്രണ്ടിലിരുന്ന്, ഞങ്ങൾ 2 പേരും അവരുടെ തൊട്ട് പുറകിൽ വരുന്ന ഒരു സീറ്റിൽ, ബാക്കിൽ വരുന്ന ഒരു നടുക്ക് വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭ്രമയുഗം കണ്ട സമയത്ത് ആകെപ്പാടെ അതിൻ്റെ ടൈറ്റിൽ കാർഡ് വരുന്ന സമയത്ത് ഇതേ തിയേറ്ററിലാണ് ഞാൻ ഭ്രമയുഗം കണ്ടത്. പക്ഷെ അന്ന് ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് വരുന്ന സമയത്ത് മാത്രം ആൾക്കാർ ഈ ഫ്ലാഷ് ഓണാക്കി അത് വീഡിയോ എടുക്കാൻ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ത്രൂ ഔട്ട് പടത്തിൽ ഫുൾ അവർ സൈലൻ്റ് ആയിട്ട് നല്ല ഓഡിയൻസ് ആയിരുന്നു. ഇതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടപ്പുറേ വന്നിട്ടൊരു പെണ്ണും ചെറുക്കനും വന്നിരുന്നു. ഇവറ്റകളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമൻട്രിയാണ്. അവിടെ ഇരുന്ന് കമൻട്രി അടിച്ചുകൊണ്ടിരിക്കുക. പെണ്ണാണെങ്കിൽ കിടന്ന് കാറുകയും കൂവുകയും മറ്റേ മനസ്സിനക്കരയൊക്കെയാത്ത ഷീലയുടെ ഇതുപോലെയായിരുന്നു. അതിൻ്റെ അകത്ത് കാണുമ്പോൾ രസമാണ്. പക്ഷെ അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്ത് പടം കാണാൻ വന്നിരിക്കും, അതും ഇങ്ങനത്തെ പടത്തിൻ്റെ അകത്ത് വന്നിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അതിന് പുറമെ ഇപ്പുറത്തെ സൈഡിലാണ് ഒരുത്തനാണെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവനേതാണ്ട് അവൻ്റെ ഇത് സ്ക്രീനും ഓണാക്കി വെച്ച് ഫോണിൽ ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നവൻ്റെ വാച്ചാണെങ്കിൽ സ്മാർട്ട് വാച്ചാണ്. അതിൻ്റെ അകത്തുനിന്നുള്ള വെളിച്ചം ഒരു സൈഡിൽ. എന്നിട്ട് ജെയിംസ് ബോണ്ടിനാണെങ്കിൽ അങ്ങോട്ട് ഭയങ്കര ഇറിറ്റേറ്റഡായി. കാര്യം അവൻ്റെ അപ്പുറം ഇരുന്നിട്ടാണ് ഈ കൊണ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ചെവിയിലിങ്ങനെ ഇങ്ങനെ ഇത് കമൻ്റ് അടി. എന്നിട്ട് പിന്നെ അവനോട് പറഞ്ഞു, പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴും അവൻ എന്നോട് പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് ഫ്രണ്ടിൽ പോയിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും പടം തുടങ്ങി, ഓൾറെഡി ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ സീറ്റ് തപ്പി പിടിച്ച് അതിൻ്റെ ഇടയിലോട്ട് പോകുന്നത് അവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇൻ്റർവെൽ വരെ ഞങ്ങളവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലാണ് പോയിരുന്നത്. ഫ്രണ്ടിൽ പോയിരുന്നു കഴിഞ്ഞപ്പോൾ സീറ്റ് റിക്ലൈനറും അല്ല ഒന്നുമല്ല, പടം ഇങ്ങനെ മേലോട്ട് നോക്കി ഇരുന്ന് വേണം കാണാനായിട്ട്. പക്ഷേ അന്നേരം ഇവൻ്റെ സൗണ്ട് അപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവൻ അങ്ങ് ബാക്കിലായതുകൊണ്ട് ഇത് ഒരുവിധം കേൾക്കാനില്ല, എന്നുകൊണ്ട് പടം കാണാൻ പറ്റി. എന്തൊരു മോശം ഇതാണെന്ന് നോക്കിക്കോണം നിങ്ങൾ. പടം കാണാൻ പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസും കൂടെ വാല്യൂ ചെയ്യണ്ടേ. എനിക്ക് ഈ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് അവനോട് 2 പറയണമെന്നുണ്ടായിരുന്നു. അവൻ വരുന്നത് കണ്ടപ്പോഴേ ഞാനിങ്ങനെ പറഞ്ഞു, പടം കാണാൻ വരുവാണ്, പടം കാണണം, അല്ലാണ്ട് കൊണടിച്ചോണ്ടിരിക്കുകയില്ല. അവൻ കേൾക്കത്തന്നെ ആയിരുന്നു. എന്തോ തെറിയും പറഞ്ഞു. പക്ഷെ അത് എന്തൊരു അല്ലാതെ എനിക്ക് വൃത്തികെട്ട തോന്നുന്നേ പരിപാടിയാ. അത് ഈ ചക്രവാണി പറഞ്ഞ പോലെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആണ് തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ തിയേറ്ററിൽ ഇരുന്ന് കോമഡി പറഞ്ഞുകൊണ്ടിരുന്നവരുടെ പ്രശ്നം അതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയ്യേ ഇതാണോ പ്രേതം, പ്രേതത്തിനെ കാണിക്കുന്നില്ല, അങ്ങനെ അവർ ആ ഒരു പേടിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നമുക്കവർ ഞെട്ടുന്നതിന് മുന്നേ ഉള്ള ഒരു സൈലൻസ് ഇല്ലേ, ആ സമയത്താണ് നിങ്ങൾ സംസാരിക്കുന്നത്. അത് അല്ലെ ഞെട്ടിക്കാൻ നമ്മളങ്ങോട്ട് സമ്മതിക്കത്തില്ല. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് അവിടെ ഇരുന്ന് ദേ ക്രാക്കിംഗ് ജോക്സ്. ഐ ജസ്റ്റ് ഹേറ്റ് പീപ്പിൾ ലൈക്ക് ദാറ്റ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. നമ്മളൊരു സിനിമ കാണാൻ നിൽക്കുമ്പോഴത്തേന് എന്തൊരു ഇറിറ്റേറ്റിംഗ് ആണെന്ന് ഞാനിങ്ങനെ ഇതിലും ഭേദം ഞാൻ ഇവിടെ വന്നിരുന്ന് എൻ്റെ മുറിയിലെ TV കാണുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും ഭീകരാവസ്ഥയായിരുന്നു. അല്ല ഇതില് പ്രേതം വരുന്ന സമയത്താണ് ഇവൻ പറയുന്നെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് നോക്കി. ഇത് പ്രേതം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ കമൻട്രിയാണ്. DVD കമൻട്രി പോലെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പടം കാണാൻ തുടങ്ങിയ സമയത്ത് ഒരു ഫാമിലി 2-3 ഫാമിലി ഉണ്ടായിരുന്നു. അവരകത്തോട്ട് വരുന്നതുണ്ട്. അതും കുഞ്ഞു പിള്ളേരെയൊക്കെ വെച്ചിട്ട് 2-3 വയസ്സുള്ള പിള്ളേരെയും ഒരു കൈക്കുഴന്തേനെയും കൊണ്ടാണ് വന്നത്. അപ്പോഴേ ഓർത്ത്, ദൈവമേ പിള്ളേരെയൊക്കെ കൊണ്ടാണോ പടം. അത് ഈ ഡയലോഗ് പറഞ്ഞ ആരാന്നറിയോ? തൊട്ടപ്പുറം ഇരുന്നവൻ. ഇവൻ അവിടെ ആ പിള്ളേരെ കൊണ്ട് കയറി വരുമ്പോൾ പിള്ളേരെയൊക്കെ കൊണ്ടാണോ വരുന്നത്, ഷോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കണമല്ലോ എന്ന്. എന്നിട്ട് ആ കൊച്ചു സൈലൻ്റ് ആയിരുന്നു, പിള്ളേർ സൈലൻ്റ് ആയിരുന്നു പടം മുഴുവൻ. അവർ വേളമൊന്നും ഉണ്ടാക്കിയില്ല. ഇടയ്ക്ക് ഏതാണ്ട് തുടങ്ങിയപ്പോൾ ഏതാണ്ടൊന്ന് വേളം വെച്ചു എന്നല്ലാണ്ട് അവർ സൈലൻ്റ് ആയിരുന്നു. ഈ കൊണയടിച്ചവനാണ് ഇരുന്നിട്ട് അടുത്തിരുന്ന് ഫുള്ള് കമൻട്രി പറഞ്ഞുകൊണ്ടിരുന്നത്.
അപ്പൊ ഞാൻ ഓർത്ത് ഈ പിള്ളേരെയൊക്കെ കൊണ്ട് ഹൊറർ പടത്തിനൊക്കെ വരുന്നത് എന്തിനാ? അവരെ ട്രോമറ്റൈസ് ചെയ്യിക്കാൻ വേണ്ടിട്ടാണോ ഇങ്ങനെ ഈ സൗണ്ടും ഇത്ര മലൈക്കോട്ടെ ഇതൊക്കെ ഉള്ളത്? വാലിബന്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരു ബേബി ഉണ്ടായിരുന്നു. അതും വെറും പൊടിക്കുഞ്ഞായിരുന്നു. അത് ഭയങ്കര ഒച്ചയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. ഈ ഭയങ്കര പിള്ളേരെയൊക്കെ ഇങ്ങനെ ഡിസ്റ്റർബിങ്. തിയേറ്ററിനകത്തോട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത് ശരിയായ നടപടിയാണോ? ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ അവർക്ക് ഞങ്ങളുടെ അമ്മ ഒരാളെന്നാ ഞങ്ങളെ പിന്നെ കൊണ്ട് വീട്ടിൽ ഇരിക്കണം അല്ലേ? ഞങ്ങളുടെ അമ്മ ഞങ്ങളെ കൊണ്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണിക്കാൻ പോയതിനെ ഓർക്കുന്നു. എനിക്ക് ആ സൈക്കോളജി മനസ്സിലാകുന്നില്ല. ഇത്രയും സൗണ്ടും ബഹളവും അതും പ്രേതപ്പടത്തിനൊക്കെ പിള്ളേരെ വലിയവരെ വരെ ജംസ്കെയർ ചെയ്യിക്കുന്ന മൊമെന്റുകളാണല്ലോ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടാകുന്നത്. അത് അതെ അതെ. പിള്ളേരെയൊക്കെ കൊണ്ട് കാണിക്കാൻ പറ്റിയ മൊമെന്റ് ആയിരുന്നു തുടക്കത്തിൽ തന്നെ. ഓ, അത് പറഞ്ഞപ്പോഴാണ് പടത്തിന്റെ സീക്വൻസ്. ഈ പടം ശരിക്കും എ സർട്ടിഫിക്കറ്റ് ഉള്ള പടമല്ലേ? 18+ന്റെ പടമല്ലേ ഇത്? അതിന് എ എന്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം ഞാൻ കയറുന്നതിന് മുന്നേ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതിന് എ സർട്ടിഫിക്കറ്റ് ഉണ്ട്, 18+ ആണെന്ന് എന്നോട് പറഞ്ഞു. അത് കാരണം ഞാൻ എൻ്റെ കാർഡും കൊണ്ടാണ് പോയത്, എൻ്റെ മറ്റേ ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടാണ് പോയത്. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, എവിടെ ചെന്നാലും നിങ്ങൾ എന്നോട് കാർഡ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചപ്പോൾ ഇവിടെ 15 കാണിച്ചത്. അപ്പം ഞങ്ങളോർത്ത് ഇനിയിപ്പം ഇവിടെ കാണിക്കാൻ വേണ്ടി ഇവന്മാർ സീൻസ് കട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതി ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഒരു അങ്ങനെ കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, എല്ലാ സീൻസും ഉണ്ടായിരുന്നു. ഇപ്പം ആദ്യമുള്ള ആ മേക്കൗട്ട് സീനാണെങ്കിലും എന്താണ് ഈ പുള്ളിയുടെ കാല് ഒടിയുന്ന സാധനം ചില തിയേറ്റേഴ്സിൽ ചിലർക്ക് ഇല്ലായിരുന്നു, അത് ഫുൾ എഫക്റ്റിൽ ഇല്ലായിരുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പം അതുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓ, എ പ്രത്യേകിച്ച് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിന്. അത് ഞാൻ കേട്ടു. എന്നിട്ട് അത് ഈ തിയേറ്ററുകാർ ഈ പിള്ളേരെയൊക്കെ എങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് അലോ ചെയ്ത്? എനിക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം അത്, അതായത് ഞാൻ UK-ലാണ് ഇരിക്കുന്നത്. അപ്പോൾ UK-ൽ ഇതിന് 15 ആണ്. അത് UK സെൻസിബിലിറ്റിയിൽ അത് 15 സർട്ടിഫിക്കറ്റ് കൊടുത്തതാണ്, അത് ഇനി കട്ട് ചെയ്തത് കൊണ്ട് 15 കൊടുത്തതാണ്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. അത് എനിക്ക് ഭയങ്കര കന്നഡയിൽ കൺഫ്യൂസിങ് നോക്കിട്ട് ആണ്. അത് പിന്നെ കാരണം അതെങ്ങനെ ഇനിയിപ്പോൾ അപ്പൊ ഈ എനിക്ക് വരുന്ന പിള്ളേരെങ്ങനെ അവർ സീൻസ് അലോ ചെയ്ത്? കുഞ്ഞു പിള്ളേരെയൊക്കെ അത് 14A ശരിയാണ്. ആണ് ഇവിടെ. അതാ കണ്ടോ, അത് എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ എങ്ങനെയാ അവര് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? ഇവിടുത്തെ സർട്ടിഫിക്കറ്റ്സ് ആണോ കൊടുക്കുന്നത്? അപ്പം ഇവിടുത്തെ തിയേറ്റർ ഇവിടുത്തെ ഉം, മൂവി എന്താണ് ഇത് സെൻസിബിലിറ്റി വെച്ചിട്ടാണോ കൊടുക്കുന്നത്? ഇത് സെൻസർഷിപ്പിന്റെ ഇത് വെച്ചിട്ടാണോ അല്ല കൊടുക്കുന്നത്? ഇവിടത്തെ ആണേലും നാട്ടിലെ ആണേലും ഈ പിള്ളേർ അതിന്റെ അണ്ടർ ഏജാ. കാര്യം 14A ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇത് കുഞ്ഞു ആ പിള്ളേര് അവര് അതിന് ഇവന്മാർക്ക് പിന്നെ അങ്ങനെ ഒന്നും ഇല്ല. കാശ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ പിള്ളേരാണേലും എന്താണേലും കയറ്റി വിടാന്നുണ്ട്. ഓ, പക്ഷെ എനിക്ക് അത് അറിഞ്ഞൂടാ. അത് അല്ലേലും ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അത് ഇനിയിപ്പോ അവര് കട്ട് ചെയ്തിട്ടുണ്ടോ വല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇല്ല. അതായത് 18 ഞാ 15 ആക്കാൻ വേണ്ടി വല്ലതും കട്ട് ചെയ്തിട്ടുണ്ടോന്ന്. ഞാൻ കണ്ടതിൻ്റെ അകത്ത് ഒന്നും കട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പയ്യൻ്റെ അവൻ്റെ വീഴ്ചയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അതുപോലെയൊക്കെ തന്നെയായിരുന്നു. നല്ല ഗോറിയായിട്ടുള്ള രീതിയിലായിരുന്നു. പിന്നെ ഫുൾ മറ്റേ ഉണ്ടായിരുന്നു. പ്രണവിൻ്റെ ഈ സീനും മേക്ക് എല്ലാം ഔട്ട് ഉണ്ടായിരുന്നു. സീന് അതുണ്ടായിരുന്നു, അത് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇവിടെ അത് മേക്ക് ഔട്ട് ആ ഒരു സാധനം ഇവിടെ അത് നോർമൽ ആണല്ലോ ഭയങ്കര. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് എനിക്ക് അറിഞ്ഞൂടാ 18 കൊടുത്ത എന്തിനായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അത് ആ കിസ്സിങ് സീൻ കാരണമാണോ 18 കൊടുത്തത്, അതോ പ്രേതങ്ങൾ മരണത്തിന്റെ ഇത് കാണിക്കുന്നോണ്ടാണോ? രണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അതിവിടെ 15 കൊടുക്കാനുള്ളതേ ഉള്ള. ഇനി എന്താ ആ, അതിന്റെ ഇവിടെ ഗുട്ടൻസ് എനിക്ക് അറിയില്ല. അല്ല ഇവിടെ 15 കൊടുക്കാനുള്ളതേ കാണത്തുള്ളൂ. കാര്യം നമ്മുടെ ഇതുപോലെ ഇതിലും കുറച്ചുകൂടെ R-rated ഒക്കെ ആണെങ്കിൽ കൂടുതൽ കുറച്ചുകൂടെ ഒരു ആ ഹയർ ന്യൂഡിറ്റി ലെവലിലേ ഒക്കെ വരത്തുള്ളൂ. ഉണ്ടെങ്കില് ഉണ്ടെങ്കിലേ ശരിയാ. ഉള്ള ആ ഒരു ഇത് ഇവർക്ക് അത് വലിയ ഇത് പുത്തിരിയുള്ള അതെ അല്ല അല്ല കാര്യമൊന്നുമല്ല. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന ഓരോ കൺട്രിയിലും, അതായത് ഞാൻ വിചാരിച്ചു ഒരു സിനിമയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും എടുക്കുന്നത്, ഒരു സെൻസർ സർട്ടിഫിക്കറ്റ് ആയിരിക്കും എടുക്കുന്നതെന്നാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത്. പക്ഷെ ഇതിപ്പോ പല കൺട്രിയിലും പല സെൻസർ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. അവിടത്തെ ഇതനുസരിച്ചുള്ളത് എടുക്കണം, ആ എന്നാലേ അവർക്ക് ഷോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. കാരണം ഈ 15 കണ്ടപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഭയന്നായിരുന്നു. കാരണം ഇവിടെ RDX കാണാൻ പോയവർക്ക് നല്ല പണി കിട്ടിയായിരുന്നു. എന്താ 2-2.5 മണിക്കൂർ ഉള്ള പാടം 1/4 മണിക്കൂറിൽ തീർത്തതാണ് അവന്മാർ. ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞെന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതായത് ഇപ്പൊ പിള്ളേരടക്കം കയറ്റി ഞാനത് അറിഞ്ഞു പോലുമില്ല ഇത് ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻ ഉള്ളതാണെന്ന്. അവരും നോക്കിയിട്ടുണ്ടാവില്ല. പ്രേതപ്പണം കാണാൻ പോകാന്ന്. അല്ലെങ്കിൽ പിള്ളേരെ കൊണ്ട് എന്തിനാ ഇതിൻ്റെ അകത്തോട്ട് വരുന്നേ? എന്നിട്ട് എനിക്കറിയില്ല. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷേ ഇപ്പം ഈ പടത്തിൻ്റെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഈ ഒരു പ്രശ്നമായിരുന്നു. ഇവനിങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നു, അപ്പറേ അടുത്തനാണ് ഫോൺ നോക്കിയിരിക്കുന്നു, അതിൻ്റെ വെളിച്ചവും അതും ഇതൊക്കെ ആയിട്ട് അവനിപ്പം
എനിക്ക് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ജെയിംസ് ബോണ്ടിന് അവന് ഡയലോഗ് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പടത്തിലെ. കാര്യം ഓ ഇവന് തൊട്ടപ്പടം ഇരുന്ന് അവന്റെ ചെവി നിന്നോണ്ടിരിക്കുകയാണല്ലോ. അവിടെ ഇരുന്ന് കഷ്ടം കേട്ടോ. കൊണയടിയ. ഉം. അപ്പൊ അങ്ങനെ പടം മൊത്തത്തില് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ഈ ക്ലൈമാക്സിൽ വന്നപ്പോൾ പ്രേതത്തിന്റെ പരിപാടി ഈ ഒരു കാര്യം പറഞ്ഞില്ലേ, പെട്ടെന്ന് തീർന്നു. ആ എനിക്കത് തോന്നിയായിരുന്നു. അതായത് ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ടിരുന്ന് പടം കണ്ടു. സെക്കൻഡ് ഹാഫ് അങ്ങ് പെട്ടെന്ന് അങ്ങ് ഓടിച്ചിട്ട് തീർത്തതും അല്ല. അതൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡിലോട്ടായി പോയോ എന്നാണ് എനിക്ക് അബ്രപ്റ്റ് ഫീൽ ആയിപ്പോയി ചെയ്തത്. ഭയങ്കരമായിട്ട്. ആ പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഇവൻ പറഞ്ഞ പോലെ, ചക്രവാണി പറഞ്ഞ പോലെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തു ഭയങ്കരമായിട്ട്. അതെന്താ പറയുക, ഒന്നാമത് ഇതിന് കുറച്ച് ഹൈപ്പ് വന്നതുകൊണ്ട്. ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടു, ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കണ്ടു. ഏതോ ന്യൂസ് ചാനലിൻ്റെ ആയിരുന്നു, 24-ൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. മോഹൻലാലിന് ശേഷം ഹാട്രിക് സിനിമകളിൽ 50 50 crore. ക്രോർ അടിക്കുന്നത് പ്രണവ് മോഹൻലാൽ എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഈ പടത്തിന് 50 ക്രോർ അടിക്കാനുള്ള ടൈമായോ? അത് 3 ദിവസം ഇറങ്ങി, 3-ാമത്തെ ദിവസമാണ് ഈ 50 ക്രോറിന്റെ കാര്യം പറയുന്നത്. അപ്പൊ Actually, അതെനിക്ക് കുറച്ച് ഒന്നാമത് അത് that 18 depends on the പ്ലസ് ആണ്. number of depends on the number of theater that they released. അങ്ങനെ ഒരു എടാ സംഭവം. എന്നാലും ഇത് 18 പ്ലസ് പടമാണ്. 18 പ്ലസ് പടത്തിന് ആൾക്കാർ ഒബ്വിയസ്ലി കുറയും. കാരണം ഫാമിലി ഓഡിയൻസ് കയറത്തില്ല, പിള്ളേർ കാണില്ല. ഏറെക്കുറെയുള്ള കൂലി 200 crores അടിച്ചില്ലേ. എടാ അതെന്ന് പിന്നെ പറയുമ്പോൾ അത്രയും വലിയൊരു താരനിരയുണ്ട് അതിനകത്തിൽ. അതുമല്ല നമ്മളൊക്കെ വലിയൊരു ഓഡിയൻസ് ഉണ്ട് ഇതിനകത്തിൽ. ഇതിപ്പം മലയാളികൾ മാത്രം പോയി കാണുന്ന ഒരു വെറും ലോക്കൽ പടം. നമ്മുടെ അങ്ങനെ പറയാൻ ഞാൻ പറ്റില്ല. ഡൗൺഗ്രേഡ് ചെയ്യുവല്ല. നമ്മുടെ ഡയസ്പോറ കുറച്ചുകൂടെ ലാർജറായി. പിന്നെ മലയാളം ഓഡിയൻസ്, അതായത് മലയാള സിനിമ കൺസ്യൂം ചെയ്യുന്ന ഓഡിയൻസിന്റെ നമ്പറും ആക്ച്വലി കൂടി. അണ്ടർസ്റ്റുഡ്. പക്ഷെ ഇതേ സമയം ഇതിന് 3 ദിവസം കൊണ്ട് 50 കോടി അടിച്ചെന്ന് പറഞ്ഞു. ബട്ട് അതെല്ലാരും പോസിറ്റീവ്സ് മാത്രം പറഞ്ഞൊരു പടം. ലോകക്ക് ഇത്രയും പെട്ടെന്ന് 50 ക്രോർ ആയില്ലായിരുന്നു. എനിക്ക് അതാണ്, ഞാൻ അതുകൊണ്ടാണ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയത്. ഇതെന്താ സ്ക്രീൻസിന്റെ ഇതൂടെ ഉണ്ടായിരിക്കും. അല്ല, ലോക്കയുടെ ഞാൻ കേട്ടത് സ്ക്രീൻസ് ആക്ച്വലി കൂട്ടുമായിരുന്നു. ലോക്കയ്ക്ക് അത്രയ്ക്ക് സ്ക്രീൻസ് കിട്ടിയില്ലെന്നാണ് ഞാൻ കേട്ടത്. ലോക്കയുടെ സ്ക്രീൻസ് കൂട്ടിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്ന് ആ സമയത്ത് കേട്ടതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്ക്രീൻസ് കൂട്ടി. അത്രയ്ക്ക് വേണ്ടി അത്രയും പയ്യെ കൂടി. പയ്യെ കൂടി. അപ്പം എനിക്ക് തോന്നുന്നു അത് അങ്ങനെയാണ് ആ കളക്ഷനിലേക്ക് അത് എത്തിയത്. പക്ഷെ ഇറ്റ് ടുക്ക് സം ടൈം. ലോക്കയ്ക്കകത്തും എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഡേ ഒന്നും ഇത്രയും വലിയ ആളുണ്ടായിരുന്നു. ഈ പടം ആണെങ്കിൽ പോലും ഐ സ്റ്റിൽ ഡോണ്ട് നോ വാട്ട്സ് ദ ഹൈപ്പ്. ലൈക്ക് ഐ ഹാവ് നോ ഐഡിയ. ഞാൻ ചോദിച്ചേ. എനിക്കും അതൊരു ഇന്നവേ ഞാനും ഇത് 50 ക്രോർ അടിച്ചെന്ന് എന്റെ കൊളീഗ്സ് ആരോ പറഞ്ഞപ്പോഴത്തേക്കും ഞാനും കുറച്ച് സർപ്രൈസ്ഡ് ആയിരുന്നു. ഇറങ്ങി ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ. 3 ദിവസം എടാ ഇറങ്ങി 3-ാമത്തെ ദിവസമാണ് ഈ 50 ക്രോറിന്റെ ന്യൂസ് വരുന്നത്. And then I'm like, that doesn't sound right എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്റെ മനസ്സിൽ. അതെന്താ അങ്ങനെ? അല്ല അത് അണ്ടർസ്റ്റുഡ് ആണ്. എന്നിട്ട് ഞാൻ പോയി നോക്കി, ഇത് ആശീർവാദിന്റെ പ്രൊഡക്ഷനിലാണോ ഉള്ളത്, എന്താണ്? അല്ല, വൈനോട്ടാണ്. വൈനോട്ടും നൈറ്റ് ഷിഫ്റ്റ്. ചിലപ്പം ഇതിനൊരു പ്രമേഹത്തിന്റെ ഇത് എന്നുള്ള ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പ് എന്തായാലും ഇതിനുണ്ടായിരുന്നു. ടോപ്പിക് ഈ കളക്ഷൻ എന്ന് പറയുന്നത് തന്നെ. കാരണം ഇപ്പോഴത്തെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ പോലെ 300 ദിവസം ഓടി എന്ന് പറഞ്ഞ 300-ാം ദിനം എന്ന് പറഞ്ഞ അങ്ങനെ സെറ്റപ്പ് പോലും ഇല്ല. കളക്ഷൻസ് ആർ ബിക്കമിങ് കുറച്ചുകൂടെ. പക്ഷെ 50 ക്രോർ 3 ഡേയ്സിൽ അടിച്ചെങ്കിൽ ഇത് ഭയങ്കര ഒരു ബെഞ്ച് മാർക്ക് സിനിമയായിട്ട് പ്രൊമോട്ട് ചെയ്യണമായിരുന്നു. അതായത് പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ മലയാളത്തിൽ ഫസ്റ്റ് ഇത്രയും ദിവസം കൊണ്ട് 50 കോടി അടിച്ചു എന്ന് എവിടെയും പറയുന്നുമില്ല. എനിക്ക് കുറെ കാര്യങ്ങൾ ഇച്ചിരി ഫാർഫെക്സ്ഡ് ആണോ, കുറച്ച് ഒരു ഐ ഡോണ്ട് നോ. 50 കോടി ഉണ്ടാവും കളക്ഷൻ, ബട്ട് അത് 3 ദിവസത്തിൽ കിട്ടിക്കാണോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. ബഡ്ജറ്റ് അത്ര ഉണ്ടെന്ന് എന്റെ തോന്നുന്നില്ല കേട്ടോ. ഞാനത് ഇതിന്റെ ക്രെഡിറ്റ്സ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചേ, എന്താ ഈ പുള്ളിയുടെ ഏത് പടം എടുത്ത് നോക്കിയാലും ആ കാസ്റ്റ് ഭയങ്കര കുറവായിരിക്കും. ഒരു 15 പേര് 10 പേര്, അത് ഭയങ്കര ആക്ച്വലി നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 പേര്
ടോട്ടൽ വരുവാണ്. മണികണ്ഠനും മറ്റേ ആ യക്ഷിയും മണികണ്ഠന് ഉൾപ്പെടെ നമ്മുടെ യക്ഷിയും. ഒക്കെ ഉണ്ട്. ശരിയാ. പിന്നെ അവസാനത്തെ അത് കുറച്ച് പോർച്ചുഗീസുകാർ ഒഴിച്ചാല് വേറെ ഒന്നുമില്ല. പോർച്ചുഗീസുകാര്. റെഡ് റെയിൻ ആണെങ്കിലും റെഡ് റെയിൻ്റെ ആൾക്കാരുണ്ട്. ബിക്കോസ് റെഡ് റെയിനിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ കുറെ ഉണ്ട്. ബട്ട് എങ്കിലും ആൾക്കാർ കുറവാണ്, കമ്പാരിറ്റീവ്ലി അല്ല കുറവാണ്. ഇതിനകത്ത് അത് എക്സ്ട്രാസിനൊന്നും വലിയ പൈസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. പ്രണബ് തോന്നുന്നില്ല. മോഹൻലാൽ മൈറ്റ് ബി ദ മോസ്റ്റ് എക്സ്പെൻസീവ് അസെറ്റ്. എക്സ്പെൻസീവ്. അതെ 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 പിന്നെ പിന്നെ ആയിരിക്കും. ചിലപ്പോ ഷൈനിന് പ്രണവ് മോഹൻലാലിനെക്കാളും മാർക്കറ്റ് വാല്യൂ ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഷൈൻ തോന്നിയെന്നറിയോ, അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഷൈന്റെ കേസ് എനിക്കൊന്ന് ഷൈൻ ഇറങ്ങി ഓടുമെന്ന് പേടിച്ചിട്ടാണ് പുള്ളിയെ കൊണ്ട് അഭിനയിപ്പിക്കാൻ. പുള്ളിയുടെ ഫോട്ടോയും പിന്നെ വേറെ റാൻഡം ആയിട്ട് ഒരാള് അയ്യോ പോലെ എന്നൊക്കെ പറഞ്ഞ അവിടെ കിടത്തിയിരുന്നു. അത് പക്ഷെ ആ പുള്ളിക്കാരി ആ ചേച്ചി കോടാലിയായിട്ട് വെട്ടാൻ വന്ന സീൻ സത്യം പറഞ്ഞാല് നമ്മുടെ ഇൻഹരിയറിന്റെ അകത്ത് മറ്റേ ഫിലോമിന സിദ്ദിഖിനെ വെട്ടാൻ വേണ്ടി വരത്തില്ലേ, ആ DS ഇറെ ഇന്ന നട്ട്ഷെൽ എന്ന് പറഞ്ഞൊരു മീം ഞാൻ കണ്ടായിരുന്നു. അതായത് സിദ്ദിഖിനെ വെട്ടാൻ വരുന്നത് ഇവൻ ചാടി മാറുന്നതും. പക്ഷെ ഭയങ്കരമായിട്ടോ എനിക്ക് ആ സീനൊക്കെ ഇച്ചിരി പേടി വന്നു. കാരണം നല്ല അടുത്ത് നിയർ മിസ് ഒക്കെ ആയിരുന്നു കുറെ എണ്ണം. പിന്നെ പിന്നെ ഐ ഹാവ് ടു മെൻഷൻ ഹൂഎവർ പ്ലേഡ് ദി അതർ മറ്റേ പോറ്റി ക്യാരക്ടർ പ്ലേ ചെയ്ത അയാള് നല്ല അഭിനയായിരുന്നു. അയാളുടെ ജിബു ജോർജോ അങ്ങനെ എന്തോ പുള്ളിയുടെ പേര്. പുള്ളി പോലീസായിരുന്നു, അങ്ങനെ എന്തോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു അവയർനെസ് വീഡിയോക്കകത്തൊക്കെ വരുന്ന ഒരാളാണെന്ന് ഇങ്ങനെ എന്റെ ഒരു കൊളീഗ് ഇങ്ങനെ പറഞ്ഞു. ബട്ട് ഐ എം നോട്ട് ഷുവർ. സോ എനിക്കതൊരു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആരും വേറെ എടുക്കണം. പടങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, വേറെ കണ്ടിട്ടുള്ള പോലെ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടുണ്ട് വേറെ പടത്തിൽ പുള്ളി ഉണ്ട്, വേറെ എവിടൊക്കെയോ. പക്ഷെ പടത്തിലൊക്കെ ഉണ്ട്. പക്ഷെ കൊള്ളാം, പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും. നല്ല അഭിനയം. എനിക്ക് ഈ രാഹുൽ സദാശിവന്റെ ഒരു 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 കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഭൂതകാലത്തിൻ്റെ അകത്താണെങ്കിലും ഇതിൻ്റെ അകത്താണെങ്കിലും ഈ മെൻ്റൽ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ ഭയങ്കര ഇമ്പാക്ട്ഫുൾ. മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കാണിക്കുന്നു. ഇപ്പം ആ പയ്യൻ്റെയൊക്കെ മറ്റേ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവൻ ആ ബ്രേക്ക് ഡൗൺ ആവുന്നതൊക്കെ ഭയങ്കര ഒരു റിയലിസ്റ്റിക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. പിന്നെ പറയാൻ വേണ്ട, പ്രേതപ്പടാന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഡിപ്രഷൻ പടമായിട്ടാണ്. ഈ ബ്രഹ്മയുഗ ആണെങ്കിൽ പോലും അതിന്റെ അകത്ത് ചാത്തന് മറ്റേ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് പോലത്തെ സാധനമൊക്കെ ഉള്ള ഒരു സാധനമല്ല, നാർസിസിസം ഒക്കെ ഉണ്ട്. അതാണ് ദാറ്റ്സ് വാട്ട് മെയ്ഡ് ഇറ്റ് മോർ ഇൻട്രസ്റ്റിംഗ് ഇൻ മൈ ഒപ്പീനിയൻ. അത് ലിങ്ക് ചെയ്യുന്നത് നല്ലതാ. അല്ലാതെ മെന്റൽ ഹെൽത്ത് കാണിക്കണം എന്ന് പറഞ്ഞിപ്പം നമ്മുടെ ഒരു ഫേമസ് മാർവൽ പടം ഈ ഇടയ്ക്ക് ഇറങ്ങിയതിന്റെ അകത്ത് കാണിച്ച പോലെ ഒന്നും തണ്ടർ ബോൾസിനകത്ത് കാണിക്കാത്ത പോലെ നൈസ്. അതായത് ഹി ഇന്റഗ്രേറ്റഡ് ദ ഹോൾ തിങ് ഇൻ ടു ദ സ്റ്റോറി. ഇപ്പം അവൻ മറ്റേ ഫോൺ കണ്ടോണ്ട് ഭക്ഷണം കഴിക്കുന്നതും ഭയങ്കര കെയർലെസ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് മറ്റേ പയ്യൻ. കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഉണ്ട്. ദാറ്റ് ഹീസ് നോട്ട് ഓൾ റൈറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഒരു സിഗരറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നതും പിന്നെ അവിടെ ഡെസ്പറേറ്റ് ആയിട്ട് ഫുട്ബോൾ തട്ടിക്കൊണ്ടിരിക്കുന്നതും. സംഹൗ ദേ ഹാവ് കണക്റ്റഡ്. നിങ്ങൾ പറഞ്ഞ ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. ഈ മെന്റൽ ഹെൽത്തിനെ രാഹുൽ സദാശിവൻ ഇങ്ങനെ ഭയങ്കര ഓബ്വിയസ് ആയിട്ട് ഇത് കാണിക്കണമല്ലോ, ഇന്നത്തെ കാലത്ത് കാണിച്ചില്ലേ മോശമാണല്ലോ എന്നുള്ള രീതിയിൽ കാണിക്കാതെ ഈ ഇന്റഗ്രേറ്റ്. ഇപ്പൊ ഭൂതകാലം കാണുമ്പോഴേ അറിയാം അമ്മയും മോനും പ്രശ്നമാ, രണ്ടുപേർക്കും അത്. പക്ഷെ നമുക്ക് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസിനും ചെറിയൊരു ഡിപ്രഷൻ വരുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ലൈക്ക് ആ ഡിപ്രഷൻ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെയാണ് ഡിപ്രഷൻ വന്നവരുടെ വീട്ടിൽ പ്രേതവും കൂടെ. അല്ല, ഞാനത് കണ്ടോണ്ടിരുന്നപ്പോഴേ, ഭൂതകാലം കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചു, ഇനി പ്രേതം തന്നെയാണോ അതോ ഇവരുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ കാരണം ഇവർക്ക് തോന്നുന്നു. ഞാനൊരു മീം കണ്ടാണ് ഇന്ന് രാവിലെ. നമ്മുടെ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞൊരു പഴയ സിനിമയില് മറ്റേ അവിടെ ഇന്ദ്രജിത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്. പുള്ളി ഒരു ഹെഡ്ഫോൺസ് ഒക്കെ ഉണ്ട്, ബൈക്ക് ഓടിച്ചോണ്ട് വരും. അപ്പൊ അതിന്റെ മീമായിട്ട് എഴുതിയിരിക്കുക, റോഡിൽ നിന്ന പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുത്ത് കുറച്ച് മുമ്പോട്ട് പോയതിനു ശേഷം ഒരു മരം കണ്ടപ്പോ ആ പെൺകുട്ടി പറഞ്ഞു ഇവിടെയാണ് ഞാൻ കെട്ടിത്തൂങ്ങി മരിച്ചതെന്ന്. അപ്പൊ അതിന്റെ അടിയിൽ റിപ്ലൈ ആയിട്ട് ബൈക്ക് ഓടിക്കുന്ന ആള് പറയുക, വീട്ടിലൊന്നും സമ്മതിക്കാഞ്ഞോണ്ടാണ് മരത്തെ ഒന്ന് കെട്ടിത്തൂങ്ങിയെന്ന്.
ആ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഒന്ന് ആലോചിച്ചോടെ. പ്രേതത്തിന് വരെ പേടി വരുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് ഇപ്പോഴത്തെ ആൾക്കാർക്കുള്ളതെന്നുള്ളത്. സി ഐ എം നോട്ട് ജോക്കിംഗ്. സി ഞാനിത് ഇൻസെൻസിറ്റീവ് ആയിട്ട് പറയുന്നതല്ല, ഇതാണ് ഇന്നത്തെ കാലത്തെ ശരിക്കും ഇറ്റ് ഇസ് വെരി എ സിനാരിയോ. ഡാർക്ക് അല്ലേ? ഇറ്റ് ഈസ് വെരി ഡാർക്ക് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. കാരണം ആൻഡ് ഇറ്റ് ഈസ് വെരി കോമൺ ഓൾസോ. ഇപ്പം ഒരു പ്രമുഖ നടി ഡിപ്രഷനെ കളിയാക്കി സംസാരിച്ചത് നിങ്ങൾ കേട്ടാണല്ലോ. പണിയെടുക്കാത്തതുകൊണ്ടാണ് കൃഷ്ണപ്രഭ എന്തെങ്കിലും പറഞ്ഞത്. ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ആ ന്യൂസ് ഞാൻ അറിഞ്ഞില്ല. പ്രമുഖ നടി എന്ന് പോലും പറയുന്നില്ല. ഐ എം ഗോണ അഡ്രസ് ദ നെയിം, ഐ ഡോണ്ട് കെയർ. കൃഷ്ണപ്രഭ എന്ന് പറയുന്ന ആക്ട്രസ് തന്നെയാണ് അതിനെപ്പറ്റി മെൻഷൻ ചെയ്തത്. ആൻഡ് നമ്മുടെ ഇന്ത്യൻ പ്രണയകഥയിലെ ഫഹദ് ഫാസിലിന്റെ ചേച്ചിയായിട്ട് വരുന്ന പുള്ളിക്കാരി. and I want to say that and I want to say that it is so bad that she said something like that. It is so bad. കാരണം ഇപ്പം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം ആർക്ക് വേണേലും ഇത് ആർക്ക് വേണേലും വരാവുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് വെരി ബാഡ്. പീപ്പിൾ നീഡ്സ് ടു ഗെറ്റ് ഹെൽപ്പ്. ഒരുപാട് സംഭവങ്ങൾ ഇപ്പം 13 reasons why ഈ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത് കാണുമ്പോ തന്നെ നമ്മളും വല്ലാണ്ടാവും. അത് കാണുന്നതിന് മുന്നേ അത് കണ്ടു കഴിഞ്ഞിട്ട് എത്ര പേര് സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് വരെ ലൈക്ക് ഇറ്റ് ഈസ് ദയർ. പ്രൂഫ് ഉണ്ട്. ആൾക്കാർ സൂയിസൈഡ് ചെയ്തതിന്റെയും അവരൊരു എന്താ പറയുന്നത്, എന്തൊരു മെമ്മോറിയൽ പോലെയൊക്കെ തുടങ്ങിയിട്ടായിരുന്നു ആൾക്കാരെ ഹെൽപ്പ് ഫൗണ്ടേഷൻ പോലെയുണ്ട്. So it is a very real thing. Not everybody can get engaged with things and ഇപ്പം ഈ പറയുന്ന ബൈ ചാൻസ് കൃഷ്ണപ്രഭ കേൾക്കുവാണെങ്കിൽ വേണമെങ്കിൽ പറയാം, ഇപ്പൊ ADHD എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് പ്രമുഖ നടന്മാർക്ക് വരെ ഉണ്ട്. They cannot be consistent with many things. So they have issues, ഹാൻഡ്ലിങ് റിലേഷൻഷിപ്സ്, പേഴ്സണൽ ലൈഫ്, വർക്ക് ലൈഫ്. ഇതെല്ലാം ഓരോ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ വിക്ടിം കാർഡ് കളിക്കണമെന്നൊന്നും അല്ല നമ്മളിവിടെ പറയുന്നത്. ദിസ് ഈസ് എ റിയാലിറ്റി. സോ വി ഷുഡ് ബി സെൻസിറ്റീവ് ടു സച്ച് തിങ്സ്. അതിന് ഇൻസെൻസിറ്റീവ് ആയിട്ട് അതിനെ കളിയാക്കി സംസാരിക്കുമ്പോൾ ഇറ്റ് ഈസ് റിയലി ബാഡ്. ഇപ്പൊ ചോദിക്കുമായിരിക്കും ഞാൻ എന്തുകൊണ്ട് മുമ്പേ അതൊരു മീം എന്നുള്ള. സി ദാറ്റ് മീം വാസ് ജെനുവിൻലി ഫണ്ണി ബിക്കോസ് ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതായത് പ്രേതത്തിന് പോലും പേടി തോന്നുന്ന രീതിയിലാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വാക്കും കൂടെയാണ് ഈ ഡിപ്രഷനും ട്രോമയൊക്കെ. നമ്മള് എന്തെങ്കിലും ഉണ്ടായി ഞാനങ്ങ് ഡിപ്രസ്ഡ് ആയി, എനിക്കത് വലിയ ട്രോമയായിരുന്നു എന്നൊക്കെ നമ്മള് കാഷ്വൽ ആയിട്ടൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും വേറൊരു മീം ഇതുപോലെ വാക്കുകളല്ല. അല്ല, വേറൊരു മീം കണ്ടിട്ടുണ്ട് ഞാൻ. മറ്റേ ഡിപ്രഷൻ എന്ന് പറയുന്ന വാക്ക് കണ്ടുപിടിക്കുന്നതിന് മുന്നേ എന്ന് പറഞ്ഞിട്ട് വേണുനാഗവള്ളിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നതൊക്കെ. ഈ പണ്ട് ഈ വിഷാദം പണ്ട് ഇതിന് പ്രാന്ത് എന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്. പ്രാന്ത് എന്ന് പറഞ്ഞു. അതാ കൃഷ്ണപ്രഭ പറഞ്ഞത്. പ്രാന്ത് എന്നാണ് പണ്ട് ഇതിനെ വിളിച്ചോണ്ടിരുന്നത്. അയ്യോ, അത് രോഗം. കാരണം എത്ര പ്രമുഖരായിട്ടുള്ള നടിമാർക്ക് തന്നെ വന്നിട്ടുണ്ടെന്നുള്ളത് ഇവര് തന്നെ. ദീപിക പദുക്കോൺ വാസ് വെരി വോക്കൽ അബൌട്ട് ഇറ്റ്. അപ്പം അത് അവർക്ക് ഉള്ളത് കൊണ്ടാണ് അവർ പറയാനുള്ള ധൈര്യം ഫസ്റ്റ് കാണിച്ചു. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഷുഡ് അപ്രിഷിയേറ്റ്. അതല്ലാതെ പാടില്ലല്ലോ. എന്നോട് റീസെന്റ് ഒരാൾ ഇങ്ങനെ പറഞ്ഞത് ഒരു ബ്രേക്കപ്പിന് ശേഷം പുള്ളിക്കാരിക്ക് ഇങ്ങനെ വല്ലാണ്ട് ക്രോണിക് ഡിപ്രഷൻ ആയിട്ട് പുള്ളിക്കാരി പറഞ്ഞു പുള്ളിക്കാരിയുടെ മെന്റൽ പെയിൻ ഫിസിക്കൽ പെയിൻ ആയിട്ട് പുള്ളിക്കാരിക്ക് മാനിഫെസ്റ്റ് ചെയ്തു. അത് പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവര് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് നിന്റെ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു മെന്റൽ ഇതിലൂടെ കടന്നു പോയിട്ട് അത് ഫിസിക്കൽ പെയിൻ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കപ്പോ അത് എന്താ പറഞ്ഞ ചുമ്മാ പോയി പണിയെടുത്താൽ ഇത് തീരുമെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്ന് ആലോചിക്കും, നമ്മൾ മാനസികമായിട്ട് പ്രശ്നത്തിലായിട്ട് അത് ഫിസിക്കൽ പെയിൻ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ലെവലിലായിരിക്കും അത് പോയിട്ടുണ്ടാവുക. അത് ചെറിയ കാര്യമല്ല. അതിനെ കുറിച്ച് അങ്ങനെ ചുമ്മാ ഇങ്ങനെ വായി തോന്നിയത് വിളിച്ച് പറയുന്നത്
ഒരു അല്ല നല്ല അതിപ്പോ ഉണ്ടല്ലോ ഈ ശീലമല്ല. ഈ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിൽ കുറെ ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പം സ്ഥിരം എൻ്റെ കൂട്ടുകാർ, ഇവിടെ ഉള്ള ആൾക്കാർ, എൻ്റെ വെസിനിറ്റിയിൽ എൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ ഇപ്പം ചില അസുഖങ്ങൾ, ഇപ്പം ഒ സി ഡി എന്ന് പറയുന്ന സാധനം, പ്രോപ്പർ ഒ സി ഡി ഉള്ളവരുടെ കൂടെ നമുക്ക് ജീവിക്കാൻ ഭയങ്കര ഇറ്റ്സ് വെരി ഒരിക്കലും പറ്റില്ല. It's അവരുടെ very hard. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് പീപ്പിൾ കൺസീവ് ഇറ്റ് ടു ബി. അവരുടെ Exactly. മനസ്സിലെ ഒ സി ഡി എന്ന് പറയുമ്പം ചുമ്മാ അടുക്കി പറക്കുന്ന ആൾക്കാർ, അത് അല്ലെങ്കിൽ മാത്രല്ല, നീറ്റായിട്ടിരിക്കുന്ന ആൾക്കാർ, ദാറ്റ് അതേ ഈസ് അല്ല. നോട്ട്. അതല്ല ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന സാധനം. ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ ചില നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇങ്ങനത്തെ ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില അസുഖങ്ങൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, ആൾക്കാർ ഇതിനെ അങ്ങ് ഭയങ്കര നോർമലൈസ് ചെയ്യും എല്ലാവരും. ഇറ്റ്സ് വെരി അത് അതിപ്പോ ഈ അതുണ്ടല്ലോ. ആ ഇൻട്രോവേർട്ട് ആവുന്ന, ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, അതെന്തോ കൂളായിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു രീതിയിലാണ് അതുമായിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഇത് എടുക്കുന്നത്. ലോകക്കകത്തുള്ള ആ ഡയലോഗ് ഉണ്ട്, കുട്ടി ഞാൻ ഒരു അന്തർമുഖനാണെന്ന് ആ, പറയുന്ന. അല്ല ഇത് അതുപോലെ ഇപ്പൊ ഈ ADHD അല്ലെ OCD അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നു. ചിലപ്പോ അതൊന്നും ആയിരിക്കത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നാലും അതെ, അതാണെന്നങ്ങ് പറഞ്ഞ് ചുമ്മാ ഞാൻ വൃത്തിയായിട്ട് സാധനങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ദേ തിങ്ക് ദാറ്റ് ഇറ്റ്സ് OCD, അല്ലെങ്കിൽ അത് ചുമ്മാ അടുക്കി പറക്കാൻ ഇത് ഒരു ഇതില്ലേ ഈ ഇതിന്റെ ഒരു മിസ്കൺസെപ്ഷൻ വരുന്ന ഒരു സംഭവമുണ്ട്. ഈ ആൾക്കാർക്ക് OCD ലെവല് പലർക്കും പല പല എക്സ്റ്റെന്റിലാണ് വരുന്നത്. ഇപ്പം ഡിഗ്രി ഓഫ് എക്സ്ട്രീംസിൽ ഡിഗ്രി, ഇന്റൻസ്. എക്സാക്ട്ലി. അപ്പോ ഇപ്പൊ ഞാനിങ്ങനെ നമ്മള് ഫ്രണ്ട്സിന്റെ അടുക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ പോലും പറയാറുണ്ട്, എനിക്ക് ഇത് ഇങ്ങനത്തെ 2 കളറിലിരിക്കുമ്പോ എനിക്ക് OCD അടിക്കുന്നു എന്ന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. അവിടെയാണ് ഈ ടേമിന് വേറൊരു മീനിങ്ങിലേക്ക് അത് അങ്ങ് എക്സ്പാൻഡ് ആവും പോകുന്നത്. പോകുന്നത്. പക്ഷെ ശരിക്കും ഐ ഹാവ് ഹാഡ് എ ഫ്രണ്ട് ഇൻ മൈ ലൈഫ്, ദാറ്റ് പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺസ് പാരന്റ് ഹാസ്, രണ്ടുപേർക്കും OCD ഉണ്ട്. അപ്പോൾ പ്രശ്നം എന്താ അറിയോ, ഈ എക്സ്ട്രീം OCD ഉള്ള പാരന്റിന് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന വ്യക്തി അനുഭവിച്ചിട്ട് അത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ യൂസ് ടു ഫീൽ ബാഡ്. ബട്ട് അറ്റ് ദി അതർ എൻഡ്, ബിക്കോസ് ഓഫ് ദിസ് പേഴ്സൺസ് OCD, ഞാൻ കുറച്ച് ട്രബിൾസിലൂടെ ഐ ആം നോട്ട് ബ്ലെയിമിംഗ് ദ പേഴ്സൺ. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ബി ഈവൻ ഫ്രണ്ട്സ് ഇറ്റ് ഈസ് വെരി ഹാർഡ്. അതാണ് OCD ഉള്ളവരുടെ കൂടെ താമസിക്കാൻ ഭയങ്കര പാട്. ഐ മീൻ താമസിക്കാനല്ല, അവരുടെ വി നോട്ട് ബ്ലെയിമിംഗ് ദാറ്റ് പേഴ്സൺ. പക്ഷെ അത് നമുക്ക് ഒരു ആസ് എൻ അതർ പേഴ്സൺ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിഫിക്കൾട്ട് ടു ബി അറൌണ്ട് എ പേഴ്സൺ വിത്ത് OCD. അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് ഇപ്പം അതിപ്പോ എന്ത് ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും അങ്ങനെ. ഇപ്പൊ സാധാരണ ഒരു ചുമ വന്നു, ഇപ്പൊ എനിക്കൊരു ജലദോഷം വന്നു, എന്റെ കൂടെ കിടന്നുറങ്ങുന്ന എന്റെ അമ്മയ്ക്കും അപ്പനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം രാത്രിയിൽ ഞാൻ ചുമച്ച് അവർക്ക് ഇറ്റ്സ് വെരി സിമിലർ ടു ദാറ്റ്. ഭൂതകാലത്തില് ഷെയ്ന്റെ ഇതുപോലെ അവന്റെ അമ്മ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയല്ലായിരുന്നു പുള്ളി. പിന്നെ അതൊരു ഇതായിട്ടങ്ങ്. അപ്പൊ അത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുടെ കൂടെ ഇത് നിൽക്കാന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മനസ്സിലാക്കുക. എന്നാലും നമുക്കുണ്ടല്ലോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിച്ചു. ഇപ്പം ചേച്ചി ആത്മഹത്യ ചെയ്തിരിക്കുന്ന ഒരു പയ്യൻ, അവൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ആൾക്കാർക്ക് കുഴപ്പമൊന്നും ഇല്ല പോട്ടെ എന്ന് പറഞ്ഞാൽ അവനെ സമാധാനിപ്പിക്കാനായിട്ടാണ് അവർ, നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും അവർ ശ്രമിക്കുന്നത്. പക്ഷെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ അവൻ അത് എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ള രീതിയിൽ അവന് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യവും ഇതുപോലെ ചില ആൾക്കാർ, ഇപ്പം എൻ്റെ ലൈഫിൽ എനിക്കറിയാവുന്ന ഒരാള് സൂയിസൈഡ് ചെയ്തിരുന്നു, കമ്മിറ്റഡ് സൂയിസൈഡ് ലോങ് ടൈം ബാക്ക്, ഓൾമോസ്റ്റ് 5-6 years ബാക്ക്. ആ വ്യക്തി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാവരുടെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിരുന്നത്. സോ ദിസ് ഇസ് ഓൾസോ സംതിങ് എ മെന്റൽ, അതായത് ആ വ്യക്തിക്ക് അതായിരുന്നു എന്ന് എനിക്ക് പറയാൻ അവകാശമില്ല. പക്ഷെ there are possibilities where people commit suicide even when they are really happy. അതിന് ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ എന്തോ പറയുന്ന ഒരു വാക്കുണ്ട്. അതായത് അവര് ഈ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ലോ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ അല്ല. ദാറ്റ് ഈസ് നോട്ട് ഡിപ്രഷൻ. ഡിപ്രഷൻ ഹാസ് ഡിഫറെന്റ് ലെവൽസ്. ഇപ്പം നമുക്ക് നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ ആഫ്റ്റർ സം ടൈം നമ്മൾ സോൺ ഔട്ട് ആയി പോകും. നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. കുറച്ചുകൂടെ you will cry for no reason. I've had people who have cried, cried, എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ടുണ്ട്. റീസൺ ഇല്ലാതെ കരഞ്ഞിട്ടുണ്ട്. And I felt so bad for them because they are not able to understand the reason why they are not crying.
നമുക്ക് എന്താ എനിക്ക് ആ ചെയ്യണമെന്ന് ഒരു അറിയത്തില്ല. എനിക്ക് ബൈസ്റ്റാൻഡേഴ്സിന് അല്ല നമ്മൾ ആ ആ അടുത്ത് നിൽക്കുന്ന ആൾക്കുവേ എങ്ങനെ ആ അതിനെ ഡീൽ ചെയ്യണ്ടെന്ന് അറിയത്തില്ല. ഇറ്റ്സ് വെരി ആ പ്രണവിന്റെ റിയാക്ഷൻ വാസ് വെരി റിയലിസ്റ്റിക് ആക്ച്വലി. യെസ് കാരണം യെസ് അവൻ എന്നെ അടിപൊളിയായിരുന്നു. ചെയ്യണ്ടെന്ന് അറിയത്തില്ല. ഇറ്റ് വാസ് വെരി വെരി റിയലിസ്റ്റിക്. ഞാനതിങ്ങനെ റിയലിസ്റ്റിക്. കണ്ടോണ്ടപ്പോ ദിഗു പറ. അല്ല എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫേസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഇവിടെ വന്നതിന് ശേഷം ഒരു 5-6 മാസത്തേക്ക് ഇതുപോലത്തെ ഒരു ഒരു സിമിലർ ഫേസിലൂടെ ഞാനും പോയായിരുന്നു. ഇങ്ങനെ എന്ത് കാര്യത്തിനാണ് വെറുതെ കരച്ചിൽ വരിക, എന്താണെന്ന് പോലും അറിയത്തില്ല. അതായത് വീട്ടിലും കുഴപ്പമൊന്നുമില്ല, വേറെ എനിക്കും പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഞാൻ ഓക്കെ അല്ലായിരുന്നു. ചുമ്മാ ഒരു കാര്യമില്ലാതെ ഇരുന്ന് ഞാൻ ക്ലാസ്സിൽ നിന്നൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇരുന്ന് ഞാൻ കരയാൻ പോകുന്ന കണ്ട് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു പുറത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ്. അങ്ങനെ പക്ഷെ അത് പിന്നെ അതെങ്ങനെയോ മാറി. പക്ഷേ അത് നമുക്കറിയില്ല എന്ത് കാരണമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫേസ് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്തോ ഒരു കാര്യമില്ലാതെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു ലോ പോയിന്റിൽ പോയ ഒരു പരിപാടി. അപ്പം അത് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളങ്ങനെ എന്താ പറയുന്നത്, ചുമ്മാ ആൾക്കാരെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, അങ്ങനെ ഇരിക്കുന്ന ഒരാളെ നമ്മൾ എങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യും. കാര്യം സമാധാനിപ്പിക്കാൻ പോകുന്ന അവന് കൂടുതൽ ട്രിഗർ ചെയ്യുകയാണ്. കാര്യം ഉള്ള ആൾക്കാരെല്ലാം അവനോട് നോർമലായിട്ട് പെരുമാറേണ്ടതിന് പകരം അവനെ ഒരു എന്താ പറയുന്നത്, പക്ഷേ അവന് ഈ നോർമൽ എന്നുള്ളതിന്റെ ലെവൽ എങ്ങനെയാണ് നമ്മൾ അത് എങ്ങനെയാ അത് ഇപ്പം വെരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ട്രിക്കി സ്പേസ്. ഇറ്റ് ഈസ് വെരി ട്രിക്കി. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് എന്താണ് നോർമൽ എന്ന് പറയുന്നത്. ഇപ്പൊ അതിനെങ്ങനെയാ നമ്മൾ അതിന്റെ ഡിഗ്രി അളക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം ചിലപ്പോൾ നോർമലായിട്ട് നോർമലായിട്ട് പെരുമാറുന്നു അല്ല അവന് നോർമൽ എന്ന് എങ്ങനെയാണ്? അറിയാതെ പോകാൻ നോർമല് സാധ്യതയുണ്ട്. അല്ല നോർമൽ ഓരോ ആൾക്കാർക്ക് നോർമൽ എന്ന് പറയുന്നത് തന്നെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യം. അല്ല അതല്ല ഞാനേ ഇത് എനിക്ക് നീ പറഞ്ഞ ചക്രവാണി പറയാൻ വരുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉദ്ദേശിച്ച ദിഗംബരം പറയുന്ന കേസിൽ തന്നെ നമ്മൾ നേരത്തെ ഇപ്പൊ ഈ ഫ്രണ്ടിന്റെ സിസ്റ്റർ മരിച്ചു. എന്റെ ഫ്രണ്ടാണ് ആ പയ്യനെ ആലോചിക്കുക. ആ പയ്യന്റെ ചേച്ചി മരിച്ചു. അപ്പൊ അതിന് മുന്നത്തെ അവസ്ഥയിലോട്ട് പോകുക എന്ന് പറയുന്നത് ഞാൻ ഇൻസെൻസിറ്റീവ് ആകുക എന്നുള്ളതിന്റെ ഒരു അവസ്ഥയാണല്ലോ. അപ്പൊ അത് നോർമൽ അല്ല. ദാറ്റ് ഈസ് ബീങ് ഇൻസെൻസിറ്റീവ്. ദാറ്റ് ഈസ് നോട്ട് നോർമൽ. ഇറ്റ്സ് വെരി പക്ഷേ ഇറ്റ്സ് കോംപ്ലെക്സ് അല്ലേ? അത് ചിലപ്പോൾ നമ്മൾ അവനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പോലും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകാനും സാധ്യതയുണ്ട്. അതാ എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് അതങ്ങനെ ഹാൻഡിൽ ചെയ്യും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല വരുവാണെങ്കിൽ. ഇതിന്റെ അവനെ അകത്തൊരു സമാധാനിപ്പിക്കാൻ പോയി ട്രിഗർ ആവും. ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം പറഞ്ഞ പോലെ ഇൻസെൻസിറ്റീവ് ആയിട്ട് പോകാനും സാധ്യതയുണ്ട്. അത് ഞാൻ ഓവർ ദ ലാസ്റ്റ് ഒരു 2-3 ഇയേഴ്സിന്റെ അകത്ത് എന്റെ ഒരു റിയലൈസേഷൻ ബീങ് വെരി വോക്കൽ അബൌട്ട് മൈ ഏജ്. ഐ എം 29. സോ ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഞാൻ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ഇത് മനസ്സിലാക്കിയത്. ചില ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പം ലൈക്ക് എൻ്റെ ഒരു വെരി ക്ലോസ് ഫ്രണ്ട്, ഞാൻ ആ വ്യക്തിയുടെ കാര്യം വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ഞാൻ 29ന്റെ അകത്ത് ഒരു 19 വർഷമായിട്ട് ഞാൻ അയാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഹി നെവർ സ്പീക്സ് ഔട്ട്. ബട്ട് സ്ലോലി ഐ സ്റ്റാർട്ടഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ആ വ്യക്തി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുന്നത് ഞാൻ എന്തെങ്കിലും ഒരു കോമഡി പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അയാൾക്കുള്ള പ്രശ്നം അയാൾ അങ്ങനെ ഇറക്കി വെക്കുന്നത്. ഞാൻ കൂടുതൽ എന്താ പറ്റി ചോദിക്കുന്ന സമയത്ത് ഇറ്റ് കൈൻഡ് ഓഫ് ബോദേഴ്സ് ദം. ലൈക്ക് അത് അവർക്ക് ട്രിഗർ ആവുക മോർ ചെയ്യുന്നത്. ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ അടുത്ത് എന്താ പ്രശ്നം ചോദിക്കുമ്പോഴത്തേക്കും they don't want to be asked. They just want us to be very chill around them. That's what makes them feel normal. ഇത് പലർക്കും പലതാട്ടോ. ഇതിപ്പം കുമാരി പറഞ്ഞപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. അപ്പൊ ഞാനിങ്ങനെ ഈ നോർമൽ ലെവൽ ഓഫ് ഡിഗ്രി ഓഫ് നോർമൽ എന്ന് ആലോചിക്കുമ്പം certain people really wants us to console them. അവർക്ക് എന്താ അതെ. വേണ്ടിയെന്നുള്ളത് ഒന്നെങ്കിൽ നമ്മളായിട്ട് അറിയണം, അല്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം. ലൈക്ക് ഐ നോ പീപ്പിൾ, ലൈക്ക് ഞാൻ ആൾക്കാരോട് ഇങ്ങനെ പറയാറുണ്ട്, എടാ ഐ ഡോണ്ട് നോ ഹൗ ടു കൺസോൾ, ബട്ട് ഇഫ് യു വാണ്ട് മീ ടു ബി ദർ, ലൈക്ക് ഗിവ് മൈ പ്രസൻസ്, ഓർ ഇഫ് യു നീഡ് മൈ പ്രസൻസ്, ഐ വിൽ ബി ഹിയർ. അതേ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും കൺസോൾ ചെയ്യാനും അറിയത്തില്ല. സോ അഗൈൻ നമ്മുടെ പോയിന്റ് ചെറുതാക്കാം. ഈ മെന്റൽ ഹെൽത്തിനെ രാഹുൽ സദാശിവൻ ഇതിനകത്ത് ട്രീറ്റ് ചെയ്തിരിക്കുന്ന രീതി ഇസ് ടു ഗുഡ്. എക്സലന്റ് അല്ലേ? ടു ഗുഡ്.
കാരണം എക്സ്ട്രോർഡിനറിലി ഗുഡ്. ഞാൻ ആ സീൻ ഞെട്ടിപ്പോയി, സത്യം പറയാലോ, ഞെട്ടിപ്പോയി ആ സീൻ. അല്ല, കാരണം ഇത് മെന്റൽ ഹെൽത്ത് ഉള്ള ആളുടെ കാര്യം പെർസ്പെക്റ്റീവ് മാത്രമല്ല കാണിക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഓപ്പോസിറ്റ്. ആൾക്കുള്ള എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പ്രണബ് മോഹൻലാലിന്റെ ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി ആ ഒരു മൊമെന്റിൽ. അവൻ കരയുമ്പോ എങ്ങനെയാ അവനെ ആശ്വസിപ്പിക്കണ്ടേന്ന് ഐ ഡോണ്ട് നോ ഹൗ ടു നമുക്കൊരാളെ പ്രണബ് മോഹൻലാലിന് അത്രയും ഒരു കുറ്റബോധം ഉണ്ട് ഉള്ളിൽ. കുറ്റബോധമുണ്ട്, ഗിൽറ്റ് ഉണ്ട് അതിനകത്ത്. ആ ഗിൽറ്റ് ഉണ്ട്. അതെ. ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് എടിയല്ല എടായാണ് എന്നുള്ളത് അവന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്. കാരണം അവൻ അവിടെ മൈൻഡ് ഫക്ക് ആയി പോകുന്നുണ്ട്. കാരണം സോറി ഫോർ ദ ലാംഗ്വേജ്, ബട്ട് അവൻ മൈൻഡ് ബെറ്റ് ആയി പോകുന്നത് എന്താന്ന് വെച്ചാല്, അവൻ വിചാരിക്കുന്ന എന്താ, കനി ഇവനെ പിടിച്ചെടുത്ത് അലക്കിയതാന്നുള്ളത്. അതുകൊണ്ടുള്ള പുള്ളി മുടിയൊക്കെ വരെ ട്രിം ചെയ്ത് നിനക്ക് എന്റെ മുടിയല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അത് കളഞ്ഞു. പക്ഷെ പിന്നീടാണ് അത് പുള്ളി അല്ല പുള്ളി അവളാണെന്നുള്ളത് കൊണ്ടാണ് അവളോട് സോറിയൊക്കെ പറഞ്ഞ് പുള്ളിയെ അവന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ള രീതിയിൽ പുള്ളി അത് പിന്നീട് ഇതാക്കുന്നത്. എല്ലാം അവളാണെന്ന് വിചാരിച്ചോണ്ടാണ് പുള്ളി ഇക്കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടി. അവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതും പണം എന്തെങ്കിലും ആവശ്യമുണ്ടോ, ട്രീറ്റ്മെന്റ് ഡോക്ടറെ എന്തെങ്കിലും കാണിക്കണം എന്നൊക്കെ അവൻ ചോദിക്കുന്ന എല്ലാം അതുകൊണ്ട്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് അവന് വലിയ കാര്യമൊന്നും അവളെ തന്നെ കാര്യമില്ലായിരുന്നു. ഒട്ടും അല്ല, താല്പര്യമില്ല. അതവൻ ആ ടേഫിൽ ഇരിക്കുമ്പോ അവൻ പറയുന്നുണ്ടല്ലോ, അത് വിട്, എന്തിനാ അത് ആലോചിച്ചോണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അത് ഒബ്വിയസ്ലി ഇറ്റ് കംസ് ഫ്രം എ ബിറ്റ് ഓഫ്, അവനൊരു ചെറിയൊരു പേടിയുണ്ട്, അത് അതിൻ്റെ അകത്ത് നിന്ന് വരുന്നതും ആണ്. ബട്ട് ദെൻ അഗൈൻ അവൻ പറയുന്നത് അങ്ങനെയാണ്, അതിനെ വിട്ടുകള, അതിനെ കുറിച്ച് ആലോചിക്കണ്ട എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഹാവിങ് ആ ഒരു അതും സ്റ്റേജിൽ എല്ലാവർക്കും അവന് ഗിൽറ്റ് പറ്റാത്തൊരു അല്ല ഉള്ളത്. അതും എല്ലാവർക്കും പറ്റാത്തൊരു സംഭവം. അഗൈൻ അവിടെയും രണ്ട് മെന്റൽ ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുന്നത്. പ്രണബ് മോഹൻലാൽ is someone who tries not to think about it even though it is bothering him. കാരണം അവൻ ഇടയ്ക്ക് ഫോണൊക്കെ എടുത്ത് പഴയ മെസ്സേജ് ഒക്കെ നോക്കുന്നുണ്ട്. അവൻ ചെയ്യുന്നത് പറഞ്ഞാല് ഫോട്ടോസ് ഒക്കെ നോക്കുന്നുണ്ട്. അത് ഇതിനൊരു മോഡേൺ എല്ലാം കറക്റ്റ് റെട്രോ, എങ്ങനെയാ പറയുന്നത്, വെരി കറന്റ് തീംസ് ആണ് ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. അതായത് ഇവൻ ഗോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ ഗോസ്റ്റിംഗ് ഇസ് എ വെരി 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 ബാഡ് തിങ്, ടു ബി വെരി ഓണസ്റ്റ്. ഞാനും ചെയ്തിട്ടുണ്ട്, എനിക്കും എന്നെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ബട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവർക്ക് കിട്ടുന്ന ഫീലിംഗ് ഇസ് റിയലി ബാഡ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് എന്നോടൊരാൾ ചെയ്തപ്പോഴാണ് എനിക്കത് അതിന്റെ ഒരു ലെവല് മനസ്സിലായത്. കാരണം ഗോസ്റ്റിങ്ങിന്റെയും മെയിൻ പ്രശ്നം, ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ നോൺ കൺഫ്രണ്ടേഷണൽ ആയിട്ടുള്ള ഒരു മെന്റാലിറ്റിയുടെയും കൂടെ ഒരു ബൈ പ്രോഡക്റ്റ് ആവാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. അല്ല, ഈ ഗോസ്റ്റ് ചെയ്യുന്ന ആളെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? ഐ മീൻ നമുക്ക് പ്രത്യേകിച്ച് കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ എന്തുമാത്രം ഒബ്സസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അറ്റ് ടൈംസ് ഗോസ്റ്റിംഗ് ഇസ് ബെറ്റർ, കാരണം നമുക്ക് അറിയത്തില്ല ഇത് എന്ത് എക്സ്റ്റെന്റിലേക്കാണ് പോകുന്നത്. ഐ എം നോട്ട് ഗ്ലോറിഫൈയിങ് ദ ആക്ട്, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്താ, നമുക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. ഞാൻ അങ്ങനെ പറയും, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ. പേഴ്സണലി ഞാൻ ഗോസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്യുവോ അതിനെ സപ്പോർട്ട് ചെയ്യുവോ ചെയ്യുമല്ല. പക്ഷെ ഞാൻ പേഴ്സണലി പല ആൾക്കാരെയും ഗോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാല്, എനിക്ക് ഹേർട്ടായ സ്പേസിൽ നിന്ന് ഞാൻ ആൾക്കാരെ ഗോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഐ ഫെൽറ്റ് ദാറ്റ് ഐ ഡോണ്ട് ഓ ദം എൻ എക്സ്പ്ലനേഷൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവർക്ക് ഹേർട്ടായെന്ന് അവർ പറയുമ്പോഴും അവന്റെ എംപത്തറ്റിക് സ്പേസിൽ നിന്ന് ഞാൻ ചിന്തിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഹേർട്ടായോ. ദിസ് ഇസ് ഓൾസോ പ്രോബ്ലം. ഇതെല്ലാം മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാ. അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്തില് ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനത്തിനെ കളിയാക്കിയ കൃഷ്ണപ്രഭയ്ക്ക് വേണ്ടി ഒരു മൂമെന്റ് ഓഫ് സൈലൻസ് എന്നല്ലാതെ എനിക്ക് I have nothing to say, man. Why do you think that അവൻ എന്തിനായിരിക്കും അവൻ ആ ക്ലിപ്പ് എടുത്തോണ്ട് ആ ടിക്ടാക് ക്ലിപ്പ് എടുത്തോണ്ട് വന്നത്? എന്തായിരിക്കും അവന്റെ മനസ്സിൽ? ഞാൻ അന്നേരം ആലോചിച്ചു, കാരണം ഹീ ഡസൻ, അവളോട് ഒരു തരത്തിലുള്ള ഫീലിങ്സോ അവനില്ല. അവന്റെ പഴയ മുടിയായിരുന്നു കുത്തിയെങ്കിലും വെക്കായിരുന്നു. ഗിൽറ്റ് ആ ഒരു പോയിന്റ് ടൈമിൽ അവന് ഗിൽറ്റ് ഉണ്ടോ സത്യം പറഞ്ഞാല്? ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഉണ്ട്. ഇതിപ്പോ ഉണ്ടല്ലോ, അവനതൊരു ഫ്ലിങ് മാത്രമായിരുന്നു. പക്ഷെ അവൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്തോ ഒരു ഇതുപോലെ അവന് ആ ഗിൽറ്റും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, അപ്പം എന്തോ പഴയന്റെ ഒരു ഇതല്ലേ, അപ്പൊ എന്തെങ്കിലും ഒരു ഇതിരിക്കട്ടെ എന്നുള്ളൊരു ആ ഒരു ഇതിന്റെ ഇതിലായിരിക്കും അവൻ എടുത്തത്. സുവനീർ പോലെ എന്തെങ്കിലും ഒരു അവളുടെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പുള്ളിക്ക് തോന്നി കാണുമായിരിക്കും. വീട്ടിലും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ മുറിയിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും
അയാള് എങ്ങനെയായിരുന്നു പുള്ളിക്കാരിയായിട്ടുള്ള ആ ഒരു ബന്ധം എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം അതിലെന്തോ എനിക്ക് ഉണ്ടായിരുന്നു ആ ക്ലിപ്പ് എന്നുള്ള ഒരു എടുത്തപ്പോഴേ തോന്നലിൽ നിന്നൊക്കെ എനിക്ക് അറിയായിരുന്നു. സോ അതെ ഹിയർ അതെ വി ഗോ അഗൈൻ. me അതിൽ me being a കണ്ടുവച്ചപ്പോ supernatural fan ഞാനത് ഓർത്ത് കത്തിക്കട salt it and burn it call പക്ഷെ Dean Winchester മനുവിനെ എന്താ പറയുന്നത് ഇവനെ ഉപദ്രവിക്കാനായിട്ടുള്ള റീസൺ ആയിട്ട് അവളെ എന്താ ചതിച്ചിട്ട് കടന്നു കളഞ്ഞവൻ എന്നുള്ള രീതിയിൽ ഒരു വലിയ റീസൺ ഉണ്ടായിരുന്നു വേണമെങ്കിൽ. പക്ഷേ ആക്ച്വലി മനുവിന്റെ അതിനല്ല ക്രീപ്പിനെസ് ലെവൽ കുറയ്ക്കുന്ന ക്ലിപ്പെടുത്താനാണ് അവന്റെ അവൻ. അമ്മ അല്ലേ? ആ ആ അതെ ശരി. ബാലൻസ് അവക്ക് ചെയ്തു. കാണാൻ വേണ്ടിട്ട് മുറിയൊക്കെ തുറന്നു വെച്ച് അവിടെ എനിക്ക് തോന്നുന്നു മനു ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ എനിക്ക് സ്റ്റോക്കിംഗ് ഒരു വേറൊരു കാര്യം പ്രശ്നമാണല്ലോ. തോന്നിയായിരുന്നു. അതെ 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 വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ഇപ്പൊ നീ പറഞ്ഞില്ലേ മനു ആയിരിക്കാം അവളെ കൊല്ലാനായിട്ടുള്ള കാരണം എന്നുള്ളത്. അവന്റെ തള്ളയായിക്കൂടെ? മോന്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്തുവാണ് അവന് കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കും എന്ന് അതവനും വിചാരിച്ച്. ചാൻസ് ഉണ്ട് ശരിയാ പോസിബിലിറ്റീസ് തള്ള ഉണ്ട്. തള്ളിയിട്ടാണെന്ന് അറിയാൻ പറ്റത്തില്ല പക്ഷെ തള്ള അന്നാ പിന്നെ അമ്മയല്ലേ ഹോണ്ട് ചെയ്യുന്നത്. ആണെങ്കിൽ തള്ളയാണെങ്കിൽ തള്ളേനെ ആ അവൻ വഴിയെ പോയ പ്രണവ് ഉപദ്രവിച്ചേനെ. മോഹൻലാലിന് എന്തിനാ ഹോണ്ട് ചെയ്യുന്നത്? അത് ഞാൻ പക്ഷെ തണ്ണിക്കാൻ അവളെ പോണ വന്നേപ്പാന്നുള്ള രീതിയിലേക്ക്. അല്ല പക്ഷെ അവളെ അവളുടെ ഇഷ്ടപ്പെട്ട ആളാണല്ലോ അവക്കും ഇഷ്ടമായിരുന്നു അവനും ഇഷ്ടമായിരുന്നു അത് അവന് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കും അത് അതായത് മാത്രമല്ല അവന്റെ ക്ലിപ്പും കൂടെ എടുത്തോണ്ട് പോയപ്പോ ആ, കൂടുതൽ അതെ അത് പോട്ടെ ക്ലിപ്പ് എടുക്കുന്നുണ്ട് അത് എന്തായാലും അവര് ബന്ധം അവസാനിച്ചല്ലേ എന്നൊക്കെ ഓർത്ത് പുള്ളി സമാധാനിച്ചിരുന്നായിരിക്കും. അപ്പൊ അവൻ വന്നിട്ട് അതെ. ക്ലിപ്പും കൂടെ എടുത്തോണ്ട് പോയി അത്രയ്ക്ക് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാനത് ആലോചിച്ചായിരുന്നു അതെന്തായിരിക്കും അങ്ങനെ ഇത്രയും വലിയൊരു റീസൺ ഉണ്ടായിട്ട് അപ്പോഴൊന്നും അവനെ ഉപദ്രവിക്കാതെ അവന് ക്ലിപ്പ് എടുത്തോണ്ട് പോയപ്പോഴാണ് അവനെ ഉപദ്രവിച്ചത്. അല്ല അത് ക്ലിപ്പ് മാത്രമല്ല എടുത്തോണ്ട് പോയപ്പോഴാണ് അവിടെ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു സാധനം വന്നത് അപ്പോഴാണ് അവന് അവനെ വീട്ടിൽ കയറാൻ പറ്റിയത് പിടിക്കാനായിട്ട് ഇതേ നേരത്തെ അവൻ റീസണാ ജെയിംസ് ബോണ്ടും പറഞ്ഞു. ചിലപ്പോ കാരണം അതുകൊണ്ടായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ പുള്ളി അവിടെയാണല്ലോ പുള്ളിക്ക് അവിടുന്ന് പ്രണമോലാലിന്റെ അടുത്തേക്ക് വരാനുള്ള ഒരു 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 ഐറ്റം ഒബ്ജക്റ്റ് ഇല്ല വേണമല്ലോ അല്ലേ, ഇതിനൊരു മീഡിയം. ഇപ്പൊ ഒരു സാധനമായല്ലോ അപ്പോഴായിരിക്കും പക്ഷെ അവളും വന്നത്. അതിന്റെ കൂടെ തന്നെ അവളും ഇങ്ങ് പോന്നു ഞാനും വരുന്നു ലഡുല വെച്ച് Two ഞാൻ in നെഞ്ച one. ദാസ് നട്ടുള്ള വെച്ച ക്ലിപ്പില് ക്ലിപ്പിൽ വെച്ച്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവസാനം പ്രണവ് മോഹൻലാൽ കാണുന്ന പ്രേതം കനിയാകാൻ ഉള്ള ചാൻസ് ഇല്ല എന്ന് തോന്നുന്നുണ്ടോ ഏറ്റവും അത് ലാസ്റ്റ് ലാസ്റ്റ് ബെഡ്ഷീറ്റ് അത് വരുമ്പോഴത്തേനുള്ള കനിയാണല്ലോ പ്രേതം കനി സൗണ്ട്. ആകാതിരിക്കാൻ അതായത് കനിയല്ല കനിക്ക് പകരം എന്താണ് വേറെ ഏതൊരു എൻറ്റിറ്റി ആവാനുള്ള ചാൻസസ് സമുദ്രം ഉണ്ട് അല്ല കനി അവനെ അവനൊരു ചാൻസ് ഉണ്ട്. വിളിക്കുന്നുണ്ടല്ലോ. കാരണം അങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു അതായത് ഇത് ശരിക്കും ഒരു ഡിമോണിക് ആയിട്ടുള്ള ഒരു ഒരു സാധനമാണ് എന്നുള്ള ഈ രീതിയിൽ മലംസൂർ പക്ഷെ അവന്റെ ആണെങ്കിലും പേര് വിളിക്കുന്നുണ്ടല്ലോ. അവളുടെ ഉണ്ടല്ലേ ശബ്ദത്തിലല്ലേ അതെ വിളിക്കുന്നത്. പേര് അതെ 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 വിളിക്കുന്നുണ്ടോ? പേര് ഉണ്ട് ഉണ്ട് വിളിക്കുന്നുണ്ട്. ആണല്ലേ? റോഷൻ എന്തോ അല്ലേ പുള്ളിയുടെ പേര് റോഹൻ അല്ലേ അവന്റെ പേര്. റോഹൻ അതെ അതെ രോഹൻ. അത് വിളിക്കുന്നുണ്ട് പുള്ളി. അപ്പം അവള് തന്നെയാണ്. ഒരു ഞാനേ റിച്ച് വീട്ടിലെ പയ്യനാണെന്ന് കാണിക്കാനുള്ള ഒരു മറ്റൊരു എക്സാമ്പിൾ ആയിരുന്നു റോഹൻ എന്നുള്ളൊരു പേര്. ആണോ റോഹൻ എന്നുള്ള പേര് റിച്ച് വീട്ടിലെ പിള്ളേർക്ക് അതെ. മാത്രമുള്ള പേരാണ് എനിക്ക് ഒരു വലിയ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു സാധനം തോന്നിയായിരുന്നു. അതായത് എന്താ? ലാലിച്ചൻ ഈ പടത്തിന്റെ റിലീസിനോടനുബന്ധിച്ച് പുള്ളിയുടെ ഫോട്ടോ റെഡ് ഇതിൽ ആ ഡി പി അത് ഞാൻ ഇട്ടായിരുന്നല്ലോ. കണ്ടായിരുന്നു അപ്പൊ പുള്ളി രാഹുൽ ഇതിനകത്ത് ഉണ്ടെന്ന് സദാശിവനും പറഞ്ഞപ്പോഴേ മറ്റേ മറ്റേ പ്രണവ് മോഹൻലാൽ NRI എല്ലാരും ഇട്ടത് ഞാൻ കണ്ടായിരുന്നു NRI ഡാഡായിട്ട് ലാലിച്ചിനെ കൊണ്ടുവരായിരുന്നു എന്ന് ഇങ്ങനെ സൗണ്ട് പറഞ്ഞായിരുന്നു. പോലും ലാലേട്ടന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ദിസ് ഇസ് അല്ലല്ല അത് നോട്ട് എനിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആശീർവാദ് മറ്റേ പ്രൊഡക്ഷൻ അല്ലേ അതുകൊണ്ടും ഒന്ന് കൂടെ ആലോചിച്ച് ആയിരിക്കും നോക്കിയേ ലാലേട്ടൻ ഇങ്ങനെ ഇങ്ങനെ കൈയിട്ട് നടന്നു വന്ന് റീത്തയുടെ തോളിൽ കൂടെ കൈയിട്ടോണ്ട് പോകുന്ന പോലെ കനി. അല്ല പക്ഷെ ഞാനത് ആലോചിച്ചായിരുന്നു എന്തുകൊണ്ട് ലാലേച്ചിനെ ഡാഡായിട്ട്. കാര്യം ഡാഡിനെ ഇതിൻ്റെ അകത്ത് എന്തായാലും കാണിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ മനസ്സിലാക്കി ശരിയാ ഒരു NRI ഡാഡിന്റെ ആക്സെന്റ് ലാലേച്ചൻ എങ്ങനെ കൊണ്ടുവരും അതുകൊണ്ടാണ്. ഇതിപ്പോ ഈ സംസാരിക്കുന്ന ആളെ കേൾക്കുമ്പം ഒരു NRI ഡാഡാണെന്ന് നമുക്ക് തോന്നുമല്ലോ. തോന്നുന്നു ലലിച്ചനാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കും എന്താ എന്ന് മുന്നേ ഞാൻ സമാധാനിച്ചു സ്വയം. അപ്പൊ ബേസിക്കലി ഷൈൻ ടോം ജാക്ക് ആണോ മാസിലെ സൂര്യ ആണോ ബെറ്റർ പ്രേതം? മാസിലെ സൂര്യ തന്നെയാണ് അല്ല better. അല്ല എനിക്കത് അറിഞ്ഞാൽ മതി. പുള്ളിയുടെ റിവെഞ്ച് ഒക്കെ നോക്കി മര്യാദക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതോ അപരിചിതരിലെ ഞാനേ മമ്മൂട്ടിയാണോ ഭേദം? അപരിചിതന്റെ മമ്മൂട്ടി അപരിചിതനിലെ മമ്മൂട്ടി മമ്മൂട്ടി അല്ലേ? വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗോസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് നോട്ട് തോന്നിയ ചെയ്യാൻ. ഏറ്റവും ക്രീപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് ഏതായിരുന്നു നിങ്ങൾ ഏറ്റവും പേടിച്ച മൊമെന്റ് ഏതായിരുന്നു ഇതിന്റെ അകത്ത് സത്യം പറഞ്ഞ ഞാൻ പേടിച്ചില്ല.
ഒന്നും അതെല്ലാരും പേടിച്ചിട്ടില്ല. പറഞ്ഞൊരു കാര്യം കേട്ടോ. ഞാൻ അതുകൊണ്ടാ ചോദിച്ചത് അത്. പക്ഷെ കാരണം കുറെ ആൾക്കാർ ഒത്തിരി പേര് ആളുകൾക്ക് പറഞ്ഞു. ആ, എനിക്ക് കുറെ അവളുടെ സീൻ ആ പേടി വന്നായിരുന്നു. കിണറ്റിൽ നിന്നുള്ള ഡെഡ് ബോഡി ഒരു ഷോട്ട് കാണിക്കുന്നില്ലേ പെട്ടെന്ന്, ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് പൂച്ച ആയിരുന്നു ഏതാണ്ട് കുഞ്ഞിനെ. വന്നിട്ട്. ഒരു ആ ജംപ് അത് സ്കെയർ ഉണ്ട്. കുറെ ഉണ്ട് പേർ ഉണ്ട്. ആ ജംപ് സ്കെയർ ഉണ്ട്. അത് ഞാൻ കണ്ട ഓഡിയൻസിൽ കുറെ പേർക്ക് ഇതുണ്ടായത്. പിന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ പേടിച്ച് മറ്റവൻ ടെറസിന്റെ മണ്ടെന്ന് ഓ വീണപ്പോഴേ ദാറ്റ് കുറെ വാസ് പേർക്ക് അയ്യോ അത് അത് ഭയങ്കര വാസ് ഡിസ്റ്റർബിങ്. അത് ഒരു കപ്പ വെട്ടി വെച്ച പോലെ പേടിയല്ല. എന്റെ ദൈവമേ. Yeah. ആ ഹോസ്പിറ്റൽ ബെഡിൽ ഞാനത് കിടക്കുന്ന സീൻ. ആക്ച്വലി റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഈ ഇഞ്ചറി വന്നിട്ട് ഈ ബോൺ ഒടിഞ്ഞ് വെളി വരുന്നത് ഓ ഞാൻ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക്. ഭയങ്കര നല്ല ആർട്ട് വർക്ക് ആയിരുന്നു. അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, വെരി ഷൈൻ റിയലിസ്റ്റിക്. ടോം ആക്ച്വലി ചാക്കോയുടെ ഡെഡ് ബോഡിയും കൊള്ളായിരുന്നു. ആ മറ്റേ അതെ അഴുകി അതെ അതെ, ദ്രവിച്ച നൈസ്. അതെ പരിപാടി അതെ, അത് ഷൈൻ ടോം ചാക്കോയുടെ ഒരു ലുക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഷേപ്പ് ഒക്കെ ലുക്കിലുണ്ട്. ഉണ്ടായിരുന്നു. പക്ഷെ അതെ ജെയിംസ് അതെ. ബോണ്ട് എന്നോട് പറഞ്ഞത് ഇപ്പം ഷൈൻ ടോം ചാക്കോ ആണെന്ന് കാണിച്ചോണ്ട് അവനത് തോന്നിയത്, അല്ലെങ്കിൽ തോന്നത്തില്ല. പക്ഷെ എനിക്ക് അല്ലാതെ നമുക്ക് അല്ലാതെ തോന്നുന്ന തോന്നും. രീതിയിലല്ലേ. കാരണം ആ ഹെയറിന്റെ ആ ഒരു പുള്ളിയുടെ മുടി പോലത്തെ ചുരുണ്ട മുടിയും എല്ലാം ഒരു 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 ഇറ്റ് വാസ് വെരി റിയലിസ്റ്റിക്. നല്ലതായിരുന്നു. ചക്രവാണിക്ക് പേടിയാവുന്ന സീൻസ് ചെയ്ത ചക്രവാണി പേടിച്ചെന്ന് പറഞ്ഞില്ലേ? ഞാൻ ആക്ച്വലി എനിക്ക് പൊതുവെ പടം കാണാൻ അങ്ങനത്തെ പേടിയുള്ളത് കൊണ്ട് ആ എനിക്ക് ഓക്കെ ഓക്കെ. എനിക്ക് അൾട്ടിമേറ്റ്ലി എനിക്കില്ലേ ഞാൻ വിചാരിക്കാതെ എനിക്ക് പേടി വന്നൊരു സീൻ എന്താ പറയുക, വെറൈറ്റി സീനായിരുന്നു. ഐസ്ക്രീമിന്റെ ക്യാപ്പ്, ഐസ്ക്രീം ഓ കപ്പിന്റെ ഡപ്പ ക്യാപ്പ്. തുറക്കുന്ന. സോ ഗുഡ്, സോ ഗുഡ്. അതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ വിചാരിക്കുന്ന അവിടെ പെട്ടെന്ന് ലൈറ്റ് പോയിട്ട് എന്തെങ്കിലും പാത്രം വന്നിട്ട് തലക്കടിക്കുക, അങ്ങനത്തെ എന്തെങ്കിലും സാധനം. പിന്നെ എനിക്ക് ആക്ച്വലി സീനായിട്ട് തോന്നിയത്, അതായത് അവന്റെ തലേ വന്ന് തലോടുന്നതൊക്കെ ഇറ്റ്സ് ഫൈൻ. ലൈക്ക് അതൊക്കെ ഒരു ബേസിക് ചെറിയ ചെറിയ മറ്റേ ആപ്പറ്റൈസർ പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാ. എനിക്ക് ആ പയ്യൻ വീഴുന്നതാണ്, ഓയ്യോ മാൻ. അതെനിക്ക് ശരിക്കും ഹെർഡിറ്ററിക്കകത്ത് ഇതേപോലെ ഒരു വല്ലാത്തൊരു സീനുണ്ട്. ഹെർഡിറ്ററി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആരിയാസ്റ്ററിന്റെ ഫിലിം, ആരിയാസ്റ്റർ മേക്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്റ്റർബിംഗ് ഫിലിംസ് ഓഫ് ആർ ടൈം. ഭയങ്കര ഹെർഡിറ്ററി ഈസ് ലൈക്ക് മാൻ, അത് എന്തൊരു മറ്റേ ഡിസ്റ്റർബിംഗ് ഹൊറർ സ്കിൻ പടം. എന്തോ ഞാൻ കണ്ടിട്ടുണ്ട് ആ പടം, പക്ഷെ ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ് എനിമോർ. അതാണ്. ഇറ്റ്സ് നോട്ട് എ ബോഡി ഹൊറർ, ബട്ട് ഹെർഡിറ്ററിക്കകത്ത് ഒരു തുടക്കം സീൻ ഓ ഉണ്ട്, മറ്റേ അത് നിങ്ങൾ കാണണം. ഭിത്തിയിൽ എഴുതുന്നവല്ലോ, അങ്ങനെ എന്തോ അല്ലായിരുന്നു? ഇനി ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ എന്തായിരുന്നു. മാൻ, എനിക്കത് റീവിസിറ്റ് ചെയ്യാൻ പോലും തോന്നാത്തൊരു സിനിമ അത്. സോ ബട്ട് ഐ ബി ബോഡി വെരി ഓണസ്റ്റ്. ഹൊററൊക്കെ സബ്സ്റ്റൻസ്. അയ്യോ സബ്സ്റ്റൻസ് ഒന്നും അല്ല. ടെറിഫയർ 3 കാണണം, അടിപൊളി. ടെറിഫയർ 3 ഒക്കെ പൊളി. രണ്ടായിട്ടൊക്കെ കീറിയൊക്കെ. ചെറുപ്പത്തില് മറ്റേ ഓ പക്ഷെ ഈ രണ്ടായിട്ട് കീറി ഇടുന്നതിനേക്കാളും ഇതിനകത്തിലെ പ്രേതം ഒരു ഗ്ലാസ് ചില്ലെടുത്തിട്ട് പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് അതെങ്ങനെ പറയട്ടെ, ഇത് ഇച്ചിരി എക്സ്പ്ലിസിറ്റ് ആയി പോകുന്നുള്ളതാണ് പ്രശ്നം. പുള്ളിക്കാരി ഇച്ചിരി ചെറുതായിട്ടൊന്ന് ആസ്വദിക്കുന്ന സെൽഫ് ആസ്വാദനം ചെയ്യുന്ന ഒരു സീനുണ്ട്. ചെറുപ്പത്തിൽ ചതിക്കാത്തതിനകത്ത് സലീംകുമാർ വന്നിങ്ങനെ ഷർട്ട് വെച്ചിട്ട് ഇവിടെ കൂടെ പോയിട്ട് ഇവിടെ ചോര തെറിപ്പിക്കുന്നതിന്റെ പറ്റുന്നില്ല. അതായിരുന്നു മാക്സിമം ഓഫ് ബോഡി ഹൊറർ ദാറ്റ് ഐ കുഡ് വാച്ച്. നിനക്ക് ഈ പേടിക്കുമ്പോ അടുത്തിരിക്കുന്ന ആളുടെ കയ്യെ കയറി പിടിക്കുന്ന സ്വഭാവമുണ്ടോ? ഇല്ല, ഞാൻ ചുരുണ്ട് കൂടി എനിക്ക് രോമം എഴുന്നേറ്റു. ഇല്ല, ഞാൻ തെറി പറഞ്ഞായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു. എന്തുവാടാ പോയി കിടന്ന് ഉറങ്ങടാ എന്നൊക്കെ ഉള്ള രീതിയില് അങ്ങനത്തെ. ജെയിംസ് ബോണ്ട് അങ്ങനത്തെ ഒരാളാണ്. അതുകൊണ്ട് അവന്റെ കൂടെ ഹൊറർ പടം കാണാൻ പോകുമ്പോ അവിടെ പേടിച്ചില്ലേലും ഈ പണ്ടാറക്കാരൻ ചാടി കയറി കയ്യെ പിടിക്കുമ്പോ നമ്മൾ പേടിക്കും. പുള്ളി അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ഹൊററിഫിക് എക്സ്പീരിയൻസസ് എനിക്ക് ഇതിനകത്തുണ്ടായിരുന്നു. മിസ്റ്റർ ബീന്റെ ഒരു എപ്പിസോഡ് ഇല്ലേ, മിസ്റ്റർ ബീൻ കാറുമ്പോഴേ ശരിക്കും തിയേറ്ററിരിക്കുന്ന എല്ലാരും പേടിക്കുന്നു. അതുവരെ ആരും പേടിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഹൊറർ ഫാനാണ്. ഞാൻ ഈ ലോകത്തുള്ള എല്ലാ ഹൊറർ പടവും കാണണം എന്നുള്ള ഒരു പര്യടനത്തിലുള്ള ആളാണ്. എനിക്ക് സൗദാമിനി എന്തുവാ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ്. ആ കാസ്റ്റിംഗ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൗദാമിനെ കാണുമ്പോ തന്നെ നമുക്ക് മറ്റേ കരടിയും ഏപ്പും മനുഷ്യനും എല്ലാം കൂടെ ചേർന്ന ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഏറ്റവും ക്രീപ്പി സീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മണം ഭയങ്കര ഇഷ്ടമാണെന്ന് ആ പെണ്ണ് പറയത്തില്ലേ? വെച്ച് വല്ലാത്തൊരു മണം, വല്ലാത്തൊരു വിമ്മിട്ടം തോന്നുന്നൊക്കെ. മറ്റേ ഇമ്മോർട്ടൽ കിങ്ങിനോട് പറയുന്ന സീൻ
അതൊക്കെ ജഗദീഷിന് അതൊക്കെ നമ്മുടെ അസ്ഥികൂടമാക്കുന്ന ദേവ്ജി പരിപാടിയൊക്കെ നമ്മുടെ ഉണ്ട്. ബ്രഹ്മരക്ഷസില് പ്രേതത്തിന് വരെ സെഡ്യൂസ് ചെയ്തെടുക്കും. സമ്മർ പാലസിലെ ഏഹ്, കത്തവന്മാറിനെ പറ്റി എന്താ അയ്യോ എനിക്ക് പ്രത്യേകിച്ച് നല്ല അഭിപ്രായം മികച്ച കഷ്ടം അഭിപ്രായം. തോന്നി എനിക്ക്. പാവം പുള്ളി പ്രേതത്തിനെ കണ്ട് വശംവദനായി കാറെ കയറിപ്പോയപ്പം ദേ അവിടെ നിൽക്കുന്നു നമ്മുടെ കുഞ്ചാക്കോ ലൈറ്റ്. കഷ്ടമുണ്ട് പാവം. അല്ല വളരെ ഈ മനോഹരമായി. മാഫിയ ശശി പ്രേതമായിട്ട് വരുന്ന ഒരു പരകായ പ്രവേശം നടത്തുന്ന ഒരു പടം അത് പട്ടി അയ്യോ അത് മറ്റേ വെക്കണം മറ്റേ പടാന്ന് പദ തോന്നുന്നത്. പജ പജയിലായിരുന്നു അത്. അതോ റെഡ് ഇന്ത്യൻസിലായിരുന്നു. ഇതിന്റെ അതെനിക്ക് തോന്നുന്നു റെഡ് ഇന്ത്യൻസ് ആണ് ഷാങ്കി മറ്റേ ഉള്ള പടം ഷാങ്കിയുടെ പടമാണ്. ആ അതിന്റെ ഷാങ്കിയുടെ അകത്ത് പടം. പുള്ളി ഒരു ആനിമാഗസ് ആയിരുന്നു. ഡോഗായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതൊക്കെ. എനിക്ക് സത്യം പറയാം വെള്ളി നക്ഷത്രം തന്നെ പേടി വന്നു. എനിക്ക് വെള്ളി നക്ഷത്രത്തെ പ്രേതത്തിനെ അല്ല പേടി, എനിക്ക് എനിക്ക് സിദ്ദിഖിനെയാ പേടി. ഓ എനിക്ക് സിദ്ദിഖിനെയാ കാവില് തിരിവെക്കാൻ വേണ്ടി വരുന്നത്. പാതിരാത്രിക്കാണ് എന്റെ കാവിലെ തീരെ. അത് പറഞ്ഞു മഹേന്ദ്ര നീ ഇങ്ങനെ ചിരിക്കല്ലേ, എനിക്ക് നിന്നെ കാണുമ്പോ തന്നെ പേടി വരുന്നു. പേടി വരുന്നത് എനിക്ക് ഞാൻ ഇത് കണ്ടോണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞോ വന്നത്, അതായത് ഞാൻ ഒത്തിരി പടം കാണുന്നുണ്ട്, ഈ ജംപ് സ്കെയർ എപ്പോഴാ വരുന്നതെന്ന് നമുക്ക് നമുക്ക് ഒത്തിരി പടം കാണുമ്പോൾ നമുക്ക് പാറ്റേൺ മനസ്സിലാവുമല്ലോ. അപ്പൊ അപ്പൊ ജംപ് സ്കെയറിന്റെ അത് എനിക്ക് വലിയ കുഴപ്പമില്ല, ബട്ട് എനിക്ക് ക്രീപ്പി ആവുമ്പോഴാണ് എനിക്കത് എഫക്ട് വരുന്നത്. ആൻഡ് ഫോർ മീ ദ ക്രീപ്പിയസ്റ്റ് തിങ് വാസ് ഷാഡോസ് അല്ലേ, അവര് നല്ലതായിട്ട് ഷാഡോസിനെ വെച്ച് വർക്ക് ചെയ്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഷാഡോ ലൈക്ക് അവര് അവൻ പേടിച്ചോണ്ടിരിക്കുമ്പോ ആ ഭിത്തിയിൽ ഷാഡോ വരുന്നത്, ദാറ്റ് വാസ് നൈസ്. കാരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷൈൻ ടോമിന്റെ തല ഉണ്ടായിരുന്നു, തല ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മൂന്നാമത്തെ കൈ കണ്ടിട്ട് പേടിയൊന്നുമില്ല. അയ്യോ അത് അടിപൊളിയായിരുന്നു, പൊളി, സൂപ്പർ സാധനം, പൊളി. ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം. എനിക്ക് ഒന്നും ബാക്കിയുള്ളവർക്ക് അത്രയും കുഴപ്പമില്ലായിരുന്നു, സിദ്ദിഖിനാണ് ഏറ്റവും വലിയ പണി കൊടുത്തത്. അത് പുള്ളിയുടെ മുറിയിലൊക്കെ ഉള്ള വാൾപേപ്പറുകളൊക്കെ ആണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള ശല്യം. അതൊക്കെ അപ്പുക്കുട്ട എന്തിട്ട് കുട്ട പേടിക്കാനും. അത് ഇവര് ഇവര് പേടിക്കുന്ന സമയത്ത് അപ്പുക്കുട്ട സൈഡ് എന്തൊരു സുഖം. അപ്പുക്കുട്ടൻ ഭ്രമേകത്തിന്റെ അകത്ത് ഇല്ലത്തിലുണ്ടായിരുന്ന അവസ്ഥ. പക്ഷെ അപ്പുക്കുട്ടൻ പേടിക്കുന്ന സീനുണ്ടോ? അയ്യോ തോമസ് ഊട്ടി എന്ന് പറഞ്ഞു, തോമസ് ഊട്ടി മുഖം കാണിക്കത്തില്ല. തോമസ് ഊട്ടി ഞാൻ ഈ പടം കണ്ടിട്ട്, ഈ പടത്തിന്റെ ഒരു റീലിനകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്താണ് ഈ പടം കണ്ടിട്ട് പേടിക്കാത്തവരുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, പേടിക്കണമെങ്കിൽ ഒരു ബുദ്ധി വേണം, അതിവനില്ല എന്നുള്ള ഒരു റീല് കണ്ടായിരുന്നു. സോ ഐ റിമെമ്പർ, ഐ മീൻ ഐ ജസ്റ്റ് ദിഗംബറിന് പേടി വന്നിരുന്നപ്പോ ജസ്റ്റ് റിമെമ്പർ മറ്റേ മീമാണല്ലോ ആദ്യമേ ചിലപ്പോ ശരിയായിരിക്കും കേട്ടോ. ഇപ്പൊ മറ്റേ മീമല്ലേ ഫുള്ള്, ആദ്യമേ പഠിത്തം എന്നിട്ട് മതി കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് എന്ത് പറഞ്ഞാലും. അല്ല എനിക്ക് എന്റെ പേടിയെല്ലാം ഹൈലി ഇന്റേണലൈസ്ഡ് ആണ്. ഞാനിങ്ങനെ കാറുക ഞെട്ടുക പോലത്തെ പരിപാടിയൊന്നുമില്ല, എല്ലാം അകത്താണ്. മറ്റേ പടം ഇല്ലേ, മറ്റേ എന്താ ഈ ശ്രുതിഹാസന്റെ ഒരു സാധനം ഉണ്ടല്ലോ അല്ലു അർജുന്റെ പടത്തിന്റെ അകത്ത്, എന്തുവായിരുന്നത്, റേസ് കുരോ ആണോ മറ്റേ പുള്ളിക്കാരി ഞാൻ കാറുന്നുണ്ടായിരുന്നു, ലക്കി ദ റേസറിനകത്തില്. അതാ റേസ് കുരം അതിന്റെ അകത്ത് പോലെ. അതുപോലെയാണ് എനിക്ക് പ്രേതപ്പടം കാണുമ്പോഴൊക്കെ എല്ലാം അകത്താണ്. ഞാൻ അറിയായിരുന്നല്ലോ എന്ന് പറയുന്നത്. എനിക്ക് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കേ ഇപ്പം മറ്റേ ഭൂതകാലമായിട്ട് കണക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ചക്രവാണി പറഞ്ഞില്ലേ, ഇതിപ്പം പ്രേതത്തിന്റെ എല്ലാ പ്രേതങ്ങളും ഒരുമിച്ച് വരുന്ന അവഞ്ചേഴ്സ് മൊമെന്റ് എന്തിനാന്ന് ചോദിച്ചിട്ട്, എനിക്ക് പക്ഷെ പ്രേതങ്ങൾ വരുന്നതിനേക്കാളും കൂടുതൽ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. പ്രണവിന് പ്രണവും മധുസൂദനം പോറ്റിയും ഒരു മെയിൻ ക്യാരക്ടർ ആവാൻ ചാൻസ് ഉണ്ട്. പോറ്റിയും സൈജു പുള്ളി ഓരോ കേസുകൾ പോയി അറ്റൻഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു നാച്ചുറൽ കണക്ഷൻ വെച്ചിട്ട്. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞ റിയലിസ്റ്റിക് അപ്രോച്ച് ടു ഹൊറർ ആണ് ഈ പുള്ളിയുടെ പടം. അതിന്റെ അകത്ത് മറ്റേ മഞ്ജു എന്ന് പറഞ്ഞ നടിയുണ്ടല്ലോ, മഞ്ജു സുനിച്ചൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇങ്ങനെ വന്ന് പറയുന്നുണ്ടല്ലോ, അവിടെ അധികം നേരം നിക്കണ്ട എന്ന് ഇങ്ങനെ പറയുന്നില്ലേ സൈജു കുറുപ്പിനോട്. ഭൂതകാലത്തിന്റെ ഭയങ്കര സട്ടില, പക്ഷെ ഇറ്റ് ഈസ് സ്കേറി.
In a way, it അതെ is അതെ അതെ scary. അതെ If you think about it, it is അതുണ്ടല്ലോ scary. അത് മറ്റേനകത്ത് പറയുന്ന ഈ സെയിം സാധനമാണ്. അതായത് CBIന്റെ അഞ്ചാമത്തെയാണോ അല്ല അഞ്ചാമത്തെ അല്ല CBIന്റെ മറ്റേ പ്രേതമുള്ള ഒരു സാധനം ഇല്ലേ, അത് നേരറിയാൻ എത്രാമത്തെ CBI. ഭാഗമായിരുന്നു എന്നോട് നേരറിയാൻ നേരെ CBI. അതിന്റെ അകത്ത് പറയത്തില്ലേ, ഓ, അതായത് കാപ്രെ പോലുള്ള ഒരാള് എന്താ ഒരു മുറി അല്ല സാധാരണ ഒരു മനുഷ്യൻ നീ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കാമെന്ന് ചോദിച്ചാൽ തന്നെ നമുക്ക് പേടി വരും. അപ്പൊ കാപ്രെ പോലുള്ള ഒരാള് ഹോണ്ടഡ് ആണെന്ന് പറയുന്ന ഒരു മുറിയെ നോക്കിയിട്ട് നീ അവിടെ നിൽക്കാമെന്ന് ചോദിക്കുമ്പോൾ ഒരു മെന്റൽ ഒരു സ്കേറിനെസ്, അത് ആ ഒരു സാധനം കൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒബിയസ്ലി നമുക്കിപ്പോ ഒരു ചുമ്മാ കിടക്കുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം ചുമ്മാ ഒരു പോസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആൾക്കാർക്കൊക്കെ എന്തൊരു ജോബ്ലെസ് ആണ്. കാരണം നമ്മൾ എറണാകുളത്തോട്ട്, ഞാനിത് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് കണ്ടിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക്, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ആ പോകുന്ന വഴിക്ക് സിറ്റിക്ക് അകത്ത് ഒരു കെട്ടിടമുണ്ട്, ഒരു ഫ്ലാറ്റ് ഉണ്ട്. ചെരിവുള്ളൊരു ആ ബിൽഡിംഗ് ഉണ്ട്. ചരിവുണ്ടോന്ന് എനിക്കറിയത്തില്ല, അത് ഒരുമാതിരി ഹോണ്ടഡ്. ക്ലാവ് പിടിച്ച് കിടക്കുന്നത്. അത് ഹോണ്ടഡ് ആണെന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് ഒഴിഞ്ഞു കിടക്കുന്നത്, എന്തായിരിക്കും അത് പെയിന്റ് അടിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വീട്ടിൽ മനഃപൂർവ്വം പോയി നോക്കിയിട്ടുണ്ട്. അതുപോലെ എന്നിട്ട് ആൾക്കാര് ഒന്നും സംഭവിച്ചില്ല. ആ, പക്ഷെ ഇതിന്റെ വൈബൊക്കെ അതുപോലെ ഫുള്ള് കാടൊക്കെ പിടിച്ചിട്ടേ. അപ്പൊ നമ്മള് ഞാനിങ്ങനെ ചുമ്മാ അതിന്റെ പുറകിലൊക്കെ ഒന്ന് പോയി നോക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് അറിയാൻ ഞങ്ങൾ വേണ്ടി. പക്ഷെ ഒന്നും മുട്ടം ഉണ്ടായില്ല. സ്വദേശികളായതുകൊണ്ട് ഞാൻ നമ്മുടെ മുട്ടം മധു എഴുതിയ നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ മനക്കകത്ത് പോയി നോക്കിയിട്ടുണ്ട്. അവിടെ ഒരു പ്രേതം ഒരു സാധനം പോലും ഇല്ലേ. അവിടെ ശരിക്കും ആക്ച്വലി മർഡർ നടന്നിട്ടുള്ള വീടാണ് അത്. കുറെ നാൾ അടച്ചിട്ടിരുന്നതാണ്. അമ്പലങ്ങളിൽ നിന്നൊക്കെ വരുന്ന പൂജയൊക്കെ ഉള്ള സാധനം, ഒരു മനയാണ്. ബട്ട് നെവർ എനിക്ക് ഈ ഫൗണ്ട് എനിത്തിങ്. ഭൂതകാലത്തിന്റെ അകത്താണ്, ഇതിന്റെ അകത്താണ്, ഏതിനോ ഒരെണ്ണത്തിന്റെ അകത്ത് കസേര അനങ്ങുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഈ പടത്തിന്റെ അകത്തുണ്ടോ അത്? ഭൂതകാലത്തിലാണെന്ന് തോന്നുന്നു. ഭൂതകാലത്തിലാണ്. ഭൂതകാലത്തിനകത്തിലാന്ന് ഭൂതകാലത്തിനകത്ത്. തോന്നുന്നു. അത് എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. കാര്യം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഒരു 2 നില വീടായിരുന്നു. ഒരു പീരീഡിൽ അമ്മ വാങ്ങിച്ച വീട്. അപ്പോൾ ആ വീട്ടിലെ താഴത്തെ ഇതിലാണ് ഞാൻ മുകളിലത്തെ നിലയിലും കിടന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ താഴത്തെ നിലയിലായിരുന്നു. അപ്പോൾ അവിടെ ഇതുപോലെ കസേര അനങ്ങുന്ന ഒച്ച കേൾക്കുമായിരുന്നു. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. കാര്യം ഞാൻ ആ സമയത്ത് ഈ രാത്രി ഉണരും പക്ഷിയല്ലായിരുന്നു. 9 മണിയായ കിടന്നുറങ്ങുന്നവനായിരുന്നു. അതുകൊണ്ട് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ അമ്മ അത് ഇങ്ങനെ പറയുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ പോയി നോക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഒരു പ്രാവശ്യം ഞങ്ങളുടെ അങ്കിൾ ഇതുപോലെ വീട്ടിൽ വന്ന സമയത്ത് പുള്ളിയും കേട്ടിട്ട് അവർ രണ്ടുപേരും കൂടെ ഉറങ്ങാതെ ഇരുന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അത് എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു കസേര നിരക്കുണ്ടായിരുന്നു. അന്ന് അത് ചാത്തൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓ, അപ്പൊ ഇതേപോലത്തെ ഒരു എനിക്കത് സിമിലർ കേട്ടപ്പം എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ അമ്മ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അതായത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അമ്മ ഒരു ഹൗസ് വൈഫാണ്. ഇപ്പം ഞങ്ങൾ സ്കൂളിൽ പോയി, ഞാനും എൻ്റെ അനിയനും സ്കൂളിൽ പോകും. പപ്പ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേനും ഞങ്ങളുടെ വീട് ഇച്ചിരി വലിയ വീടാണ്. അപ്പം ഗൾഫ് ആയതുകൊണ്ട് ഈ ഗ്ലാസ്സിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും അത് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഈ ഗ്ലാസ്സിന് ചെറിയൊരു സൗണ്ട് വരും. അത് ആരും ഇല്ലാത്ത സമയത്ത് അത് വരുത്തുള്ളൂ. ഈ ടിക് 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 ഇങ്ങനത്തെ ഒരു സൗണ്ട് വരും ഗ്ലാസ്സിന്. എപ്പോഴും ഇല്ല, ചില സമയത്ത്. അപ്പോൾ ദാറ്റ് ഈസ് വെരി സ്കെയറി ആക്ച്വലി. അത് പേടിയുള്ളവനാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അല്ല, അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ആക്ച്വലി ശരിക്കും സൂപ്പർ നാച്ചുറൽ ആയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ അല്ലാത്ത അബ്നോർമൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളായിരിക്കും. എനിക്ക് രാഹുൽ സദാശിവൻ ഒരു മമ്മൂട്ടി ഫാനാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭൂതകാലത്തിൻ്റെ അകത്ത് മറ്റേ ആശയുടെ, അതായത് രേവതിയുടെ ക്യാരക്ടറിൻ്റെ അവസ്ഥ നമ്മുടെ തനിയാവർത്തനത്തിൻ്റെ അകത്ത് മമ്മൂക്കയുടെ അതുപോലെ ഉണ്ടായിരുന്നില്ല. കാര്യം പിള്ളേരെ പഠിപ്പിക്കണ്ട, ഇനി വരണ്ട എന്നൊക്കെ എല്ലാരും പറയുന്ന പറഞ്ഞു പുള്ളിക്കാരിക്ക് ഇല്ലാത്ത അസുഖം കൂടെ ഇനി കൂടുതൽ ഡീപ്പാകുന്നത്. അതുപോലെ തന്നെയല്ലേ ഇതിൻ്റെ അകത്ത് ഈ പയ്യൻ്റെ അകത്തും ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം എന്തോ അത് കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ കുഴപ്പമില്ലെന്ന് ഉള്ളതുകൊണ്ട് പറയുന്നത്. ഇല്ലെന്ന് പറയുന്നതെന്ന് ചിന്തിക്കുന്നത്. അപ്പം അത് ചിലപ്പോൾ അതൊക്കെ ഒരു റെഫറൻസ് ആണോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. കാര്യം സിമിലർ ആണല്ലോ. പുള്ളിക്കാരിയും ഇതുപോലെ മെൻ്റൽ ഇഷ്യൂസ് ഉള്ള ഒരാൾ പിള്ളേരെ പഠിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വരുന്നതും അത് മറ്റേൻ്റെ അകത്ത് അതുപോലെയാണല്ലോ. എന്തോ ദാസമാഷല്ലേ, അങ്ങനെ എന്തോ അല്ലേ, എന്തോ ബാലമാഷോ, ബാലമാഷ് എന്നല്ലേ പേര്. ബാലമാഷിനി വരണ്ട എന്ന് പറയുന്ന പോലെ അതിൽ എനിക്കിങ്ങനെ തോന്നിയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു കണക്ഷൻ ഇപ്പൊ നീ പറഞ്ഞപ്പോ തോന്നി. ബട്ട് അല്ലാതെ ഇല്ലേ എനിക്ക് ഇല്ലേ, അതുള്ള അങ്ങനെ ഇപ്പൊ അല്ലേ പറഞ്ഞപ്പോ തോന്നി. തോന്നുന്നുണ്ട്. Yes. ആ
എനിക്കങ്ങനെ ഒരു ഇത് തോന്നിയായിരുന്നു. ഞാൻ വേറെ ഒരു ഇത് കണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഒരു കമന്റ് ഇതിന്റെ ഈ പടത്തിന്റെ അടിയിൽ വന്ന ഒരു ഒരു ഇൻസ്റ്റഗ്രാമിലായിരുന്നു തോന്നുന്നു, ഞാനിപ്പോ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ഒരു കമന്റ് കണ്ടതാണ്, ദിസ് മൂവി എന്താ ഗ്ലോറിഫൈസ് അവിഹിതം എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ പോസ്റ്റ് ഒരു ആ ഒരു കമന്റ് അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും I കണ്ടായിരുന്നു, just- അതിന്റെ ആ, റിലേറ്റഡ് ആയിട്ടുള്ള അത്ര അതെ അതെ അതാ ഞാൻ പടം കണ്ടോണ്ടിരുന്നപ്പോ ഞാനും അത് പിന്നെ ആലോചിച്ചത്. അല്ല, പക്ഷെ അതിനെ പിന്നെ എങ്ങനെ ഗ്ലോറിഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റുന്നേ, അതാ ഞാൻ അല്ല, ചോദിച്ചത്. അതൊരു നോർമൽ സംഭവമായിട്ട് കാണിക്കുന്നു, നോർമലൈസ് ചെയ്യുന്നു എന്നുള്ള പോലത്തെ രീതിയിലാണ് അവർ ഉദ്ദേശിച്ചത്. അത് എന്താ ഇതിനകത്ത് ഇപ്പം അവിഹിതം മറ്റവള് എന്താ ബേസിക് ആയിട്ട്? എടാ അത് നിന്റെ ഇതിൽ അത് കട്ട് ചെയ്തില്ലേ ആ ആദ്യത്തെ മേക്ക് ഔട്ട് സീനിന്റെ അകത്തില് പുള്ളിക്കാരിയുടെ അവര് മേക്ക് ഔട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന്റെ കോള് വരുന്നുണ്ട്. ഹസ്ബൻഡ് ആണോ ഹസ്ബൻഡ് ആണോ ബോയ് ബോയ് ഫ്രണ്ട് ഫ്രണ്ട് ആണോ ആണോന്ന് അറിയത്തില്ല. ഓ കോള് ഓക്കെ. വരുന്നുണ്ട് പാർട്ട്ണറിന്റെ അടുത്തുനിന്ന്. ഓ അപ്പൊ ഓക്കെ. ഷീ ഈസ് ഞാൻ ടേക്കിംഗ് ദ അവർക്ക് കോൾ ഇതില് ഇൻ ദ പ്രോസസ്. അവർ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അവർ കോൾ എടുക്കുന്നത്. ഓക്കെ. പക്ഷെ ദാറ്റ് ഈസ് വെരി, എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോർട്രയൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് ദാറ്റ് കറന്റ് അല്ലപ്പാ ഈസ് നടക്കുന്ന ലൈഫ്. സംഭവം. അതാ ദാറ്റ് ഈസ് ലൈഫ്. അങ്ങനെയുള്ള ആൾക്കാരില്ലേ? ആൻഡ് ഇതിനകത്ത് നോബഡീസ് വേറൊരു ടെല്ലിങ് ഇറ്റ്സ് കാര്യം, ഗുഡ് ഓർ ബാഡ്. നോബഡീസ് ടെല്ലിങ് ഇറ്റ്സ് ഗുഡ് ഓർ ഈ ബാഡ്. പ്രണമോഹൻലാലിനെ ഒട്ടും ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല ഇതിനകത്തിൽ. ഈസ് എ ഗ്രേ അവനൊരു ഷെയ്ഡ് പേഴ്സൺ. ഞാൻ ഗ്രേ ഷെയ്ഡാ. അവനൊരു ഭയങ്കര അങ്ങനത്തെ അവനൊരു പ്ലേ ഒരുത്തനാണ് ബോയ് ആയിട്ട് തന്നെയാണ് അവനെ കാണിക്കുന്നത്. കാണിക്കുന്നത്. ഒരു അവനെ ആരോട് ഗ്ലോറിഫൈ ചെയ്തിട്ട് അതൊന്നും ഇല്ലല്ലോ. അവൻ ഇല്ല, അതിന്റെ ഒരു നന്മമരമാണെന്നോ അല്ലെങ്കിൽ അവൻ നല്ലവനാന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിനകത്തില്. ആ അതിന്റെ ഒരു പെണ്ണുമ്പിള്ളയുടെ കാര്യവും പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കുന്നുമില്ല, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും സംസാരിക്കുന്നില്ല. അപ്പൊ ഇത് ഹൗ ഇസ് ദിസ് ഗ്ലോറിഫൈങ് എനി കൈൻഡ് ഓഫ് അവൾ ആ അവളെ പിന്നീട് കാണിക്കുന്നുണ്ട്, പക്ഷെ അന്നേരത്തേക്ക് അവൻ ഈ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് അവൻ ഇൻട്രസ്റ്റഡ് അല്ല പിന്നെ ആ ഒരു ഇതിലോട്ട് പോവാനായിട്ട്. ഫോൺ വിളിക്കുവല്ലേ ചെയ്യുന്നത്, അല്ല പുള്ളിക്കാരിയുടെ ഒരു പിന്നെ കോൾ വരുമല്ലോ ചെയ്യുന്നത്. പിന്നെ വരുന്നുണ്ടല്ലോ, ഏതാണ്ട് എന്തോ ഇതിന്റെ നേരിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ടോ? ഏതോ ഒരു എനിക്ക് ഞാൻ കണ്ടതിന്റെ അകത്തിൽ പുള്ളിക്കാരെ ഞാൻ പിന്നെ കണ്ടില്ല, ഒരു കോൾ മാത്രമേ കണ്ടുള്ളൂ. എനിക്കറിയത്തില്ല ഇനിയിപ്പോ വല്ല കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരിയുടെ ഇവന്റെ ഒരു ട്രാൻസിഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവൻ ആ കാറിൽ പോകുമ്പോ ആദ്യമൊക്കെ ഭയങ്കര മ്യൂസിക് ഒക്കെ ഭയങ്കര ഇതായിട്ട് വെച്ചിട്ട് കേട്ട് അവനൊട്ടും കെയർ ചെയ്യാതെ അല്ലേ, കെയർലെസ് ആയിട്ടാണല്ലോ കെയർ അവൻ ഫ്രീ റോഡിൽ കൂടെ പോകുന്നത്. പോകുന്നത്. കെയർ ഫ്രീ ആയിട്ട്. പക്ഷെ പിന്നെ പുള്ളി മര്യാദക്കാണല്ലോ പോകുന്നത്. അപ്പൊ ഞാനിത് കണ്ടായിരുന്നു, ഇങ്ങനെ ഈ ആൾക്കാർ ഇങ്ങനെ ഇത് പറയുന്നത്, അത് അതിനെ നോർമലൈസ് ചെയ്യുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ എല്ലാത്തിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഇപ്പം മറ്റേ കാന്താരക്കകത്താണു അല്ല, ഈ ലോകക്കകത്ത് മറ്റേ ഹിന്ദുക്കളുടെ ഇതിനെ ഇത് അത് നമ്മള് കാണിച്ചു. നമ്മുടെ ലോക എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അകത്തും മതതീവ്രവാദം അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു. ഇതിൻ്റെ അകത്താണോ വേറെ ഏതോ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ആൾക്കാർ പറയാം. അപ്പം എന്തെങ്കിലും ഒരു ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു സുഖം. അതാണ് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അതിപ്പം എന്താ ഇത് പറഞ്ഞപ്പോഴേ നിങ്ങള് എന്താ ഈ ഗോസ്റ്റിനൊരു വീര്യം കുറവായിരുന്നു അവസാനം, അതൊരു ഡിമോണിക് രീതിയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ നൈസായിരുന്നു എന്ന് പറയുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഓർത്തു. അതായത് നമ്മളിപ്പം ഇസ്രയേലെ കാര്യം എന്ന് ഞാൻ പെട്ടെന്ന് മറ്റേ വവ്വാലിനെയൊക്കെ ഓർത്ത്, വവ്വാലല്ല കിളിയെ ഓർത്തു. എസ്ര, ഈഗിൾ. എസ്രയുടെ കാര്യം പറയുമ്പം അത് എന്താ ഒരു ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്. അല്ലാതെ ഇപ്പം നമുക്ക് ഈ പദപദയൊക്കെ കുറച്ചും കൂടെ ഒരു മന്ത്രവാദം ഹിന്ദു എന്താണ് മിത്തോളജിയിൽ വരുന്നതാണ്. അപ്പൊ എൻ്റെ ഈ ഫ്രണ്ട് ഇങ്ങനെ പറയായിരുന്നു, അല്ലെങ്കിലും ക്രിസ്ത്യൻ പ്രേതങ്ങൾക്ക് വീര്യം കുറവാണ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ അല്ലേ? അത് ഇതൊക്കെ അങ്ങനെ ഒരു പറ്റില്ല. പ്രവണത. മേഘസന്ദേശം റോസി വീര്യമുള്ള ഇഡലി കഴിക്കുന്ന പ്രേതം ഇഡ്ഡലി കഴിക്കുന്നു. റിമെമ്പർ. ഭിത്തിയുടെ അകത്തോടൊക്കെ ഇറങ്ങി വരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. റോസിക്ക് വീര്യം കൂടുതലായിരുന്നു. അറിയില്ല. അപ്പൊ അത് ഞാൻ പക്ഷെ പെട്ടെന്ന് ശരിയായിരിക്കും. ഓർത്ത് കോമഡി ആയിട്ട് പുള്ളി പറഞ്ഞു, അല്ലെങ്കിലും ക്രിസ്ത്യൻ പ്രേതങ്ങൾക്ക് വീര്യം കുറവ്, ഞങ്ങളുടെ പ്രേതങ്ങൾക്ക് കുറച്ചുകൂടെ ശക്തിയുണ്ട്. നമ്മുടെ വലാക്കും ഒക്കെ അല്ലേ. അത് ഡിമോണിക് ആണല്ലോ, അത് കുറച്ചുകൂടെ അത് വേറെ ബ്രാഞ്ചിലേക്ക് പോവല്ലോ. ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ നിന്നിട്ടുള്ള മെത്തോളജി അല്ലേ ഇതിപ്പം. ഡിമോണിക് സ്ക്രിപ്ചറിലേക്ക് അവർ എൻറ്റർ ചെയ്തിട്ടും ഇല്ല, ആ ക്രിസ്ത്യൻ റെവലേഷൻസ് ബേസ് ചെയ്തിട്ടാണല്ലോ അവർ പോകുന്നത്. അപ്പം അങ്ങനെ അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ മിത്തോളജിക്കകത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ വീര്യം കുറവാണെന്ന് അറിയില്ല. അതൊരു കോമഡി ഇതായിട്ട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് നിങ്ങളത് സംസാരിച്ചപ്പോ ഞാൻ പെട്ടെന്ന് അത് ഓർത്തു. കാര്യം ഇതിന്റെ അകത്ത് അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ദുർമന്ത്രവാദം, ദുരാത്മാവ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റുകളൊക്കെ അധികം അങ്ങനെ ഇല്ലല്ലോ. ഈ സേറ്റനിക് ഇതിലോട്ട് വിച്ചസ് ഒക്കെ ഉണ്ട്. പോകുമ്പോഴല്ലേ. അതെ അതെ അതെ, വിച്ചസ് ഒക്കെ ഉണ്ട്, നമുക്കത് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും.
മറ്റേ Yeah. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു റിച്ച് മിത്തോളജി ഉണ്ടല്ലോ എടുക്കാനായിട്ട്. പല ടൈപ്പ് ശരിയാണ്. യക്ഷന്മാരും യക്ഷികളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് കുറച്ചുകൂടെ പക്ഷെ കൂടുതൽ. അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ സൂപ്പർ നാച്ചുറലിനകത്തിൽ അവർ കുറെ സാധനമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആ ഇറ്റ്സ് നോട്ട് ശരിയാ. സ്കേറി. അതൊരു ഹൊറർ അവസ്ഥയിലല്ല. ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒത്തിരി ഡിഫറെന്റ്. ഇപ്പൊ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് പിന്നെയും പറയാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലോങ്സ്റ്റ് റണ്ണിങ് അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ ഫാന്റസി സീരീസ്. സൂപ്പർ നാച്ചുറൽ എന്നാണ് പേര്. 2005 തുടങ്ങി 2025 വരെ ഉണ്ടായിരുന്ന ഒരു വെരി ലോങ് റണ്ണിങ് സീരീസ് ആണ്. നമ്മൾ 2-3 വട്ടം മെൻഷൻ ചെയ്തതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ഐ എം എ ബിഗ് ഫാൻ. എന്താണ്, 2 ബ്രദേഴ്സിന്റെ ജേർണിയാണ് ഇന്നത്തിൽ കാണിക്കുന്നത്. ഇഫ് യു ഹവ് നോട്ട് വാച്ച്ഡ് ഇറ്റ്, ഐ ഹൈലി റെക്കമെൻഡ് ഇറ്റ്. ഹൊറർ ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ഫാന്റസി ഇഷ്ടമുള്ളവർക്ക്, ബ്രദർഹുഡ് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു 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 സീരീസാണ്. അമേരിക്കൻ സീരീസാണ്. ഇപ്പം CW ആണ് അതിൻ്റെ എന്താ CW ആണ് അത് കാണിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പം ചില ഏരിയകളിലെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ചിലയിടത്ത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല അത് ഉണ്ടോയെന്ന് അറിയത്തില്ല. അമേരിക്കൻ ഏരിയാസിലൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അമേരിക്ക, കാനഡയിലൊക്കെ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. പക്ഷെ ഇവിടെ ഇല്ല, UK ഇല്ല കേട്ടോ. അതിപ്പോഴേ പറഞ്ഞേക്കാം. സോ അപ്പം കമ്മിങ് ബാക്ക്. ഓവറോൾ കൊള്ളാം. പക്ഷെ നോട്ട് ടു ഗ്രേറ്റ്. എന്നാ കൊള്ളാം. നല്ലൊരു മോശം ഇതായിട്ട്. പടമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ല അതൊരിക്കലും പറയാൻ പറ്റില്ല. രാഹുൽ സദാശിവന്റെ പടങ്ങളിലെ ഏറ്റവും അത് നിങ്ങൾ റാങ്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ റാങ്ക് ചെയ്യുന്നത്? ബ്രഹ്മയുഗം റെഡ് റെയിൻ. റെഡ് റെയിൻ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഇല്ല. കണ്ടിട്ടുള്ളതിൽ ഞാൻ കണ്ടിട്ടുള്ള പടങ്ങളൊക്കെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണെന്നാണല്ലോ പറയുന്നത്. ഇപ്പം ബ്രഹ്മയുഗത്തിലെ പൊറ്റി കണക്ഷൻ എല്ലാം ഉണ്ടല്ലോ. അപ്പം ബ്രഹ്മയുഗം, ഭൂതകാലം. എനിക്ക് പക്ഷെ ബ്രഹ്മയുഗമാണോ ഭൂതകാലമാണോ ഒരു ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബ്രഹ്മയുഗം ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അതിന് ആ ഒരു എഡ്ജ് കൊടുക്കാം. അപ്പം ബ്രഹ്മയുഗം, ഭൂതകാലം, DS എറേ എന്നാണ് എൻ്റെ ഒരു ഇതിൽ വരുന്നത്. ചക്രവാണി റെഡ് റെയിൻ കണ്ടല്ലേ? ചക്രവാണിക്ക് ഈ ലിസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ റെഡ് റെയിൻ ഇതിനകത്ത് എവിടെ പ്ലേസ് ചെയ്യും എന്നുള്ളതാണ് റെഡ് ക്വസ്റ്റ്യൻ. റെയിൻ എന്താ പറയുക, റെഡ് റെയിൻ്റെ തിങ് ഇസ് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മെയ്ഡ് ഈ ഒരു ബെറ്റർ. കാലത്ത്. കാരണം ഇപ്പോഴായിരുന്നെങ്കിൽ പീപ്പിൾ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ആൾക്കാരുടെ അവയർനെസ്സിനേക്കാൾ കൂടുതൽ ഇപ്പം പ്രൊഡ്യൂസേഴ്സും ഉണ്ട്. ഇപ്പം ഇങ്ങനത്തെ സിനിമകൾ എടുക്കാനുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും ഉണ്ട്. സോ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് ബെറ്റർ ഈ ഒരു കാലഘട്ടത്തിൽ. സോ ഫ്രം വാട്ട് ഐ ഹേർഡ്, രാഹുൽ സദാശിവൻ മോഹൻലാലിനോട് ഒരു പടം ചെയ്യാൻ പോകുന്നു കേട്ടു. പിന്നെ വേറൊരു സംഭവം കേട്ടെന്ന് പറഞ്ഞാൽ ഈസ് ഗോയിങ് ടു ഡു എ സയൻസ് ഫിക്ഷൻ മൂവി വിച്ച് ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ. കാരണം ഹൊറർ. പക്ഷേ സോ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഫോർ മീ പേഴ്സണലി എനിക്ക് ഭൂതകാലം ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഇറ്റ്സ് ടു ഗുഡ്. ലൈക്ക് ഇറ്റ്സ് ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ ഫിലിംസ്. ഹൊറർ എന്ന് പറയാൻ ലൈക്ക് ഇറ്റ് ഈസ് എ ഹൊറർ ഫിലിം. ബട്ട് ബ്രഹ്മയുഗം ഞാൻ വിചാരിച്ചത് ഹൊറർ ആയിരിക്കുമെന്ന് വിചാരിച്ചാ ഞാൻ തിയേറ്ററിൽ പോയത്. പക്ഷേ ഇറ്റ് ബ്ലൂ മൈ മൈൻഡ്. സോ ബ്രഹ്മയുഗം ഫസ്റ്റ്, സെക്കൻഡ് ഭൂതകാലം, തേർഡ് നമ്മുടെ DS ഇറേ, പിന്നെ റെഡ് റെയിൻ. ബിക്കോസ് ഇറ്റ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. ബിക്കോസ് അത് ആ ഒരു കാലം തെറ്റി ഇറങ്ങിയോണ്ടുള്ളത് മാത്രം ഞാൻ ഇതിനെ ഫോർത്ത് ഇട്ടിരിക്കുന്നു. അതാ ഡയറക്ടറുടെ ആദ്യത്തെ പടം കൂടെ. ഞാൻ ആക്ച്വലി പുള്ളിയെ കുറിച്ച് അറിയുന്നതിന് മുന്നേ കണ്ടതാണ് റെഡ് റെയിൻ. അമൃതയിൽ ഏതാണ്ട് ഒരു ഇതിൽ TV വന്ന് അങ്ങനെ കണ്ടത്, റാൻഡമായിട്ട് കണ്ടത് കേട്ടോ. ആദ്യം ഞാൻ കണ്ട രാഹുൽ സദാശിവൻ പടം ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റെഡ് റെയിൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ ബാഡ് വാച്ച്. സത്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ക്ഷമയുള്ള കൂട്ടത്തിലാണ്. നമ്മൾ കുറച്ച് ക്ഷമ വേണം അത് കാണണമെങ്കിൽ. ഇറ്റ്സ് എ ബിറ്റ് ലോങ്. അതാണ് എനിക്ക് തോന്നിയത് റെഡ് റെയിനെ കുറിച്ച്. അതൊരു ഇച്ചിരി ഡ്രാഗ് ഉണ്ട് അതിന്. അത് ആ ഒരു കഥ പറയാനും ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനും എടുക്കുന്ന ആ ഒരു സ്പേസ്, ആ ഒരു ടൈം ഇച്ചിരി കൂടുതലാണ്. അപ്പം നമുക്ക് ആ ഒരു ഇച്ചിരി ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു ഇതില്ലെങ്കിൽ ഇച്ചിരി പാടാ കാണാൻ. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ പടം. പക്ഷെ വുഡ് ഐ പുട്ട് ഇറ്റ് അബവ് DS ഇറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് ഒന്നാമത്തെ പ്രശ്നം, അതിന് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ അത് ഇറ്റ് കുഡ് ഹാവ് ബീൻ മെയ്ഡ് ബെറ്റർ. അത് അതിന്റെ മേക്കിങ്ങിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഇച്ചിരി ഒരു എന്താ പറയുക, സീരിയലാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് അത് സിനിമാറ്റിക് ആണെന്നും പറയാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് എനിക്ക്. ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ഇസ് മോർ ഓഫ് എ ഡോക്യുമെന്ററി. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഡോക്യുമെന്ററി സ്റ്റൈലിലല്ല ക്യാമറ ഒക്കെ വന്നിരിക്കുന്നത്, ബട്ട് എൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ഡോക്യുമെന്ററി പോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു അന്ന് കണ്ടപ്പോൾ. ഇതെന്ത് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. അപ്പോൾ
വാസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആൻഡ് ഭയങ്കര എന്താ പറയുന്നത് കാലത്തിന് മുമ്പേ സന്ധിച്ചു എന്ന് ചക്രവാണി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പം നോട്ട് എ ബാഡ് ഫിലിം, പക്ഷെ കണ്ടോണ്ടിരിക്കാൻ ക്ഷമ വേണം എന്ന് ഞാൻ പറയും. അങ്ങനെ സ്ലോ ആണ് yeah. ഇച്ചിരി ഡ്രാഗ് ഉണ്ട് അതിന്. അപ്പം അതാണ് പക്ഷെ എനിക്ക് ആ തോന്നുന്നത്. ഏലിയന്റെ പ്രമേഹം സോക്കാൾഡ് ഏലിയന്റെ റിവീലൊക്കെ വാസ് ആക്ച്വലി നൈസ്. നൈസ്, ഗുഡ്. എനിക്ക് ആക്ച്വലി അതൊന്നുകൂടെ റീവാച്ച് ചെയ്യണമെന്നുണ്ട്. കാരണം അന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇത്ര ശ്രദ്ധിച്ച് കാണത്തില്ലല്ലോ, നമ്മൾ ജസ്റ്റ് കണ്ടുപോകുമല്ലോ അത് എന്താ. അല്ലെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടം ഈ പടം എനിക്ക് കാണണം എന്ന് തോന്നുമ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു ശ്രദ്ധിച്ച് കാണുമല്ലോ. ഞാൻ ഭയങ്കര പാസീവായിട്ട് കണ്ടൊരു പടമാണ് റെഡ് റെയിൻ അന്ന്. അതാണ് എനിക്ക് തോന്നുന്നത് റാങ്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും. ബട്ട് ചില ആൾക്കാർ റെഡ് റെയിൻ വാസ് ബെറ്റർ എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഡ് റെയിൻ എടുത്ത് ഈ പടത്തിന്റെ മോളി വെക്കാൻ തോന്നുന്നുണ്ടോ എന്ന്. ഇത് ആക്ച്വലി ഒരു മിക്സ്. ഞാനിങ്ങനെ കേട്ടോണ്ടപ്പോ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒരു മിക്സ്ഡ് റിവ്യൂ ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എവറിബഡി ലൈക്ക് ദ ഫിലിം, ബട്ട് some people loved the film and some people were like നമ്മുടെ കൂട്ടർ we liked the film but ഫസ്റ്റ് ഹാഫ് വാസ് ഗുഡ്. ഫസ്റ്റ് ഹാഫ് വാസ് റിയലി ഗുഡ്. സോളിഡ് ആയിരുന്നു. പക്ഷെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സെക്കൻഡ് ഹാഫ് ഇല്ലായിരുന്നു എന്നുള്ള. കുറച്ച് പെട്ടെന്ന് കാര്യങ്ങൾ തീർന്ന പോലെ എനിക്ക് സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ പോലെ അങ്ങ് ഫീൽ ചെയ്തു. അത് ഹൊറർ ആണെന്നേ തോന്നിയില്ല. എനിക്ക് ആക്ച്വലി ബ്രഹ്മയുഗത്തിനകത്ത് യക്ഷയെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടി വന്നായിരുന്നു. യക്ഷയുടെ ബോസം കാണിക്കുന്നൊക്കെ ഈ ഇൻവെസ്റ്റിഗേഷൻ പോർഷൻ ഒക്കെ കൊള്ളാം. പക്ഷെ എനിക്ക് ക്ലൈമാക്സ് ആണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് പോയത്. അത് എന്തുകൊണ്ടാ അതൊരു വാലിഡ് ചോദ്യമാണല്ലോ. എന്തുകൊണ്ട് അവൻ അത്ര അവിടെ നിൽക്കുന്ന ഒരു ക്ലിപ്പിന്റെ ഇത് വെച്ച് അവിടെ വരെ എത്തി അവൻ അവിടെ ഭയങ്കര പവർഫുൾ ആയിട്ട് ഇവനെ അടിച്ച് മരത്തി ഒടിച്ചിടുന്നു, ഇവിടെ വന്നിട്ട് എന്താ അത്ര ഇതില് വേറൊരു എനിക്ക് കൺഫ്യൂസിങ് അല്ല, ഞാനിങ്ങനെ പെട്ടെന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്. ഇവനെ പ്രേതത്തിനെ ഫസ്റ്റ് ടൈം കണ്ടു, പക്ഷെ ഇവൻ എന്തിനാ ഇയാളുടെ അടുത്ത് പോകുന്നത് സഹായം ചോദിച്ചുകൊണ്ടെന്ന് ഞാൻ ആലോചിച്ചു. ഇയാള് മന്ത്രവാദം അല്ലെങ്കിൽ ആ ഒരു ബേസിസ് ഉള്ള ആളാണെന്ന് ഇവൻ അറിയാമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അത് അറിയത്തില്ലല്ലോ അവന്. നെയ്ബർ ആണെന്നുള്ള ഒരു രീതിയിൽ പെട്ടെന്ന് പോയിട്ട് ഇയാളോട് കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് കണ്ടോണ്ടിരുന്നപ്പോഴും ഞാൻ ഇങ്ങനെ ഇത് ആലോചിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് അവൻ അങ്ങോട്ട് പെട്ടെന്ന് അയാളെ ചെന്ന്. അത് ഇവിടെ അവന് കൂട്ടുകാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് അവന്റെ ചുറ്റും. അവരോട് ആരോടും പറയാതെ why did he go and discuss it with this particular man എന്ന് ഞാൻ ആലോചിച്ചു. I think he felt that this person was more close with the family എന്നുള്ളത് തോന്നിയോണ്ടായിരിക്കാം. അപ്പൊ അയാള് ത്രൂ മറ്റേ പമ്പ വഴി സന്നിധാനത്ത് എന്നുള്ള പോലെ അല്ല, അത് മനസ്സിലായി. പക്ഷെ കർമ്മം നടത്താൻ വേണ്ടിട്ട് പറയാൻ വേണ്ടിട്ട് അല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷെ അതിപ്പം ഇവൻ ഈ പ്രേതത്തിന്റെ കാര്യം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇയാളോട് എന്താണ് അവിടുത്തെ സംഭവം എന്നൊക്കെ ചോദിച്ചാൽ ഇതിൽ ഇൻട്രസ്റ്റ് എന്ന് അല്ല, ഇവൻ അയാളെ കൂട്ടുപിടിക്കാൻ കാര്യം തന്നെ അവളുടെ ഇപ്പം എന്താ പറയുന്നത്, ആത്മാവ് ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലാസ്റ്റ് റൈറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്നുള്ളൊരിതുണ്ടല്ലോ. അപ്പൊ ഇവളുടെ കർമ്മങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം എന്ന് അവന് നേരിട്ട് പറയാൻ പറ്റത്തില്ല, കാര്യം അതിന് നീയെ തടന്നായ നേരെ തിരിച്ച് ചോദിക്കും. അപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവനാണ് അതിന്റെ കാരണം എന്നൊക്കെ ഉള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടാൽ അവന് പ്രശ്നമാണല്ലോ. അത് ലീഗൽ ഇഷ്യൂസ് വേണമെങ്കിൽ വരാമല്ലോ, അവരെല്ലാം കേസ് കൊടുക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരാം. ഇയാളാകുമ്പോഴത്തേക്ക് ഒരു എന്താ അവരുടെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബറാണ്. അത് മാത്രമല്ല ഇവൻ്റെ അപ്പൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളും കൂടെ ആണല്ലോ. വർക്ക് ചെയ്ത ആളല്ല, കോൺട്രാക്ടറാണ്. വർക്കിന് വേണ്ടി ട്രൈ ചെയ്തിരുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വേണമെങ്കിൽ ഒരു കോൺട്രാക്ട് വേണമെങ്കിൽ അപ്പൻ വഴി സംഘടിപ്പിച്ചു കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ ഇയാളെ സൈഡിലോട്ട് എടുക്കാമല്ലോ. അതങ്ങനെ എല്ലാ കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തേ, അതെന്താ പെട്ടെന്ന് ഇവൻ ഇയാളുടെ അടുത്തോട്ട്. കാരണം ഇയാൾ മന്ത്രവാദിയാണെന്നോ അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും മന്ത്രവിദ്യയൊക്കെ അറിയാമെങ്കിൽ ഇറ്റ് വാസ് മോർ കൺവിൻസിങ് ഫോർ മീ. ഇത് കൺവിൻസ്ഡ് ആയില്ലെന്നല്ല, വെച്ചാ മതിയായിരുന്നു. പുള്ളിക്ക് പണ്ട് പൂജയും കാര്യങ്ങളൊക്കെ എന്താ ഒരു ഡയലോഗും എല്ലാം മതിയായിരുന്നു. അപ്പം പെട്ടെന്ന് കുറച്ചും കൂടെ കൺവിൻസിങ് ആയെന്ന് എനിക്ക് തോന്നി. കാരണം കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കണ്ടോണ്ടിരുന്നപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് തോന്നി, ഓക്കെ ഇയാളെ അപ്രോച്ച് ചെയ്യുന്നതാണ് ബെറ്റർ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബട്ട് ഇവിടെ ബിറ്റ് മോർ കൺവിൻസിങ് ആ ഒരു മന്ത്രവാദ എലമെന്റും കൂടെ അല്ലെങ്കിൽ ആ ഒരു മന്ത്രവിദ്യ എലമെന്റും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിലേ
എന്ന് എനിക്ക് എനിക്കും തോന്നിയത് അത് കണ്ടോണ്ട്. തോന്നിയായിരുന്നു. അത് ആ കണ്ടുകൊണ്ടിരുന്നപ്പം അതെന്തായിരിക്കും പെട്ടെന്ന് ഇവൻ ഇങ്ങോട്ട് പോയെന്ന് ഞാനും ആ സമയത്ത് ആലോചിച്ചായിരുന്നു. ആ പക്ഷെ പിന്നെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പം ശരിയാണ്, ഇങ്ങനത്തെ ഇതൊക്കെ ആ ഉണ്ടല്ലോ. അപ്പൊ അയാളെ വേണമെങ്കിൽ അങ്ങനെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ്. അതെ 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 കൂടെ ശരിയാണ്. നിൽക്കുമല്ലോ. ഇപ്പൊ വേറെ ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിലും ഇയാൾക്കാകുമ്പോ ഫ്രണ്ട്സിനോട് ബാക്കിയുള്ളവരോട് അവന് ഷെയർ ചെയ്യാനും പറ്റത്തില്ല. കാര്യം ഉം. ഇവര് തമ്മിലുള്ള ബന്ധം ഉണ്ടെന്നുള്ള രീതി. കാര്യം മറ്റവനത് ചോദിക്കുമ്പോ കനിയോ, ഏത് കനി എന്നൊക്കെ ഉള്ള രീതിയിലാണല്ലോ. ഇവരുടെ ബന്ധം പൊതുവെ ഒരു ഒരു ആ അതെ ആർക്കും അതെ അറിയാത്ത ഒരു സാധനം അറിയാത്ത കൂടെയാണ്. സീക്രസി ഉള്ളത്. അതെ 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 പിന്നെ എല്ലാവരും നാച്ചുറലി അവനെ ജഡ്ജ് ചെയ്യുകയും ചെയ്യും. അവൻ കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്തത് അല്ലേ, നമ്മള് അവൻ പറ്റിച്ചിട്ട് പോയോണ്ടാണ്, അതുകൊണ്ടാണ് ആണ് അതുകൊണ്ടായിരിക്കണം. അപ്പം ആയിരിക്കണം. നമുക്ക് അറിയത്തില്ലല്ലോ വേറെ അറിയത്തില്ല. ഇൻഫ്ലുവൻസസ് ഉണ്ടോന്ന് അറിയത്തില്ല. കാരണം അപ്പുറത്ത് പ്രേതം ഉള്ളതുകൊണ്ട് അത് ചില ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇവൻ തന്നെയാണെന്ന്. ബട്ട് എനിക്ക് ചിലപ്പോ പാർട്ട് 2 മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ പാർട്ട് 2 ഉണ്ടാവും ഇതിന്. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് വരുവാണെങ്കിൽ. കാര്യം ഇതൊരു ആണെങ്കിൽ. അങ്ങനത്തെ ഒരു എൻഡിങ്ങിലല്ലേ നിർത്തുന്നത്, കനി അവിടെ ഉണ്ടെന്നുള്ള പക്ഷെ രീതിയിലല്ലേ. പാർട്ട് 2വിനേക്കാൾ ഇതിന് ചാൻസസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഒരു പടം, വേറെ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിൽ ഇതിന്റെ ജസ്റ്റ് ഇങ്ങനെ മറ്റേത് പറയുന്ന പോലെ ഈ ഭൂതകാലത്തിന്റെ വന്ന പോലെ ജസ്റ്റ് ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് പോലെ വരാനുള്ള ചാൻസസ് ആണ് ബെറ്റർ ഉണ്ടാവാൻ ചാൻസ് എനിക്ക് ആ തോന്നുന്നു. പോർഷനും കുറച്ച് പേർക്ക് കൺഫ്യൂസിങ് ആയിരുന്നു. ഇപ്പം എന്നോട് ഏത് പോർഷൻ ഇപ്പം സൈജുക്കുറിപ്പ് വന്നിട്ട് പണ്ട് അവിടെ വന്ന ഒരു അമ്മയും പോർഷൻ? മകനും ആ താമസിച്ചിരുന്നതെന്ന് ഓക്കെ ഓക്കെ. പറഞ്ഞപ്പോഴേ ജെയിംസ് ബോണ്ട് ഓർത്തത്, അതായത് അവൻ റെഫറൻസ് ചെയ്യുന്നത് രേവതീനെയും ഷെയ്നെയും ആണെന്ന്. അല്ലേ? അല്ല ആണ്, പക്ഷെ അവൻ വിചാരിച്ചെന്നു വെച്ച് കഴിഞ്ഞാൽ അവര് വരുന്നതിന് മുമ്പുള്ള സംഭവമാണെന്നുള്ള ഓ രീതിയിൽ ഓ ഓ ഓർത്ത്. ഓ ഭൂതകാലം ഓക്കെ പെട്ടെന്ന് ഓക്കെ. ഓർമ്മയിൽ വന്നില്ല. ഭൂതകാലത്തിന്റെ അതല്ലല്ലോ, വേറെ എന്താ ഒരു പുള്ളി ആത്മഹത്യ ചെയ്തു, കൂടെ അതെ ഉള്ള അതെ ഒരു ഭാര്യയും മോളും കൂടെ. ഭാര്യയും മക്കളും ഒക്കെ വെട്ടിക്കൊല്ലും. എന്തോ അങ്ങനെ എന്തോ അല്ലേ അവര് അവര് അവരും കൂടെ അവര് അവരങ്ങനെ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത പോലെ എന്തോ ചെയ്യുവാണ്. ഓക്കെ ഓക്കെ. ഇതാണെന്ന്. എന്തോ ഷെയർഡ് ഡിലൂഷൻ പോലത്തെ എന്തോ ഓക്കെ. പരിപാടിയായിരുന്നു. അതാണ് ഈ ഷെയ്ൻ്റെ അമ്മയ്ക്കും ഇവനും ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പം ആ അമ്മച്ചിയുടെ പ്രേതം അവിടെ ഉണ്ടോ എന്ന് ഞാൻ ഭൂതകാലം കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു. കാരണം അമ്മച്ചി ഇച്ചിരി ക്രീപ്പി ആയിരുന്നല്ലോ. എനിക്ക് ഭൂതകാലം കണ്ടപ്പോൾ ഏറ്റവും വലിയ സംശയം എന്താണെന്ന് അറിയോ, ഷെയ്നാണോ അവന്റെ അമ്മൂമ്മനെ ശരിക്കുള്ള പ്രേതം. ഓ തട്ടിയെന്നുള്ളത്. ഷെയ്ൻ അല്ലേ. എന്തോ ഒരു ഷോട്ടുണ്ട്, എന്തോ മരുന്ന് കൊടുക്കാനായിട്ട് എന്തോ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ പുള്ളിക്കാരി കിടക്കുന്ന കഥയിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നോക്കുന്ന പോലെ എന്തോ ഒരു ഇതുണ്ട് അതിൻ്റെ അകത്ത്, ആ ഒരു മൊമെന്റ്. അപ്പം ഞാൻ ഓർത്ത് അതെന്തിനാ അങ്ങനെ കാണിച്ചു, ഇവൻ എന്തെങ്കിലും പണി ഒപ്പിച്ചതാണോ എന്ന്. പുള്ളിക്കാരി ഇങ്ങനെ ഇപ്പം കെയർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം ഫൈനലി അതങ്ങ് അവസാനിപ്പിക്കാമെന്ന് അവൻ പ്ലാൻ ചെയ്തതാണോ, അതിൻ്റെ പ്രതികാരമായിട്ട് അമ്മച്ചി എങ്ങാനും വന്നതാണോ എന്നൊക്കെയാണ് ഞാൻ ഓർത്തത്. പക്ഷെ അമ്മച്ചി അല്ലായിരുന്നു. ഇത് എന്താണേലും അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ പടത്തിനെ കുറിച്ച്. നമ്മൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓൾറെഡി ദീർഘമായി പോയല്ലേ. ദീർഘമായി, അതെ തീർച്ചയായും. അപ്പം അപ്പം ഒരു പ്രധാന കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ അകത്ത് നേരത്തെ ജിബു ജോർജ് എന്നേതാണ്ട ഞാൻ മധുസൂദനം പോറ്റിയായിട്ട് അഭിനയിച്ച പുള്ളിയുടെ പേര് പറഞ്ഞത്. പുള്ളിയുടെ പേര് ജിബിൻ ഗോപിനാഥ് എന്നാണ്. അദ്ദേഹം കോൾഡ് കേസ്, കണ്ണൂർ സ്ക്വാഡ്, കിഷ്കിന്ധാ കാണ്ഡം, 2018, കുറ്റവും ശിക്ഷയും, മിന്നൽ മുരളി, അങ്ങനെ കുറേ പടങ്ങളിൽ പുള്ളി കാസ്റ്റിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് പുള്ളിയുടെ പടങ്ങളായിട്ട്. അപ്പം അതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ജിബു ജോർജ് അല്ല, ജിബിൻ ഗോപിനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൺക്ലൂഡ് ചെയ്തോളൂ കുമാരി. അപ്പം കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരുപാട് നാളിന് ശേഷം നമ്മൾ തിരിച്ചു വന്നതാണ്. ഇറ്റ്സ് ആഫ്റ്റർ എ ലോങ് 1 month. അപ്പം എല്ലാവർക്കും നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പടങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക, ഞങ്ങളത് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ആൻഡ് വിൽ ബി കമ്മിങ് ബാക്ക് വിത്ത് അനദർ മൂവി. പഴയ പടമാണെങ്കിലും പുതിയ പടമാണെങ്കിലും വിൽ ഡു ഇറ്റ് വിത്ത് ഓൾ അവർ ഹാർട്ട്സ്. അപ്പം so this is me, UDC Kumari, signing out with Mr. Digambaran and Chakrapani. Bye. Bye.